അതിൻ്റെ സുഗമമായ നടത്തിപ്പും അതോടുകൂടെ തന്നെ അതിൻ്റെ സൗന്ദര്യത്തിന് വേണ്ടി നിങ്ങൾ പൂർണ്ണമായിട്ടും സാറോട് നിങ്ങൾ പൂർണ്ണമായിട്ട് സഹകരിക്കണം, എല്ലാവരും ഉള്ളിലേക്ക് കയറിയിരിക്കണമെന്ന് അപേക്ഷിക്കുകയാണ്. ഒരുപാട് സന്തോഷമുണ്ട്. QMRCC ഗായിദെ മില്ലത്ത് റിലീഫ് കൾച്ചർ സെൻറ്റർ വടക്കേ പല്ലാറ് സംഘടിപ്പിക്കുന്ന പവിത്രമായ ചടങ്ങിലാണ് ഞാൻ നിൽക്കണേ. ഒരുപാട് സന്തോഷമുണ്ട്. എല്ലാവരും ഒന്ന് ഇരുന്നാൽ വലിയ സന്തോഷമായി. ഒരു കല്യാണ വീട് പോലെ എനിക്ക് തോന്നുന്നുണ്ട് പുറത്തൊക്കെ. ആ വരാന്തയിലുള്ള എല്ലാവരും ഒന്ന് അകത്തോട്ട് വാ പ്ലീസ്, എല്ലാവരും വാ. നിങ്ങളെല്ലാം ഇരുന്ന് എനിക്ക് വലിയ സന്തോഷമായി. ഒരു 2-3 മണിക്കൂറൊന്നുമില്ല, കുറച്ച് സമയം മാത്രമേ ഉള്ളൂ. എല്ലാവരും ഒന്ന് ഇരിക്കുക. മക്കളൊക്കെ ഒന്ന് ഇരുന്നേ പ്ലീസ്. ആ ചായയുടെ സെക്ഷൻ ഒന്ന് മാറ്റുമോ? ചായ കേക്ക് ഒന്ന് എടുത്ത് വെക്കുമോ? കേക്ക് പ്ലീസ്. ചേട്ടാ കേക്ക് ഒന്ന് എടുത്ത് വെക്കൂ. ആ കേക്ക് ഒന്ന് ക്ലോസ് ചെയ്യും. കേക്ക് ഒന്ന് എടുത്ത് മാറ്റി വെക്കുക. കേക്കും ഇതും മതി. ആ മക്കളൊക്കെ ഒന്ന് ഇരുന്നേ, വന്നേ വാ, പെട്ടെന്ന് ഇരിക്കുക. ഇതേ അവിടെ കുറേ കുട്ടികളുണ്ട്, ഓരോന്നൊന്ന് ഇരിക്കാൻ പറഞ്ഞു. അവരോട് പുറത്ത് കുറേ മക്കളുണ്ട്, പ്ലീസ് വരാൻ പറഞ്ഞേ. മക്കൾ അവരോടൊക്കെ വരാൻ പറഞ്ഞേ, പെട്ടെന്ന് വാ. നിങ്ങളെല്ലാം ഇരുന്നാൽ മാത്രമേ ഞാൻ സംസാരിക്കുകയുള്ളൂ, അല്ലെങ്കിൽ ഒരു സുഖം കിട്ടൂല. അതാ നിങ്ങൾക്കും എനിക്കും ഒരു സുഖം കിട്ടും. പെട്ടെന്ന് കയറിയിരിക്കാൻ പറയും, പെട്ടെന്ന് എല്ലാവരോടും. നമുക്ക് നാളെയും മിണ്ടി പറഞ്ഞ് ചായ കുടിച്ച് ഒക്കെ നടക്കാം, പക്ഷേ ഇന്നത്തെ ദിവസം കഴിഞ്ഞ് പോവും. ബാ എല്ലാവരും ആ വരാന്തയിലുള്ളവർ ഓരോടും കയറിയിരിക്കാൻ പറയും. അവിടെ അവിടെ കുറേ പേര് ഒന്നിരിക്കുമെന്ന് പ്ലീസ്. നിങ്ങളെല്ലാവരും ഇരിക്കണം, ഇരിക്കാതെ ഞാൻ സംസാരിക്കണം, നിർബന്ധ. എല്ലാവരും കമ്മിറ്റിക്കാരും ഇരിക്കും, വരൂ ബാ പ്ലീസ്. നമുക്ക് ഇത് ഓഫ് സ്റ്റേജ് ആക്കണം സർ, ഓഫ് സ്റ്റേജ് ആക്കാം. ഓഫ് സ്റ്റേജ് ആക്കണേ ആക്കാം സാറേ. മൻസൂർ സാറേ ഓഫ് സ്റ്റേജ് ആക്കാം. നമുക്ക് ഓഫ് സ്റ്റേജ് ഇവിടെ ഓഫ് സ്റ്റേജ് ആക്കണമെങ്കിൽ ആക്കാം. നിങ്ങൾക്ക് താഴെ ഇരിക്കാം. ആ ഓക്കെ, നിങ്ങൾക്ക് കേൾക്കാനും കുറച്ച് സുഖം കിട്ടും. മറ്റത് നിങ്ങൾ ഇടയ്ക്ക് നിങ്ങൾക്കൊന്ന് ഫ്രീ ആയിട്ട്. ആ ഓക്കെ സർ, ഓക്കെ ഓക്കെ. എത്ര ആൾക്കാരെ നോക്കി എവിടെയൊക്കെ ഇരിക്കുന്നതെന്ന് വന്നേ വാ. ആ നിങ്ങൾ എല്ലാവരും ഇരുന്ന സന്തോഷമായി. പോകേണ്ടവർക്ക് പോകാം, ഇരിക്കുന്നവർ ഇരുന്നാൽ വലിയ സന്തോഷമായി. നിങ്ങൾ ഇരുന്ന സന്തോഷമാണെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാം. അതാ ഞാൻ പറയണേ. ക്യാമറാമാനും അവരൊഴികെ ബാക്കി എല്ലാവരും ഇരിക്കണം. ബാ ഓക്കെ. അപ്പോൾ നമുക്ക് ഒന്ന് പ്രിയപ്പെട്ട ഹൈദരലി നദ്വി എന്നെ സ്വാഗതം ചെയ്തു, ഏറെ സന്തോഷം. അതേപോലെ പ്രിയപ്പെട്ട ഈ പരിപാടിയുടെ എന്നെ ഇങ്ങോട്ട് ക്ഷണിച്ച പ്രിയപ്പെട്ട മുനീർ ചതേരി, അതുപോലെ തന്നെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സാരഥിയും അതുപോലെ തന്നെ കരിയർ ഗൈഡൻസ് മേഖലകളിലെ നിറസാന്നിധ്യമായ MV സക്കറിയ അവർ നിങ്ങളുമായിട്ട് കുറേ സമയം സംവാദിച്ചു. ഏറെ നല്ല പിടികൂടുന്ന ഒരു സാമൂഹ്യ ചുറ്റുപാടിലാണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത്. നാളെ നമ്മുടെ വീട്ടിലേക്ക് ലഹരി എന്ന് പറയുന്ന മഹാദുരന്തം ക്ഷണിക്കാതെ പടി കടന്ന് നമ്മുടെ വീട്ടിനകത്തോട് കയറി വരും. അതിന് ക്ഷണിക്കൊന്നും വേണ്ട. അപ്പം ലഹരി ആർക്കും എപ്പോഴും സംഭവിക്കുന്ന ദുരന്തമാണ്. നമ്മളൊക്കെ കരുതിയിരിക്കും ഞാനിപ്പോൾ വലിയ നല്ല സേഫ് സോണിലാണ്. ഇന്ന് ഈ വടക്കേ പലാറിൽ ഈ ഓഡിറ്റോറിയത്തിൽ വന്നിരിക്കുന്ന നിങ്ങളെല്ലാവരും വിചാരിക്കുന്നുണ്ടോ ഞാൻ ലഹരി ഉപയോഗിക്കുന്നില്ല, എൻ്റെ വീട്ടിൽ ഉപ്പയും എൻ്റെ സഹോദരനും എൻ്റെ ഭർത്താവും ഒന്നും ഉപയോഗിക്കുന്നില്ല, പിന്നെ ഞാനെന്തിനാ പേടിക്കുന്നത്, പിന്നെ എനിക്ക് ലഹരിയെക്കുറിച്ച് ആശങ്കപ്പെടേണ്ട കാര്യമുണ്ടോ? അല്ലേ? നമ്മളെല്ലാം ആശങ്കപ്പെടണം, നമ്മളെല്ലാവരും ആശങ്കപ്പെടണം. കാരണം നാളെ നമ്മുടെ മക്കൾ ഈ മണ്ണിലൂടെ നടന്നു പോകണമെങ്കിൽ, ഇവിടെ പഠിക്കണമെങ്കിൽ, ഈ സമൂഹത്തിനകത്തൊന്നും എൻ്റെ മകൾക്ക് ഒരു വിവാഹം കഴിക്കണമെങ്കിൽ, അല്ലെങ്കിൽ എൻ്റെ മകന് ഒരു വിവാഹം കഴിക്കണമെങ്കിൽ അവൻ ഇടപെടുന്ന സാമൂഹ്യ ചുറ്റുപാടുകൾ ലഹരിയില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് കൊണ്ടു ചെന്നെത്തിക്കാൻ ഞാൻ പ്രതിജ്ഞാബദ്ധനാണ്. പലപ്പോഴും നമ്മളൊക്കെ വിചാരിക്കും എനിക്കിതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഒരുപക്ഷെ ഫിലിപ്പമ്പാട് വന്നിട്ട് ക്ലാസ് എടുക്കേണ്ട സ്ഥലം ഈ വടക്കേ പല്ലാറിൽ ഈ ഓഡിറ്റോറിയം അല്ല. ഈ സമയത്ത് തിരൂരിലോ അല്ലെ എവിടെയെങ്കിലും വല്ല ബീവറേജിൻ്റെ വരിയിലൊക്കെ മദ്യക്കുപ്പി വാങ്ങാനായിട്ട് ക്യൂ നിൽക്കുന്ന ഏതെങ്കിലും ഒഴിഞ്ഞ കെട്ടിടത്തിലോ പാടത്തോ പറമ്പത്തോ വല്ല ഓപാലത്തിൻ്റെ അടിയിലോ അച്ചാറൊക്കെ തൊട്ട് നോക്കി എന്തേ എന്നൊക്കെ ചോദിച്ച്
അവിടെ ആഘോഷം നടത്തുന്ന ഇടയ്ക്ക് പോയിട്ടാണ് ഞാൻ ഈ സംസാരിക്കേണ്ടത്. പക്ഷെ ഇവിടെ നല്ല ബോധവും ബോധ്യവുമുള്ള ഈ മക്കൾക്കിടയിൽ, അതായത് വിദ്യാഭ്യാസ മേഖലകളിൽ ഏറ്റവും നല്ല കഴിവ് തെളിയിച്ച ഒരുപാട് കുഞ്ഞുങ്ങൾ ഇരിക്കുന്നുണ്ട്. നിങ്ങളുടെ കഴിവിനനുസരിച്ച് ഈ സംഘടന ഇവിടെ നിങ്ങൾക്കുള്ള എല്ലാ മെമൻറ്റോകളും ഇവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട്. അതെല്ലാം വാങ്ങാൻ വന്നിരിക്കുന്ന നിങ്ങൾ കഴിവുള്ളവരല്ലേ? നിങ്ങൾക്ക് എന്തിനാണ് ഇത്തരത്തിൽ ബോധവൽക്കരണം? എന്തിനാ? ഇവിടെയാണ് നമ്മളെല്ലാം ചിന്തിക്കേണ്ടത്. ഞാനിവിടെ നിങ്ങളോടെല്ലാം ഒരു കാര്യം ഓർമ്മപ്പെടുത്തുകയാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ലഹരിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ക്ലാസ്സുകൾ എടുക്കണമെങ്കിൽ നിങ്ങളുടെ പൊതുസമൂഹത്തിനകത്തോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ബന്ധത്തിലോ ഏതെങ്കിലും വാട്സപ്പ് ഗ്രൂപ്പുകളിലോ കുടുംബ സംഗമങ്ങളിലോ കുടുംബ ബന്ധങ്ങളിലോ ക്ലാസ്സിൽ എടുക്കാൻ പറ്റുന്ന, എനിക്ക് തോന്നുന്നു ഇവിടുന്ന് സഹോദരിമാരിൽ ഒരു 15ഓളം സഹോദരിമാർ ഇവിടെ ഇരിപ്പിക്കുന്നുണ്ട്, ക്ലാസ് എടുക്കാൻ പറ്റുന്നവർ, നല്ല ട്രെയിൻ ചെയ്യാൻ പറ്റുന്നവർ. അതിൽ ഇവിടെയും സഹോദരന്മാർക്കിടയിലും നിങ്ങളും ഒരു 10-20ഓളം ആളുകൾ വിചാരിച്ചാൽ നല്ല രീതിയിൽ ക്ലാസ് എടുക്കാൻ പറ്റുന്ന ആളുകൾ ഇവിടെ ഇരിക്കുന്നുണ്ട്. നല്ല അധ്യാപകരെ ഞാൻ കാണുന്നുണ്ട്. നിങ്ങൾക്ക് പവർ പോയിന്റ് വേണമെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി. നിങ്ങളെ ഇമെയിൽ ഐ ഡി എനിക്ക് അയച്ചു തന്ന നാഷണൽ ഡ്രഗ് കൺട്രോൾ സൊസൈറ്റിയുടെ ഏറ്റവും നല്ല PPT പവർ പോയിന്റ് ഞാൻ നിങ്ങൾക്ക് തരാം. കാരണം ഞാൻ ഏകദേശം ഈ നാഷണൽ ഡ്രഗ് കൺട്രോൾ സൊസൈറ്റി എക്സിക്യൂട്ടീവ് മെമ്പറാണ്. കഴിഞ്ഞ 3 മാസങ്ങൾക്ക് മുമ്പ് ഡൽഹിയിൽ അശോക് റോഡിലെ ഒരു ഓൾ ഇന്ത്യ കോൺക്ലേവ് ഉണ്ടായിരുന്നു ആൻറ്റി ഡ്രഗ് ക്യാമ്പയിനുമായി ബന്ധപ്പെട്ടുകൊണ്ട്. അതിൽ ഡോക്ടർ ദീപക് ചോപ്രയുടെ ഏറ്റവും മനോഹരമായ 3 മണിക്കൂർ വരുന്ന സെക്ഷൻ പങ്കെടുക്കാൻ ഭാഗ്യം ലഭിച്ച ആൾ കൂടിയാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് നിങ്ങളോടെല്ലാം ഞാൻ പറയാം, ലഹരി എന്ന് പറയുന്ന ദുരന്തത്തിനെതിരെ നമ്മൾ ഓരോരുത്തരും നമ്മളുടെ ശ്രമം നമ്മുടെ ഈ സമൂഹത്തിൽ ഉണ്ടാവണം. അതൊരു പക്ഷേ ഒരു കുഞ്ഞായിരിക്കാം, വീട്ടമ്മയായിരിക്കാം, ഒരു പൊതുസമൂഹത്തിൽ ഇടപെടുന്ന സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ മേഖലയിൽ പ്രവൃത്തിയെടുക്കുന്ന ആരുമായിക്കോട്ടെ, നമുക്കൊക്കെ ലഹരി എന്ന് പറയുന്ന ദുരന്തത്തിനെതിരെ എനിക്കെന്താ ചെയ്യാൻ പറ്റുക? ഈ ഒരു മൈൻഡ് സെറ്റോടുകൂടി നിങ്ങളിവിടെ ഇരിക്കണം. കാരണം ലഹരി എന്ന് പറയുന്ന കാര്യത്തെക്കുറിച്ച് ഞാൻ എന്താണ് ഇതുവരെയും പഠിച്ചത്, എന്തിനാണ് ലഹരിയെക്കുറിച്ച് ഇത്രമാത്രം പൊതുസമൂഹം ആശങ്കപ്പെടുന്നത്, ഇന്ന് സർക്കാർ സംവിധാനങ്ങൾ, അതേപോലെ പോലീസ്, എക്സൈസ് എല്ലാം ലഹരിക്കെതിരെ ആശങ്കപ്പെടുന്നുണ്ട് അല്ലേ? പോലീസ് പുതിയ പദ്ധതി തുടങ്ങിയിട്ടുണ്ട്, യോദ്ധാവ്, ലഹരിക്കെതിരെയുള്ള ക്യാമ്പയിനാണ് യോദ്ധാവ്. എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ് കാലാകാലങ്ങളിലായിട്ട് 3 വർഷമായിട്ട് വിമുക്തി എന്ന് പറയുന്ന ഒരു പ്രോജക്റ്റ് നടപ്പിലാക്കി വരുന്നുണ്ട്. ലഹരിക്കെതിരെയുള്ള ബോധവൽക്കരണങ്ങളും സെമിനാറുകൾ, ഡിബേറ്റുകളും കൺവെൻഷനുകളും നടത്തി വരുന്ന ഒരു പദ്ധതിയാണ് വിമുക്തി. അതുപോലെ അധ്യാപകർ കുട്ടികളെ ചേർത്ത് പിടിച്ചുകൊണ്ട് പുതിയ പദ്ധതി തുടങ്ങിയിട്ടുണ്ട്, കരുതൽ. അങ്ങനെ KCYM പോലെ യുവജന പ്രസ്ഥാനങ്ങൾ, SKSF, SSF പോലുള്ള സാമൂഹ്യ മതസംഘടനകളെല്ലാം ലഹരിക്കെതിരെ വലിയൊരു സായുധ വിപ്ലവത്തിൽ ഈ ദൈവത്തിൻ്റെ നാട്ടിൽ ഇറങ്ങിയിരിക്കുകയാണ്. ഇപ്പം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞാൻ പങ്കെടുത്ത ഒരുപാട് പരിപാടിയുണ്ട്. ലഹരിക്കെതിരെ വഴി നടത്തം, രാത്രി മാർച്ച്, മനുഷ്യച്ചങ്ങലകൾ, കൂട്ടയോട്ടം, അങ്ങനെ ലഹരിക്കെതിരെ ഒപ്പുശേഖരങ്ങൾ, ലഹരിക്കെതിരെയുള്ള മായാജാലങ്ങൾ, ലഹരിക്കെതിരെയുള്ള പ്രബോധനങ്ങൾ, അങ്ങനെയെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ? എന്തുകൊണ്ടാണ് ഇപ്പം ഇത്രമാത്രം ചർച്ചകളൊക്കെ നടക്കാൻ തുടങ്ങിയത്? എന്തുകൊണ്ടാണ്? ഇന്ന് ബോധവും ബോധ്യമുള്ള മനുഷ്യരല്ലേ നമ്മുടെ ചുറ്റുപാടിലുള്ളതൊക്കെ. ഇതിനു മുമ്പ് ഒരു 10-50 വർഷങ്ങൾക്ക് മുമ്പ് ഇത്തരത്തിലുള്ള കുറച്ചും കൂടെ മുൻനിരയിലേക്ക് കടന്നു വന്ന സുബോധമുള്ള മനുഷ്യന്മാരൊന്നും ഇവിടെ ഇല്ലായിരുന്നല്ലോ. പക്ഷെ അന്ന് അനുഭവ സമ്പത്തും അവർക്കൊക്കെ ജീവിത നൈപുണ്യങ്ങളും പരിജ്ഞാനങ്ങളെല്ലാം ഉണ്ടായിരുന്ന ഒരു പഴയ തലമുറയുണ്ട് ഇവിടെ, മില്ലേനിയം ജനറേഷൻ എന്ന് പറയുന്ന തലമുറ. ഏകദേശം 1940 ജനിച്ച് 1975-80 കാലഘട്ടങ്ങൾ വരെ ഏകദേശം ജീവിതം ഇങ്ങനെ മുമ്പോട്ട് പോയിരിക്കുന്ന ആ ഒരു കാറ്റഗറീസിനെയാണ് ശാസ്ത്രലോകം വിളിക്കുന്നത് മില്ലേനിയം ജനറേഷൻസ്. അതായത് കണ്ടുപിടുത്തങ്ങളും ടെക്നോളജികളും ഒന്നും കടന്നു വരാത്ത അയിത്തങ്ങളും അനാചാരങ്ങളും ഒക്കെ നിലകൊണ്ടിരുന്ന പട്ടിണിയും പരിവട്ടങ്ങളും പകർച്ചവ്യാധികളും എല്ലാം നിലനിരുന്ന കുടിയേറ്റ ഒരു ഒഴുക്കുകളൊക്കെ നടന്നുകൊണ്ടിരുന്ന ഒരു കാലഘട്ടമാണ്. 1910 തുടങ്ങി 1980-85 കാലഘട്ടം വരെയുള്ള മനുഷ്യൻ്റെ ഒരു കാലഘട്ടമാണ്. ആ കാലഘട്ടത്തെ വിശേഷിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: അന്ന് വികസനമില്ല, അന്ന് മണ്ണാൽ മെഴുകപ്പെട്ട തറകൾ, ചാണകമെഴുകിയ തറകൾ, പുല്ല്, ഓല ഒക്കെ. പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ ഓടുകളൊക്കെ കടന്നു വന്നു. അന്ന് മൺപാത്രങ്ങൾ മാത്രമേ വീട്ടിലുള്ളൂ, മറ്റുള്ള പാത്രങ്ങളില്ല. സ്റ്റൗവ്, ഈ പറയുന്ന ഗ്യാസ്, ടെലിവിഷന്, ഫ്രിഡ്ജ്, മറ്റുള്ള യാതൊരു ഇലക്ട്രോണിക്സ് സംവിധാനങ്ങളും ഇല്ലാത്ത, ഗ്രാമഫോൺ ഇല്ലാത്ത, ടെലഗ്രാമും പോസ്റ്റ് ഓഫീസ് സംവിധാനം മാത്രമുള്ള, കടത്തുവഞ്ചികളും ചങ്ങാടങ്ങളും മാത്രമുള്ള, കാളവണ്ടികളും മാത്രമുള്ളൊരു കാലം. ആ കാലഘട്ടത്തിൽ നിങ്ങൾ ആലോചിച്ച് നോക്കണം, IT ആക്ട് ഇല്ല, മൊബൈൽ ഫോൺ ഇല്ലാത്തത് കൊണ്ട് തന്നെ IT ആക്ട് അന്നില്ല. അതേപോലെ യന്ത്രം ഘടിപ്പിച്ച, മോട്ടോർ ഘടിപ്പിച്ച വാഹനങ്ങളില്ലാത്തത് കൊണ്ട് മോട്ടോർ വെഹിക്കിൾ ആക്ട് വന്നില്ല. മനസ്സിലാക്കണം, അങ്ങനെ ഒരു കാലഘട്ടത്തിൽ നമ്മുടെയൊക്കെ പൂർവികർ മനോഹരമായ രീതിയിൽ അവർ സ്നേഹം പകുത്തുകൊടുത്ത് മതവിശ്വാസത്തെ ഹൃദയത്തിൽ സൂക്ഷിച്ചുകൊണ്ട് ജീവിത നൈപുണ്യത്താൽ അവരെല്ലാം ഈ ഭൂമി ജീവിച്ചിട്ടുണ്ട്. ആ ഒരു ഗണത്തിനെയാണ് ശാസ്ത്രലോകം വിളിക്കുന്നത് മില്ലേനിയം ജനറേഷൻസ് അല്ലേ? ആ ജനറേഷൻ കഴിഞ്ഞപ്പം അടുത്തൊരു ജനറേഷൻ ഇവിടെ വന്നു. ആ ജനറേഷനാണ് Z ജനറേഷൻസ്. ഞാനൊക്കെ അതിൽപ്പെട്ട ആളാണ് കേട്ടോ. നിങ്ങൾ ഓരോരുത്തർ ആലോചിക്കണം, 1975 ജനിച്ച് 2010 വരെയുള്ള കാലഘട്ടത്തിൽ ഈ മഹാപ്രപഞ്ചത്തിൽ ഒരു മനുഷ്യൻ പിറവിയെടുത്തിട്ടുണ്ട്. 1975 തൊട്ട് 2010 വരെ ഉണ്ടെങ്കിൽ അവനെ Z ജനറേഷൻ കാറ്റഗറീസ് എന്നാണ് വിളിക്കുന്നത്. Z ജനറേഷൻസ് പ്രത്യേകത എന്താണെന്നറിയാമോ? ഈ കാലഘട്ടത്തിലാണ്
ഏറ്റവും മനോഹരമായ ഒരു കാലഘട്ടങ്ങൾ, കണ്ടുപിടുത്തങ്ങൾ ഏറ്റവും കൂടുതൽ വരുന്ന കാലഘട്ടങ്ങളാണ്. ടെക്നോളജികൾ, ഫോണുകൾ, യന്ത്രങ്ങൾ, IT ആക്ട്, മൊബൈൽ, അത് ഈ പറയുന്ന മോട്ടോർ വെഹിക്കിൾ ആക്റ്റുകൾ, പിന്നെ ഒരുപാട് വികസനങ്ങളൊക്കെ കടന്നു വരുന്ന കാലഘട്ടമാണ്. അയിത്തവും അനാചാരങ്ങളൊക്കെ മാറി ആ കാലഘട്ടത്തിലാണ് ഏറ്റവും കൂടുതൽ ഈ പറയുന്ന ഫോൺ മാറി, പിന്നെ 1GB 2GB 3GB സ്പെക്ട്രംസ് കടന്നു വരുന്നു. ഈ കാലഘട്ടത്തിൽ യേശുദാസ് മനോഹരമായ വരികൾ എഴുതി, വയലാറ് മനോഹര വരികൾ എഴുതി യേശുദാസ് പാടി, സത്യനും പ്രൈം മിനിസ്റ്ററൊക്കെ അഭിനയിച്ച മനോഹരമായ സിനിമകൾക്കൊക്കെ ജീവൻ നൽകിയൊരു കാലഘട്ടമായിരുന്നു ഈ പറയുന്ന Z ജനറേഷൻ്റെ കാലഘട്ടം. ഈ കാലഘട്ടത്തെക്കുറിച്ച് നിങ്ങളൊന്ന് ഓർത്ത് നോക്കിക്കുക, എന്ത് രസകരമായ കാലഘട്ടമാണ്. ഈ കാലഘട്ടം കഴിഞ്ഞപ്പം വേറൊരു കാലഘട്ടം ഇവിടെ വന്നിട്ടുണ്ട്. 2010 തുടങ്ങി 2025 വരെയുള്ള ഒരു കുറഞ്ഞ കാലഘട്ടത്തെ ശാസ്ത്രലോകം വിളിക്കുന്ന പേരാണ് ആൽഫ ജനറേഷൻസ്. ഈ ആൽഫ ജനറേഷൻസ് ആണ് ഇവിടെ ഏറ്റവും കൂടുതൽ ഇപ്പം ഇരിക്കുന്ന മക്കൾ. അവരാണ് ഈ മെമൻറ്റോസ് വാങ്ങാൻ ഇവിടെ വന്നിരിക്കുന്നത്. ഈ വിഭാഗത്തിനെ ശാസ്ത്രലോകം ഒരുപാട് കാര്യങ്ങളോട് ഉപമിക്കുന്നുണ്ട്. നോക്കണം, ഈ പറയുന്ന ആൽഫ ജനറേഷൻസ് പ്രത്യേകത എന്തൊക്കെയാണ് പറയുന്നത്? അവരുടെ ഭാഷാരീതി, പഠനരീതി, സ്വഭാവരീതി, സോഷ്യൽ കമ്മിറ്റ്മെൻറ്റ് ടോട്ടലി ചേഞ്ചാണ്. അവർ വിശ്വാസത്തിൽ അടിയുറച്ച് നിൽക്കുന്നവരല്ല ബഹുഭൂരിപക്ഷം വരുന്ന ആൽഫ ജനറേഷൻസും. അവർ രാത്രിയെ പകലാക്കും, പകലിനെ രാത്രിയാക്കും. അവരുടെ ഭക്ഷണങ്ങളെല്ലാം നേരെ റിവേഴ്സ് ലൈഫിലേക്ക് ഭക്ഷണങ്ങൾ തിരിമറി നടത്തും. അവർ രാത്രികളിൽ സഞ്ചാരം നടത്തുന്നവരാണ്. ക്ഷേത്രങ്ങളിലും ചർച്ചുകളിലും അമ്പലങ്ങളിലും കൃത്യസമയത്ത് എത്താതെ അവർ ഒരുപക്ഷെ മാതാപിതാക്കൾക്ക് വേണ്ടി മാത്രം വിശ്വാസമുണ്ടെന്ന് കാണിക്കുന്ന തലമുറയിൽപ്പെട്ട ഗോത്രങ്ങളായി മാറുമെന്നും പറയുന്നു. അതുപോലെ തന്നെ IT മേഖലകളിൽ അവർ കഴിവ് തെളിയിക്കും. അവർ ഏറ്റവും മിടുക്കന്മാരും ഏറ്റവും കാര്യശേഷിയുള്ളവരുമാണ്. എന്നാൽ അവർ ഈ കാലഘട്ടത്തിൻ്റെ വക്താക്കളാണ്. ഒരുപക്ഷെ അവർ ഈ കാലഘട്ടത്തിൻ്റെ റാപ്പ് സംഗീതത്തെയും മറ്റുള്ള ചില ആളുകളെയൊക്കെയാണ് അവർ ഹൃദയത്തിലേറ്റുക. അത്തരം ആളുകൾക്ക് വേണ്ടി അവർ ഏറ്റവും കൂടുതൽ അവർ സപ്പോർട്ട് ചെയ്യപ്പെടുന്നൊരു കാലഘട്ടമാണ് ഈ പറയുന്ന ആൽഫ ജനറേഷൻ കാലഘട്ടം. അത് മോശം കാലഘട്ടമൊന്നുമല്ല, നല്ല ജനറേഷനാണ്. പക്ഷേ അവരോട് ചോദിച്ചാൽ, അവരുടെ സിനിമകളൊക്കെ അവർ ചോദിച്ചാൽ അവർ പറയും പ്രേമലു, മഞ്ഞുമൽ ബോയ്സും, ആഹ്ലാദം, ആവേശം ഒക്കെ പറയും അവരുടെ സിനിമകൾ. കാര്യം എന്ന് വെച്ചാൽ സിനിമകൾ മുഴുവനും അടിയും ഇടിയും കുടിയാണ് അല്ലേ. ആവേശവും പ്രേമലും മഞ്ഞുമൽ ബോയ്സുമാണ് മക്കൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട സിനിമ എന്നാണ് ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്തപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ കുട്ടികൾ പറഞ്ഞത്. കാര്യം എന്താ വെച്ചാൽ ആ സിനിമ മുഴുവനും സമൂഹത്തിന് നൽകുന്ന സന്ദേശം എന്താ? അടി, ഇടി, കുടി. അതാണ്. ഫ്രണ്ട്ഷിപ്പിനെ ഒന്ന് ബൂസ്റ്റപ്പ് ചെയ്യുന്നുണ്ട്, ഹീറോയിസത്തിന് ബൂസ്റ്റപ്പ് ചെയ്യുന്നുണ്ട് സിനിമകൾ മുഴുവനും. പക്ഷേ ഇന്ന് മക്കൾക്കൊക്കെ ഇത്തരം സിനിമകളാണ് ഇഷ്ടപ്പെടുന്നത്. അവർ ഈ കാലഘട്ടത്തിൻ്റെ വക്താക്കളാണ്. ഒരുപക്ഷെ അവർ മാതാപിതാക്കളെ അത്ര മികവുറ്റ രീതിയിൽ മാതാപിതാക്കളെ തൃപ്തിപ്പെടുത്തണമെന്ന് വിശ്വസിക്കാത്ത ഒരു ജനറേഷനാണ് അവരൊന്ന് ശ്രമിച്ചാൽ, അവർക്ക് കുറച്ച് സമയം അവരൊന്ന് ശ്രദ്ധ കൊടുത്താൽ, കാഴ്ച ശ്രദ്ധിച്ചാൽ ഏറ്റവും നല്ല കഴിവുറ്റ മിടുപിടിക്കുമനായി മാറുമെന്ന് ആൽഫ ജനറേഷനെ കുറിച്ചിട്ടാണ് ശാസ്ത്രലോകം വിശേഷിക്കപ്പെടുന്നത്. പക്ഷേ ബഹുഭൂരിപക്ഷം കുഞ്ഞുങ്ങളും ഈ കാലഘട്ടത്തിൻ്റെ തെറ്റുകളുടെ കുത്തൊഴുക്കിലേക്ക് കാലിടറി വീഴാൻ സാധ്യതയുള്ള ആധുനിക നവമാധ്യമ കാലഘട്ടത്തിൻ്റെ വാക്താക്കളാണ് ആൽഫ ജനറേഷൻസ്. അവർക്കൊരുപക്ഷെ മുറുക്കാനും ബീഡിയും കള്ളുമൊന്നും അവർ ഉപയോഗിക്കാത്ത തലമുറയാണ്. പക്ഷെ അവർ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ വീര്യം കൂടിയ സിന്തറ്റിക് ഡ്രഗ്സ് മാത്രമേ ഈ ആൽഫ ജനറേഷൻ ഉപയോഗിക്കുകയുള്ളൂ. കാരണം എന്താ? അവർക്ക് വളരെ പെട്ടെന്ന് റിസൾട്ട് കിട്ടണം. അപ്പം അതുകൊണ്ട് പഴയ തലമുറയോട് ചോദിച്ചാൽ ലഹരി എന്താ ചോദിച്ചാൽ അവർ പറയും മുറുക്കാനും, മൂക്കുപ്പൊടി, കള്ള്, ബീഡി, ചാരായം എന്നൊക്കെ പറയും പഴയ തലമുറ. പുതിയ തലമുറ ചോദിച്ചാൽ MDMA, പെത്തടി, ഹെറോയിൻ, ബ്രൗൺ ഷുഗർ, ഇങ്ങനെ പുതിയ തലമുറ പറയണം. കാര്യം എന്താ? അവർ ഈ ഒരു കാലഘട്ടത്തിൻ്റെ വാക്താക്കളാണ് അല്ലേ. നോക്കണം, അപ്പം 2010 ജനിച്ച് 2025 വരെയുള്ള 15 ഇയേഴ്സിനകത്താണ് ശാസ്ത്രലോകം വിളിക്കുന്നത് അല്ലേ ആൽഫ ജനറേഷൻസ്. ഇനി വേറെ രസമുണ്ട്. 2025 ജാനുവരി 1-ാം തീയതി ജനിച്ച് വരാനിരിക്കുന്ന 2030 വരെയുള്ള 5 വർഷത്തിനെ ജനറേഷനെ ശാസ്ത്രലോകം ഒരു പേര് ചൊല്ലി വിളിച്ചു കഴിഞ്ഞിരിക്കുന്നു, ബീറ്റ ജനറേഷൻസ്. നോക്കണം, ബീറ്റ ജനറേഷൻസ്. അതിനെക്കുറിച്ച് ഓളിയാർ എന്ന് പറയുന്ന ലോകപ്രശസ്തനായ കാർട്ടൂണിസ്റ്റ് ചിത്രമുണ്ട്. എന്താണെന്നറിയാമോ? ആ ചിത്രം പറയുന്നത് ആശുപത്രിയിൽ നിന്ന് അമ്മ പ്രസവിച്ചപ്പോൾ നേഴ്സ് കുഞ്ഞിനെ ഒരു ടർക്കിയിൽ പൊതിഞ്ഞിട്ട് അവനെ തുടച്ച് വൃത്തിയാക്കിയിട്ട് അവൻ്റെ അപ്പനെ കാണിക്കാൻ കൊണ്ടുവരിക, പപ്പയെ കാണിക്കാൻ. ആ പുറത്ത് വന്നിട്ട് ഇവൻ്റെ ഉപ്പയെ കാണിക്കുന്ന സമയത്ത് ഉപ്പ ഇങ്ങനെ മുഖത്ത് നോക്കി ചിരിക്കുമ്പോൾ ഇവൻ്റെ കയ്യിൽ നിന്നിട്ട് മൊബൈൽ റിങ് ചെയ്യുന്നുണ്ട്. ഇവൻ ഈ സിസ്റ്ററുടെ ഫോണും അടിച്ചു മാറ്റിയിട്ട് വരണത് ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന്. നോക്കണം, സിസ്റ്ററുടെ ഫോണും അടിച്ചു മാറ്റിയിട്ട് വരണത്. അപ്പം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മൈൻഡ് അപ്ഡേറ്റ് ചെയ്യപ്പെട്ട തലമുറ പിറവിയെടുത്തു കഴിഞ്ഞു. 2025 ജാനുവരി 1-ാം തീയതി തുടങ്ങി ഈ പറയുന്ന 2030 വരെ അവർക്ക് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മൈൻഡാണ്. അവരുടെ ശരീരചലനങ്ങളും അവരുടെ ചിന്തകളും അവരുടെ കവിക്രിയങ്ങൾ മുഴുവനും ഒരു സൈബർ റിലേറ്റഡുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടായിരിക്കും. അവർ ഷിപ്പർ ഗോപികളാകും, അവർ ബുദ്ധിമാന്മാരാണ്, അവർ ശാസ്ത്രലോകത്ത് അത്ഭുതങ്ങളെ വിഭാവനം ചെയ്യാൻ കഴിയുന്ന ജനറേഷനാകും അവർ. പക്ഷെ വിശ്വാസരഹിതരാകും അവർ ശാസ്ത്രത്തിൻ്റെ പിന്നാമ്പുറത്ത് നിന്നുകൊണ്ട് വിശ്വാസത്തെ നോക്കിക്കാണുന്ന തലമുറയായി വരും. അവർക്കൊരുപക്ഷെ ഐതിഹ്യങ്ങളും ഉപനിഷത്തുകളും വേദങ്ങളും
വഹലുകളും അവർക്ക് ഖുറാനുകളും ഒന്നും അവർക്ക് ഇഷ്ടപ്പെടുന്ന തലമുറ അല്ലായിരിക്കാം എന്നും ശാസ്ത്രലോകം സൂചന തരികയാണ്. ഇവിടെയാണ് നമ്മൾ വിശ്വസിക്കേണ്ടത്. കാര്യം എന്താ? ലോകം പറ്റ മാറി 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 ഏകദേശം ഈ ആധുനിക നവമാധ്യമ കാലഘട്ടം എന്ന് നമ്മൾ വിശേഷിക്കപ്പെടുന്ന ഈ ഒരു ദുരന്ത കാലഘട്ടത്തിലെത്തി. ഇപ്പം നോക്കണം, എവിടെ നമ്മൾ എന്നും പത്രം എടുത്ത് നമ്മൾ തുറന്ന് വായിച്ചാലും MDMA പിടികൂടി, MDMA പിടികൂടി, MDMA പിടികൂടി, ഈ വാർത്തയാണ്. നിങ്ങൾക്ക് എൻ്റെ കാറിനകത്ത് 3 പത്രം ഇരിക്കുന്നുണ്ട്. ഒരു പത്രം അച്ചടിച്ചിരിക്കുന്ന തിരുവനന്തപുരം എഡിഷനാണ്. അച്ചടിച്ചിരിക്കുന്ന ഡേറ്റ് 1975 ജാനുവരി 8-ാം തീയതി തിരുവനന്തപുരം നഗരത്തിലെ മലയാള മനോരമ പ്രസ്സിൽ അടിച്ചിരിക്കുന്ന പത്രമാണ്. ആ പത്രത്തിൻ്റെ പ്രധാന പേജിൽ വാർത്ത എങ്ങനെയാണ്? തലസ്ഥാന നഗരം ലഹരി വേട്ടക്കാരുടെ കയ്യിൽ. നോക്കണം, മനോരമ പത്രത്തിൻ്റെ വാർത്തയാണ് തലസ്ഥാന നഗരം ലഹരി വേട്ടക്കാരുടെ കയ്യിൽ. ഞാൻ എൻ്റെ ആപ്പിളിൻ്റെ ലാപ്പിൽ കൊടുക്കാൻ കണക്ടർ ഇല്ല, അല്ലെങ്കിൽ ഒന്ന് കാണിച്ചു തരാമായിരുന്നു. അതിൽ പറയുകയാണ് തലസ്ഥാന നഗരം ലഹരി വേട്ടക്കാരുടെ കയ്യിൽ. എന്നിട്ട് അടിയിൽ എഴുതിയിരിക്കുകയാണ്, ഇന്നലെ വൈകുന്നേരം, നോക്കണം, തലേന്ന് വൈകുന്നേരം 6 മണിക്ക് തമ്പാനൂർ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് ഒരു ചെറുപ്പക്കാരനെ കൈവശം വെച്ച് തമ്പാനൂർ സിറ്റി പോലീസ് 60 ഗ്രാം കഞ്ചാവ് പിടികൂടി. എത്ര ഗ്രാമാ മക്കളെ? എത്രയാ? 60 ഗ്രാം കഞ്ചാവ് പിടികൂടിയെന്ന്. 1975 സ്റ്റേറ്റ് ന്യൂസാണ്. ഇനി കുറേ ഞാൻ നിങ്ങളെ ഇങ്ങനെ പാസ്റ്റ് അടിച്ച് വിടുക കഴിഞ്ഞാണ്, അതൊക്കെ പോട്ടെ. ഇനി 2010 ഒരു വർഷത്തെ മാത്രം നിങ്ങൾക്ക് എടുക്കുക. ആ പത്രം എൻ്റെ കയ്യിലുണ്ട്. പത്രം അച്ചടിച്ചിരിക്കുന്ന തൃശ്ശൂർ എഡിഷനാണ്. പത്രം മാതൃഭൂമി ദിനപത്രമാണ്. ആ പത്രത്തിൻ്റെ പ്രധാന പേജിൽ വാർത്ത എങ്ങനെയാണ്? അവനകത്ത് പാറമ്മക്കാവ് ക്ഷേത്ര പരിസരത്ത് 2 നാടോടി സ്ത്രീകളുടെ കയ്യിൽ നിന്ന് തൃശ്ശൂർ സിറ്റി പോലീസ് 1.25 കിലോ കഞ്ചാവ് വേട്ട നടത്തിയിരിക്കുന്നു. നോക്കണം, 1.25 കിലോ കഞ്ചാവ് വേട്ട നടത്തിയിരിക്കുന്നു. ഈ ഒരു 4 മൊബൈൽ എടുത്തു വെച്ചാൽ തൂങ്ങുന്ന തൂക്കും 1.25 കിലോ കഞ്ചാവ് അത് വേട്ട നടത്തി. എന്നിട്ട് അതിൻ്റെ അടിയിൽ ഈ 1.25 കിലോ കഞ്ചാവ് പിടിച്ച പോലീസ് ഉദ്യോഗസ്ഥരുടെ ഫോട്ടോയും അതിൻ്റെ അടിയിൽ അവരുടെ ചിത്രങ്ങളൊക്കെ വലിയൊരു പേജ് മുഴുവനും കൊടുത്തിരിക്കുകയാണ്. ആ പത്രം എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട്. ആ പത്രം ഡ്രൈവർ എവിടെയുണ്ട്, പുറത്ത് എവിടെയുണ്ടെന്നോ. രണ്ടാമത്തെ പത്രം. ഇനി മൂന്നാമത്തെ പത്രം പറയാം. ആ പത്രം അച്ചടിച്ചിരിക്കുന്നത് മലപ്പുറം എഡിഷനാണ്. മനോരമ പത്രമാണ്. വാർത്ത 2010 പെരിന്തൽമണ്ണയിൽ വൻ കഞ്ചാവ് വേട്ട. ഇത് ഡിസംബർ 30-ാം തീയതിയാണ്. 2024 ഡിസംബർ 30-ന് വാർത്തയാണ്. പക്ഷേ ഡിസംബർ 30-നല്ല കഞ്ചാവ് പിടിച്ചിരിക്കുന്നത്. 2024 ഡിസംബർ 28-ാം തീയതിയാണ് ഈ കഞ്ചാവ് പിടി നടത്തിയിരിക്കുന്നത്, പോലീസ് പിടിച്ചത്. 29 വാർത്ത വന്നില്ല. കാര്യം അന്നത്തെ ദിവസം ഏമാ കമ്മീഷൻ റിപ്പോർട്ട് വാർത്തയാണ് പ്രധാന പേജിൽ മുറിവ് നിറഞ്ഞു നിന്നത്. ഏത് നടൻ കൊടുങ്ങും ഇല്ല, ഏത് നടി ഇനിയും കുറേ കാര്യങ്ങൾ വെളിപ്പെടുത്തും, അതായിരുന്നു മലയാളിക്ക് കേൾക്കാൻ ഇഷ്ടം. അപ്പോൾ നോക്കണം, പിടിച്ചത് എത്രയെന്നറിയാമോ? പെരിന്തൽമണ്ണ മാനത്തുമംഗലം ബൈപ്പാസിൽ മലപ്പുറം ജില്ലാ പോലീസ് മേധാവിയുടെ ഡാൻസ് അപ്പ് ഡിസ്ട്രിക്ട് ആൻറ്റി നാർക്കോട്ടിക്കൽ സ്പെഷ്യൽ ആക്ഷൻ ഫോഴ്സ് പിടികൂടിയത് 196 കിലോ കഞ്ചാവ് പിടികൂടിയത്. ആ വാർത്ത പിറ്റേന്ന് വന്നില്ല. ആ വാർത്ത 3-ാമത്തെ ദിവസം പത്രത്തിൻ്റെ പ്രധാന പേജിൽ വന്നില്ല, 2-ാമത്തെ പേജിലാണ് വാർത്ത വന്നത്. നോക്കണം, 60 ഗ്രാം കഞ്ചാവ് പിടികൂടിയത് സ്റ്റേറ്റ് ന്യൂസായി ദേശീയ ദിനപത്രത്തിൻ്റെ പ്രധാന പേജിൽ ഇടം പിടിച്ചപ്പോൾ 1975 നിന്ന് 48 വർഷങ്ങൾ 9 വർഷം പിന്നിട്ടപ്പം സൈക്കോട്രോപിക് സബ്സ്റ്റൻസിൻ്റെ ആധിക്യം എവിടെത്തി, സമൂഹത്തിൽ അതുണ്ടാക്കുന്ന ദുരന്തം എവിടെത്തിയെന്ന് പത്രദൃശ്യ മാധ്യമങ്ങൾ പൊതുസമൂഹത്തിൽ വിളിച്ചു പറയാണ്. കാരണം 1975 60 ഗ്രാം കഞ്ചാവ് സ്റ്റേറ്റ് ന്യൂസ് ആയപ്പോൾ 2024 196 കിലോ കഞ്ചാവ് പിടികൂടിയത് പത്രത്തിന്റെ 2-ാം പേജിലും പിറ്റേ ദിവസം വാർത്ത വന്നില്ലാതിരുന്നപ്പോൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ നാടിൽ 10 പേർക്ക് ഒരാൾക്കിടയിൽ ലഹരി എന്ന് പറയുന്ന മഹാദുരന്തം ഇടപെടുന്നുണ്ട്. അപ്പൊ നമ്മളിൽ ഒരുപാട് ക്ലാസുകൾ കേട്ടിട്ടുണ്ട് ലഹരിക്കെതിരെ, ഒരുപാട് സെമിനാറുകളും ബോധവൽക്കരണങ്ങളും കൺവെൻഷനുകളും ഡിബേറ്റുകളും മതപണ്ഡിതരുടെ പ്രഭാഷണങ്ങളും എല്ലാം നമ്മൾ കേൾക്കുന്നവരാ. പക്ഷേ യഥാർത്ഥത്തിൽ എന്താണ് സമൂഹത്തിൽ ഇതിന് എഫക്റ്റ് ഉണ്ടാവാത്ത? എന്താണ്, എന്തുകൊണ്ട് റിസൾട്ട് ഉണ്ടാവുന്നില്ല? കൂണ് മുളയ്ക്കുന്ന പോലെ ഡി അഡിക്ഷൻ സെന്ററുകൾ കേരളത്തിന്റെ മണ്ണിൽ 2748 ഡി അഡിക്ഷൻ റിഹാബിലിറ്റേഷൻ സെന്ററുകൾ ഉണ്ട്. പക്ഷെ എന്തേ ഇവിടെ പോകുന്ന ഒരാളും ജീവിതത്തിലേക്ക് സുബോധത്തിലേക്ക് 10 പേര് പോയാൽ 10 ആളും എന്തേ സുബോധത്തിലേക്ക് തിരികെ വരാത്തത്? 10-ൽ ഒരുവനായിരിക്കും ഒരുപക്ഷെ രക്ഷപ്പെട്ട് പുറത്തേക്ക് വരുന്നത്. എന്താണ് കാരണം? നമ്മളിതിനെക്കുറിച്ചൊക്കെ ചിന്തിച്ചിട്ടുണ്ടോ? 2019 സോഷ്യൽ മീഡിയയിൽ ഫിലിപ്പ് അമ്പാട് എന്ന് പറയുന്ന ഫേസ്ബുക്ക് പേജിനകത്ത് യൂണിഫോം ഇട്ടുകൊണ്ട് എടവണ്ണ സ്റ്റേഷനിൽ ഞാനൊരു വീഡിയോ ചെയ്തു. അതിൻ്റെ അടി ഒരുപാട് കമന്റ് വന്നു, നീ പോടാ പൊട്ട എന്നൊക്കെ പറഞ്ഞിട്ട്. ഏത് പൊട്ടനാടാ നീ? പൊട്ട നീ എന്താ സാങ്കല്പികമായിട്ട് സംസാരിക്കാന്നൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞു, ബാംഗ്ലൂരിൽ നിന്ന് ഒരു കുട്ടി അന്ന് എന്നോട് സംസാരിച്ച് എടവണ്ണ സ്റ്റേഷനിൽ എടവണ്ണ സ്വദേശിയായ ഒരു വ്യക്തി, ഒരു ചെറുപ്പക്കാരൻ മകനെയുമായിട്ട് വന്നിട്ട് എൻ്റെ കുഞ്ഞിനെ കുറച്ച് സങ്കടം പറയാണ്ടെന്ന് പറഞ്ഞ് എടവണ്ണ സ്റ്റേഷനിൽ വെച്ച് എന്നോട് സംസാരിച്ച
ആ കാര്യങ്ങൾ 5 വർഷം മുമ്പ് സോഷ്യൽ മീഡിയ ഞാൻ പറഞ്ഞു. നോക്കണം, എല്ലാ മാതാപിതാക്കളും ശ്രദ്ധിക്കണം. ബാംഗ്ലൂർ ബേസ് ചെയ്തിട്ട് ഡൽഹി, ജാർഖണ്ഡ്, ഛത്തീസ്ഗഡ്, ഒറീസ പോലുള്ള പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ നിങ്ങളെ മക്കൾ ഉപരിപഠനം നടത്തുന്നുണ്ടെങ്കിൽ ക്യാമ്പസുമായി ബന്ധപ്പെട്ടുകൊണ്ട് നൈറ്റ് ക്ലബ്ബുകളും വൈറ്റുക ക്ലബ്ബുകളും മ്യൂസിക് ഈവന്റുകളും ഒക്കെ പങ്കെടുക്കുമ്പം അവിടെയെല്ലാം 10 പേരെ ചെറുപ്പക്കാരെ പരിശോധിച്ചാൽ അവരുടെയൊക്കെ 5 ശരീരത്തിനകത്ത് ഈ പറയുന്ന രാസലഹരികളുണ്ട്. രാസലഹരി, സിന്തറ്റിക് ഡ്രഗ്സ് ബാംഗ്ലൂർ ബേസ് ചെയ്തിട്ട് ഇഷ്ടം പോലെ നൈജീരിയക്കാരായ ആളുകൾ നിർമ്മിക്കുന്നുണ്ട്, കൈമാറ്റം ചെയ്യപ്പെടുന്നുണ്ട്. മക്കളെ ശ്രദ്ധിക്കണം, ആപത്തിൽ പോയി ചാടും. ഈ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ 5 വർഷം കഴിയുമ്പം നമ്മുടെ ഈ കുഞ്ഞ് നാട് അക്ഷരാർത്ഥത്തിൽ നമ്മളെല്ലാം ആശങ്കപ്പെട്ടു പോകും. കാരണം ഈ സൈക്കോട്രോപി സബ്സ്റ്റൻസ് നമ്മുടെയൊക്കെ മക്കളുടെ ശരീരത്തിലുണ്ടാക്കുന്ന വ്യതിചലനങ്ങൾ കേവലം വാക്കിൽ പറഞ്ഞിലേക്ക് വരാൻ സാധ്യതയുണ്ട്. ഇങ്ങനെ പലരോടും കെഞ്ചിയിട്ടും പറഞ്ഞിട്ടും ഒപ്പം നിന്നിട്ടും അതെല്ലാം ഫോളോ അപ്പ് നടത്തിയിട്ടും ഞാനും എൻ്റെ സുഹൃത്ത് മകേഷ് ചിത്രവണവും നടത്തിയതിൻ്റെ ഏറ്റവും വലിയ ഒരു ശ്രമമാണ് എന്ന് ഓർത്തിരിക്കാൻ ഒരുപാട് 754ഓളം പേരടങ്ങുന്ന, ഇന്നലെയും ഒരു ആൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്, 30 ദിവസം കഴിഞ്ഞ് ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് പുറത്ത് വന്നു. അങ്ങനെ 755ഓളം പേരെ ഒത്തൊരുമയോടുകൂടി ജീവിതത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുന്ന ഒരു വാട്സപ്പ് ഗ്രൂപ്പ് പോലും ഞങ്ങൾക്കുണ്ട്. അതിൻ്റെ പേര് മധുരം എന്നാണ് ആ ഗ്രൂപ്പിൻ്റെ പേര്. എല്ലാവരും അതിനകത്ത് വൈകുന്നേരം 6 മണി തൊട്ട് ആക്റ്റീവാണ്. ജീവിതത്തിനകത്ത് ചില കാര്യങ്ങളൊക്കെ തിരിഞ്ഞു നോക്കുമ്പോൾ വലിയ സന്തോഷം തോന്നും പലപ്പോഴും. ഇവിടെ നിങ്ങളോടെല്ലാം എനിക്ക് പറയാനുള്ളത്, ഇവിടെ ഇരിക്കുന്ന ഈ ദേശക്കാരെല്ലാം എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഒരുപാട് ക്ലാസ്സുകളൊക്കെ നിങ്ങൾ കേട്ട് കാണും ജീവിതത്തിനകത്ത്. ഇനി പ്രധാനപ്പെട്ടൊരു കാര്യമാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്, ശ്രദ്ധിച്ചൊന്ന് കേൾക്കണം. ഇതിനകത്ത് ചായ കുടിക്കാത്ത എത്ര ആൾക്കാരുണ്ട് ഇവിടെ? ചായ കുടിക്കാത്തവർ എത്ര പേരുണ്ട്? ചായ കുടിക്കാത്ത ഈ ഓഡിറ്റോറിയത്തിൽ ചായ കുടിക്കാത്ത എത്ര പേരുണ്ട്? 1 2 3 4 കുടിക്കാറില്ല? ഓക്കെ, 6ഓളം പേര് കൈവെക്കേണ്ട ചായ കുടിക്കാത്തവർ അല്ലേ? ഈ 6 പേര് ചായ കുടിക്കാത്തവരാണ്. ബാക്കി ഇവിടെ ഇരിക്കുന്ന മുഴുവൻ ആളുകളും ചായ കുടിക്കുന്നവരാണ്. നോക്കണം, ഈ ചായ കോഫി, ഇപ്പോൾ ഇവിടെ നിന്ന് കൊടുത്ത ചായ കാഫി, നേരത്തെ ഇവിടെ ചായ കൊടുത്തല്ലോ, ആ ചായ കാഫി നമുക്ക് യാതൊരു ആവശ്യമില്ലാത്തൊരു സാധനം നമുക്കിവിടെ തന്ന സാധനം ഇല്ലേ? ഒന്നാമത് അതിനകത്ത് മധുരം ഭയങ്കര കൂടുതലാണ്. ഈ സാധനം നമുക്ക് ആവശ്യമില്ല. ഈ സാധനം ജീവിതത്തിൽ നമുക്ക് ഉപകാരമില്ലാത്തൊരു സാധനമാണ് ഈ ചായ. എത്ര പഞ്ചസാര അതിനകത്ത് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്കറിയാമോ? പഞ്ചസാര എത്ര ഉപയോഗിച്ചിട്ടുണ്ട് അതിനകത്ത്? ഞാനും ഇത് കുടിച്ചു. ഞാനും ചായയുടെ വലിയ ഒരു അഡിക്റ്റാണ് ഞാൻ. നോക്കണം, എത്ര തേയിലപ്പൊടിയും എത്ര പഞ്ചസാരയും ഈ ചായക്കകത്ത് ഉപയോഗിച്ചിട്ട് നമുക്ക് തന്നിരിക്കണേ. ഈ സംഘടനക്ക് എത്ര നഷ്ടമുണ്ടെന്ന് അറിയാത്ത. ഇത് നമുക്ക് തരുന്ന അഡിക്ഷൻ, ദ ലെവൽ ഓഫ് ദ അഡിക്ഷൻ, ചായ കോഫി 10% മക്കളെല്ലാം ശ്രദ്ധിച്ചോണം. 10% ഒരു ചായയും കാഫിയും ഒരു മനുഷ്യൻ്റെ ബ്രെയിനെ സ്വാധീനപ്പെടുത്തുന്നുണ്ട്, സ്റ്റിമുലേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. 10%. രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ നമ്മൾ അടുക്കളയിൽ പോയി നമ്മുടെ അമ്മമാരും സഹോദരന്മാരൊക്കെ ആ പാത്രം സ്റ്റൗ അങ്ങോട്ട് ഒപ്പം ചൂടുവെള്ളം വെക്കാൻ വേണ്ടി ഓണാക്കും. അല്ലെങ്കിൽ നമ്മൾ വെള്ളം വെച്ചിട്ട് നമ്മൾ പാല് ചൂടാക്കി നമ്മൾ ചായ ഉണ്ടാക്കും, അല്ലെ കട്ടൻ ചായ ചായ ഉണ്ടാക്കും അല്ലേ രാവിലെ. കാര്യം അത് അത്രമേൽ നമ്മളെ സ്വാധീനിച്ചൊരു ഘടകമാണ് ചായ കോഫി. 10%. ഇനി അടുത്ത് കേട്ടോളൂ, സിഗരറ്റ് വലിക്കുന്നവരുണ്ടെങ്കിൽ ശ്രദ്ധിച്ചോളൂ. സിഗരറ്റിൻ്റെ ലെവൽ ഓഫ് ദ അഡിക്ഷൻ 200 200% ഇതിൻ്റെ അഡിക്ഷൻ. ചായ 10, സിഗരറ്റ് 200, പിന്നെ മദ്യം 800 മുതൽ 1500 മദ്യം. ഇനി അടുത്ത് അപ്പുറത്ത് നോക്കിക്കോളും, ഹാൻഡ്സ്, കൂൾ, പാൻപരാഗ്, സ്റ്റിക്കർ ആൻഡ് കഞ്ചാവ്. ഇത് നമ്മുടെ ബ്രെയിനിൽ ഉണ്ടാക്കുന്ന സ്വാധീനം 2000 മുതൽ 3000 വരെയാണ് ദ ലെവൽ ഓഫ് ദ അഡിക്ഷൻ. ഏത്? കൂൾ, ഹാൻഡ്സ്, പാൻപരാഗ്, സ്റ്റിക്കർ ആൻഡ് കഞ്ചാവ്. നമ്മുടെ ബ്രെയിനിൽ ഉണ്ടാക്കുന്ന സ്വാധീനം അഡിക്ഷൻ 2000 മുതൽ 3000 വരെയാണ്. ഇനി അടുത്ത് നോക്കിക്കോണേ, പെത്തഡിൻ, ഹെറോയിൻ, ബ്രൗൺ ഷുഗർ, MDMA, എക്ടസി പോലുള്ള അതിതീവ്രമായ സൈക്കോട്രോപ്പി സബ്സ്റ്റൻസുകളിൽ 18 നമ്മളുടെ ബ്രെയിനിൽ ഉണ്ടാക്കുന്ന സ്വാധീനം 3000 മുതൽ 6000 വരെയാണ്. 3000 to 6000 ആണ്. നോക്കിക്കോണം, ചായ കാഫി എത്ര മക്കളെ? 10% ചായയും കാഫി. 10% ഉള്ളൊരു ചായയും കാഫിയും നമ്മൾ രാവിലെ കുടിക്കുന്ന നമ്മളെ ബ്രെയിനെ സ്വാധീനിച്ചു. 10%. അത് മാറ്റാൻ നമുക്ക് പറ്റുന്നില്ല. സിഗരറ്റ് 200% സിഗരറ്റ്. നോക്കണം, 200%. മദ്യം 800 മുതൽ 1500. ഈ പറയുന്ന കൂൾ, ഹാൻഡ്സ്, പാൻപരാഗ്, കഞ്ചാവ് 2000 മുതൽ 3000 വരെയും. സൈക്കോട്രോപ്പി സബ്സ്റ്റൻസായ MDMA അടക്കമുള്ള അതിതീവ്രമായ ഈ സൈക്കോട്രോപ്പി സബ്സ്റ്റൻസ് 3000 മുതൽ 6000 വരെയാണ് നമ്മളെ ബ്രെയിനെ സ്വാധീനിക്കുന്നത്. അപ്പം ഈ സ്വാധീനിച്ചിരിക്കുന്ന ബ്രെയിനെ ഒരു വീട്ടിനകത്തൊരു ഉമ്മ പറഞ്ഞാൽ കേൾക്കുമോ, ഭാര്യ പറഞ്ഞാൽ കേൾക്കുമോ, കൂട്ടുകാർ പറഞ്ഞാൽ കേൾക്കുമോ എന്ന് നമ്മൾ ചിന്തിച്ചു നോക്കണം ഫസ്റ്റ്, അല്ലേ?
ഇത്രമേൽ ബ്രെയിനെ സ്വാധീനിച്ചിരിക്കുന്ന ഈ സ്വാധീനത്തിൽ നിന്നൊരു സിഗരറ്റ് വലിയിൽ എങ്ങനെയാണ് എൻ്റെ ഭർത്താവിനെ, എൻ്റെ മകനെ എനിക്ക് റിക്കവർ ചെയ്യാൻ പറ്റുക? 35 വർഷമായിട്ട് എൻ്റെ ബാപ്പ പുകവലിക്കുന്നുണ്ട്. എൻ്റെ ബാപ്പ എങ്ങനെ ഞാൻ പറഞ്ഞിട്ട് എന്തുകൊണ്ട് ബാപ്പ കേൾക്കണില്ല? ഞാൻ എൻ്റെ അച്ഛനോട് പറഞ്ഞിട്ടുണ്ട്, ഇരുന്ന് കൊരന്ന് കുറച്ചോ, ആശുപത്രി ഞാനല്ല കൊണ്ടുപോകാനുള്ളത്. വയസ്സ് 10-65 ആയില്ലേ അപ്പന്. ഞാൻ നാട് മൊത്തം ക്ലാസ് എടുത്ത് കേൾക്കണം. അപ്പം ഇതിങ്ങനെ വലിച്ചോ, എന്നെ നാണം കെടുത്താൻ. ആ ചുമ കണ്ടില്ലേ, നിർത്തിക്കൂടെ? അതൊന്നും എനിക്കറിയില്ലായിരുന്നു. കാര്യം എന്താ, 40-45 വർഷം എൻ്റെ അച്ഛൻ ഉപയോഗിച്ച് തഴകിയ ഒരു ദോഷം ബ്രെയിനെ സ്വാധീനിച്ചിരിക്കുന്നത്. ഒരു ചായ 10 ആണെങ്കിൽ 200% ബ്രെയിനെ സ്വാധീനിച്ചിട്ടുണ്ട്. മകനായ ഫിലിപ്പമ്പാട് എന്ന് പറയുന്ന സമൂഹ മാധ്യമങ്ങളിൽ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ട് ക്ലാസ് എടുക്കുന്ന ഞാൻ പറഞ്ഞാൽ എൻ്റെ അച്ഛൻ്റെ ബ്രെയിനെ സ്വാധീനിക്കുമോ? നെവർ, സ്വാധീനിക്കൂല. ഇവിടെയാണ് ലഹരി എന്ന് പറയുന്ന ആ ഒരു വിഷയത്തെക്കുറിച്ച് നമ്മൾ ശാസ്ത്രീയമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ എങ്ങനെ എംഡിഎംഎക്ക് അടിമപ്പെട്ട ഒരു ചെറുപ്പക്കാരനെയും ഒരു DED സെന്ററിൽ കൊണ്ടുപോയിട്ട് ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാമെന്ന് വിശ്വസിക്കുന്ന നിങ്ങൾ വിശ്വസിക്കേണ്ട. കൊണ്ടുവരാൻ പറ്റൂല. പിന്നെ ചിലർ വന്നിട്ടില്ലേ, ഭാഗ്യവും സുഹൃതവുമാണ്. ആ മാതാവിൻ്റെ പ്രാർത്ഥനയും സ്നേഹവും പരിചരണവും എല്ലാം ഒരു ഫ്രെയിമിൽ വരണം. എന്തെല്ലാം അവന് ഫ്രെയിമിൽ കിട്ടണം? അവന് പിന്നെ കരുതൽ വേണം, സ്നേഹം വേണം, ചേർത്ത് പിടിക്കുക വേണം, സാമ്പത്തികം വേണം, മാനസികം വേണം, സാമൂഹികപരമായിട്ടുള്ള എല്ലാവിധ ആളുകളുടെ സപ്പോർട്ടും കിട്ടി ആത്മീയമായ നിറവ് വേണം. മതവിശ്വാസം, നിസ്കാരങ്ങളും പ്രാർത്ഥനകളും എല്ലാം ഒരു ഫ്രെയിമിൽ വന്നാൽ സമൂഹത്തിൽ എല്ലാവരും പറയും, ഓന് പഴയ പോലെ മിടുക്കനാണ്, അവൻ പോണ കണ്ടില്ലേ, അവൻ്റെ മുഖം മാറി, എന്തൊരു പാവാണ് ഓനെപ്പോലെ ആരും ഉണ്ട് അവിടെ, എന്തെങ്കിലും ചെക്കനാണ് അന്നൊരു ആപത്ത് പറ്റിപ്പോയി, ഇപ്പൊ കണ്ടില്ലേ, ഓനെ കണ്ടാ പഠിക്കേണ്ടത്. ഇങ്ങനെ അവൻ കേക്ക പറയാൻ 4 ആളുണ്ടെങ്കിൽ, വീട്ടിൽ വരുമ്പം എൻ്റെ മോനെ എന്ന് പറഞ്ഞ് ചേർത്ത് പിടിക്കാൻ ഉമ്മയുണ്ടെങ്കിൽ, അവനൊരു ഭാര്യ ഉണ്ടെങ്കിൽ, ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഞാനിപ്പോഴാണ് സന്തോഷം അനുഭവിക്കുന്നത് ഇക്ക എന്ന് പറഞ്ഞു ആ ഭർത്താവിന് എപ്പോഴും ഒന്ന് ഹഗ് ചെയ്യാൻ ആ ഭാര്യയ്ക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ, വീടിന്റെ സാഹചര്യങ്ങളെല്ലാം കുറ്റപ്പെടുത്തലുകൾ നെഗറ്റീവ് ഇല്ലാതെ ഒരു ഫ്രെയിമിലൊക്കെ ചെറുപ്പക്കാരെ കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ, ഈ MDMA എന്ന് പറയപ്പെടുന്ന അല്ലെങ്കിൽ ഏതെങ്കിലും രാസലഹരി, ഇപ്പൊ കഞ്ചാവ് ഉപയോഗിക്കുന്നവരാണെങ്കിൽ 2000 മുതൽ 3000 വരെ ബ്രെയിനെ സ്വാധീനിച്ച അഡിക്ഷനിൽ നിന്ന് ആ 2000-ന്റെ മുകളിൽ 3000-ന് മുകളിലേക്ക് നമ്മുടെ സാമൂഹ്യ ചുറ്റുപാടുകളും സ്നേഹങ്ങളും പരിചരണങ്ങളും അത്രമേൽ ബ്രെയിനെ സ്വാധീനിക്കാൻ കഴിയണം. പറ്റുമോ? അങ്ങനെയെങ്കിൽ ഒരു തിരിച്ചുവരവുണ്ട്. നമ്മൾ പറയുന്നില്ലേ 2 വട്ടം ട്രീറ്റ്മെന്റ് കൊണ്ടുപോയി, 2 വട്ടം കൊണ്ടുപോയി സാറേ, ഓരോ ട്രീറ്റ്മെന്റ് ഒരുപാട് പൈസ മുടക്കിയിട്ടൊന്നും രക്ഷപ്പെട്ടിട്ടില്ല. കണ്ടില്ലേ? കാര്യം എന്താ? അവന്റെ ബ്രെയിനെ സ്വാധീനിച്ചിരിക്കുന്ന ലഹരി ട്രീറ്റ്മെന്റും ഒരു കൗൺസിലിങ്ങും ഓൾവാഷ് എന്ന് പറയുന്ന മരുന്നുകളും കൊടുത്താൽ അവൻ സ്വഭാവത്തിലേക്ക് വരുമോ? വരില്ല. സാമൂഹ്യ ചുറ്റുപാടുകളും കുടുംബ പശ്ചാത്തലങ്ങളും എല്ലാം അവന് സന്തോഷമുണ്ടാക്കുന്ന ഒരു രീതിയിലേക്ക് വരാത്തത് കൊണ്ട് അവൻ ആ DED സെന്ററിൽ നിന്ന് തിരികെ വന്ന് ഒരു 10-20 ദിവസം അങ്ങനെ പമ്മിയൊന്ന് നിൽക്കും. അതിനുശേഷം വീണ്ടും അവൻ പഴയ പോലാവും. ശബരിമലയ്ക്കൊക്കെ മാലയിടും ചിലവർ, 40 ദിവസം വ്രതം എടുക്കും, രാവിലെ കുളിക്കും, താടി വെക്കും, ശരണം വിളിച്ച് ശബരിമലയ്ക്ക് പോയിട്ട് ശരണം വിളിച്ച് തിരിച്ചു വരും. വന്ന് നിങ്ങൾ നാട്ടിൽ കണ്ടിട്ടുണ്ടാവും ഇല്ലേ? വന്ന് മാല അങ്ങോട്ട് അഴിച്ച് ആ കറുപ്പം മുണ്ട അങ്ങോട്ട് അഴിച്ച് വെച്ച് പിറ്റേ ദിവസം 4 എന്തേ ഇല്ലേ? കണ്ടിട്ടില്ലേ? കാര്യം എന്താ? ഇത്രയേ ഉള്ളൂ. ആ പറഞ്ഞു വരുന്നത്, ലഹരി മനുഷ്യനെ സ്വാധീനിക്കുന്ന ചെറിയ കാര്യമൊന്നുമല്ല. ഇപ്പൊ പഴയ ലഹരികളൊന്നുമല്ല. ഹലോ ഹലോ, ഇവിടെ ഇവിടെ എങ്ങോട്ടാ പോണേ? അവിടെ ഇരുന്നേ, ഇവിടെ വാ. ആഹാ, അയ്യടാ, ഇവിടെ ഞാൻ 3ാമത്തെ ക്ലാസ് എടുത്ത് ഞാൻ ബ്ലോക്കിൽ വന്ന് ഇറങ്ങി ഓടി വണ്ടി മാറ്റെന്ന് പറഞ്ഞ് കോട്ടക്കിലോട്ട് ഇങ്ങോട്ട് ഞാൻ ട്രാഫിക്കിൻ്റെ ഡ്യൂട്ടിയും കൊടുത്തിട്ട് ഇവിടെ ഓടി വരണേ നിങ്ങളെ ഓർത്തിട്ട്. ന്യൂട്രൽ ചായയും കാപ്പിയും തന്നിട്ട് ഇത്രയും കാറ്റും വാനുള്ളത് ഇറങ്ങി ഓടുക, ഞുള്ളിയാൻ വെച്ചേരും മനക്കാം. ആ 10 മിനിറ്റോടെ എന്നെ സഹിക്കേണ്ടി വരും ഉറപ്പായിട്ടും. അപ്പം നോക്കിക്കേ, അപ്പോളേ ഇപ്പം ഞാൻ പറഞ്ഞ് മനസ്സിലായി, നിങ്ങളെല്ലാം ഇരിക്കാൻ പറയുന്നതിനാന്ന് മനസ്സിലായില്ലേ? നിങ്ങളെല്ലാം ഇങ്ങനെ നടക്കുകയാണെങ്കിൽ ഈ ചെറിയ ടീമുകൾ അവരും കയറി നടക്കും. അപ്പോൾ കൂട്ടത്തിൽ നടത്തുമോ ഇങ്ങനെ? എല്ലാവരും ഇരുന്നാൽ ചിലർക്ക് പൊങ്ങാൻ പേടി. അപ്പം കണ്ടില്ല, പമ്മയാണ് പോകുന്നത് രണ്ടും കൂടെ അങ്ങോട്ട്. മക്കളെ മൂത്രമൊഴിക്കാണ്ട് പൊയ്ക്കോട്ടെ, പാവമാണ്, ചിലപ്പോൾ മൂത്രമൊഴിക്കാനായിരിക്കും. പോടാൻ പൊയ്ക്കോ, പോയിട്ട് വാ, നല്ല മക്കളാ. ഇനി ഉമ്മയൊക്കെ കണ്ട് ഞാൻ വഴക്ക് പറയാൻ നിൽക്കണ്ട കേട്ടോ. അപ്പോൾ നോക്കിക്കോണം, പഴയ ലഹരിയും പുതിയ ലഹരിയും നിങ്ങൾക്കറിയോ എന്താണെന്ന്? ഇപ്പോഴത്തെ ലഹരി ഇപ്പം നിങ്ങളൊക്കെ ഓർത്തോണേ. ഇപ്പം പുതിയൊരു കണക്ക് പറയുന്നുണ്ട്, 10:1 എന്ന്. 10:1, 10ൽ ഒരാളാണ് ഇപ്പം മുറുക്കണത്. കണ്ടിട്ടുണ്ടോ? വെറ്റില ഇങ്ങനെ ഇപ്പോൾ ചുണ്ണാമ്പ് വെച്ച് ഇങ്ങനെ മുറുക്കണ ആൾക്കാരെ നിങ്ങൾ എവിടെയും കാണുന്നുണ്ടോ? 20 വർഷം മുമ്പ് നമ്മൾ പുറത്തിറങ്ങി കഴിഞ്ഞാൽ കല്യാണം വീട്ടിൽ പോയി കഴിഞ്ഞാൽ ഒരു ടേബിൾ ഉണ്ടാവും, ഒരു പാത്രം ഉണ്ടാവും, വെറ്റിലുണ്ടാവും, എല്ലാവരും മുറുക്കാത്തവരൊക്കെ ഇങ്ങനെ തുപ്പും, മുറുക്കാത്തവരും. ഇപ്പം അതിൽ മുറുക്കുമോ? മുറുക്കുന്നില്ല. 10ൽ ഒരാളെ മുറുക്കുന്നുള്ളൂ. 10:1. പിന്നെ 10:2 എന്താ പറയുക, 10 2 പേരെ സിഗരറ്റ് വലിക്കുന്നുള്ളൂ, അതും ഇപ്പോൾ കുറഞ്ഞു സിഗരറ്റ് വലി. 10:3 എന്താ പറയുക, 10ൽ 3 പേരെ മദ്യപിക്കുന്നുള്ളൂ. 10:4 പേടിക്കണം. കാര്യം എന്താ? 10ൽ 4 പേർ ഹാൻഡ് സ്കൂൾ കഞ്ചാവ് ഉപയോഗിക്കുന്നുണ്ട്. ഇവിടെ പേടിക്കണം. 10:4, 10ൽ 4 പേര് കഞ്ചാവ്
കൂൾ ഹാൻഡ്സ് പോലുള്ള സൈക്കോട്രോപ്പിക് സബ്സ്റ്റൻസ് ഉപയോഗിക്കുന്നുണ്ട്. മോസ്റ്റ് ഡേഞ്ചറാണ്. പിന്നെ കഞ്ചാവിനെ കുറിച്ച് ഞാൻ കൂടുതൽ പറയുന്നില്ല. കഞ്ചാവിനെ കുറിച്ച് ശാസ്ത്രീയമായിട്ടൊരു ക്ലാസ് ആണെങ്കിൽ എനിക്ക് കഞ്ചാവിനെ കുറിച്ച് കൂടുതൽ പറയാൻ പറ്റും. പക്ഷേ കഞ്ചാവ് എന്ന് പറയപ്പെടുന്നത് ശരീരത്തിനുണ്ടാക്കുന്ന ദോഷം തന്നെയാണ്. പക്ഷേ കഞ്ചാവ് ഇല്ലേ, കഞ്ചാവിന് യഥാർത്ഥത്തിലൊരു ക്ലാസ്സാണ് എടുക്കേണ്ടതെങ്കിൽ ആ ക്ലാസ് എടുക്കുമ്പോൾ അതിന് സത്യസന്ധമായ കാര്യങ്ങൾ പറയേണ്ടി വരും. അതുകൊണ്ട് തന്നെ പല കാര്യങ്ങളും മക്കൾ കയറിയിട്ട് ഗൂഗിളിനകത്ത് ടൈപ്പ് ചെയ്ത് നോക്കിയിട്ട് വിക്കിപീഡിയ അല്ലെങ്കിൽ നമ്മൾ കയറിയിട്ട് ChatGPT ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ChatGPT കഞ്ചാവ് നല്ലതാണെന്ന് ചോദിച്ചാൽ ChatGPT പറയും ലോകത്ത് മുളച്ചു പൊന്തിരിക്കുന്ന ദൈവികമായ പദവിയിലിരിക്കുന്ന ആയുർവേദ ഔഷധച്ചെടിയാണ് സുഹൃത്തെ കഞ്ചാവ്. അങ്ങനെ പറയും. കഞ്ചാവ് എന്ന് പറയപ്പെടുന്നത് 15 ഡിഗ്രി ശൈത്യമുള്ള മഞ്ഞ് പെയ്യുന്ന മഴക്കാടുകളിൽ തഴച്ചു വളരുന്ന ആയുർവേദ ഔഷധച്ചെടിയാണ്. കഞ്ചാവിനെ പോലെ മറ്റൊരു ചെടി ലോകത്ത് മുളച്ചു പൊന്തിയിട്ടില്ല. 55ഓളം വരുന്ന ഔഷധങ്ങൾ അല്ലെ രോഗങ്ങൾക്കുള്ള ഔഷധമാണ് കഞ്ചാവ്. കഞ്ചാവ് ബോധത്തെയും ബോധ്യത്തെയും ഉണർത്തും. ഏറ്റവും മഹത്തരമായ ദൈവികമായ ഔഷധ ചെടിയാണ് കഞ്ചാവ് എന്നൊക്കെ പറയും. എവിടെയെങ്കിലും കഞ്ചാവിനെ കുറിച്ച് ദോഷം പറയുമോ? പറയില്ല. കാര്യം എന്താ? കഞ്ചാവ് ഏറ്റവും നല്ല ഔഷധ ചെടിയാണ്. കഞ്ചാവ് ലോകത്ത് മുളച്ച് വന്നിട്ടുള്ള ആയുർവേദ സസ്യച്ചെടികളിൽ ഏറ്റവും പ്രൗഢമായ ഏറ്റവും വിശേഷമുള്ള ഏറ്റവും 40, 50, 65ഓളം അസുഖങ്ങളുടെ ദിവ്യ ഔഷധമാണ് കഞ്ചാവ് എന്ന് പറയപ്പെടുന്ന ഈ സസ്യച്ചെടി. ഇതാരാ പറഞ്ഞിരിക്കുന്നതും കൂടെ അറിയാമോ? ചരക സംഹിതയിൽ. ചരക സംഹിത എന്താ? സുശ്രുതൻ്റെ സുശ്രുത സംഹിതയും ചരകൻ്റെ ചരക സംഹിതയുമാണ് ആയുർവേദ ആചാര്യ പുസ്തകങ്ങളാണ്, 2 അപ്പം ആയുർവേദത്തെക്കുറിച്ച് ഏറ്റവും കൂടുതൽ നമുക്ക് അഭിമാനിക്കാൻ പറ്റുന്ന ഇന്ത്യക്കാണ് അഭിമാനിക്കാൻ, ഭാരതത്തിന്. നോക്കണം, ആയുർവേദത്തിൻ്റെ ഇപ്പം അലോപ്പതി ഇല്ലേ, ഇന്ത്യയുടെ വൈദ്യശാസ്ത്രത്തിൻ്റെ പിതാവ് നമ്മൾ വിശേഷിക്കപ്പെടുന്നത് ഹിപ്പോക്രാറ്റീസാണ്. വൈദ്യശാസ്ത്ര പിതാവെന്ന് വിശേഷിക്കപ്പെടുന്ന ഹിപ്പോക്രാറ്റീസ് പറഞ്ഞിട്ടുണ്ട്, ഞാൻ വൈദ്യശാസ്ത്രം പഠിച്ചത് ഭാരതത്തിൻ്റെ ചരകിൽ നിന്നും സുശ്രുതിൽ നിന്നുമാണ്. അല്ലേ, ഭാരതത്തിൻ്റെ ഏറ്റവും സവിശേഷമായ 2 പ്രഗത്ഭരായ 2 വ്യക്തികളാണ് ചരക സംഹിത എഴുതി, സുശ്രുത സംഹിത എഴുതി. ഈ സുശ്രുത സംഹിതയിൽ കഞ്ചാവിനെ കുറിച്ച് പറയുന്നുണ്ട്. എന്താ പറഞ്ഞിരിക്കുന്നത് എന്താ അറിയാമോ? യാതൊരു കാരണവശാലും മനുഷ്യൻ ഈ കഞ്ചാവ് എന്ന് പറയപ്പെടുന്ന ഇലസസ്യം നേരിട്ട് മനുഷ്യൻ ഉപയോഗിക്കരുത്. നേരിട്ട് ഉപയോഗിച്ചാൽ ആ മനുഷ്യന് ചിത്തഭ്രമം ഉണ്ടാവും. ചിത്തഭ്രമം, വാട്ട് ഇസ് മീനിങ് ഓഫ് ചിത്തഭ്രമം? സ്വാഭാവികമായിട്ടുണ്ടാകുന്ന ബുദ്ധിയിൽ നിന്ന് മാറി അക്രമം കാണിക്കാനും ഇല്ലെങ്കിൽ എല്ലാ 9 പരം ഇമോഷൻസിനെ മനസ്സിലേക്ക് സമന്വയിക്കാൻ കഴിയുന്ന, ബ്രെയിനെ കബളിപ്പിക്കാൻ കഴിയുന്ന, ന്യൂറോ സിസ്റ്റം മുഴുവനും കബളിപ്പിക്കാൻ കഴിയുന്ന ഒരു രീതിയിലേക്ക് മനുഷ്യനെ കൊണ്ടു ചെന്നെത്തിക്കുന്ന വല്ലാത്തൊരവസ്ഥയിലേക്ക് എത്തിക്കും കഞ്ചാവ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ. അതുകൊണ്ട് തന്നെ കഞ്ചാവ് ഉപയോഗിച്ച ഒരാളും ഈ ഭൂമിയിൽ പ്രപഞ്ചത്തിൽ മികവ് പുലർത്തിയിട്ടില്ല. കഞ്ചാവ് ഉപയോഗിക്കുന്ന ഒരാളും പ്രകാശം പരത്തിയ ചരിത്രം രേഖപ്പെടുത്തുന്നില്ല. പക്ഷേ കഞ്ചാവ് നല്ല ആയുർവേദ ഔഷധച്ചെടിയാണ്. അതുകൊണ്ട് തന്നെയാണ് ചെറുപ്പക്കാർ ആദ്യം നോക്കുന്നത്, ChatGPT ഗൂഗിളും കയറി നോക്കും എന്താ അതിൻ്റെ വിശേഷം എന്താണെന്ന്. ഇപ്പം ഏറ്റവും നല്ല MDMA എവിടെ കിട്ടും, MDMA ഉപയോഗിച്ചുള്ള സുഖം എന്താണ്, MDMA ഉപയോഗിക്കും എന്താണ്, ബ്രെയിൻ എന്താണ് ഉണ്ടാക്കുന്നത്, എനിക്ക് വെച്ച് ക്ഷീണമിട്ട് പഠിക്കാൻ പറ്റുന്നില്ല, MDMA ഉപയോഗിച്ചാൽ നല്ലതാണോ എന്ന് ചോദിച്ചാൽ ChatGPTയും ഗൂഗിൾക്കൊക്കെ പറഞ്ഞു തരും. MDMA ഉപയോഗിച്ചാൽ ബ്രെയിൻ സ്റ്റിമുലേറ്റ് ചെയ്യപ്പെടും എന്ന് പറഞ്ഞു വരും. ഈ രാസലഹരി അത് കേട്ടപ്പോൾ ഉപയോഗിക്കാൻ പറ്റുമോ? MDMA കുറിച്ച് ദോഷങ്ങൾ ചോദിക്കുന്നു ആരും അത് ചോദിക്കുന്നില്ല. ചില മിടുക്കന്മാർ ചോദിക്കും ഇതിൻ്റെ ദോഷങ്ങൾ എന്താണ്, അപ്പോഴേക്കും ഉപയോഗിച്ചിട്ടുണ്ടാവും. MDMAയുടെ ദോഷങ്ങൾ എന്താ ചോദിക്കും, എന്താ നിങ്ങളുടെ ബ്രെയിൻ നശിക്കും, 5 വർഷം കൊണ്ട് സെല്ലുകൾ നശിച്ചു പോകും, ഇമാജിൻ തോട്ട്സുകൾ ഉണ്ടാകും, ദാമ്പത്യമൊന്നും പരാജയപ്പെടും, ഇണയെ തൃപ്തിപ്പെടുത്താൻ കഴിയാത്ത രീതിയിൽ ന്യൂറോ ട്രാൻസിസ്റ്റത്തിലൊക്കെ തകരാറ് സംഭവിക്കും, പല്ലുകൾ ദ്രവിച്ചു പോകും, ഇന്റേണൽ ഓർഗൻസ് ക്ഷതം വരും, മലമൂത്ര വിസർജനം ചെയ്യാൻ പറ്റൂല, ഒരുപക്ഷെ ജന്മം നൽകിയ ഉമ്മയെയും സഹോദരങ്ങളെയും ഭാര്യയെയും ഒരുപക്ഷെ ഇല്ലാതാക്കാനുള്ള ഒരു പ്രവണതയും ഉണ്ടാകുന്ന ഒരു ഹൈപ്പർ ആക്ടിവിറ്റി നമ്മൾക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ആ ഒരു കുറ്റകൃത്യം ചെയ്യാൻ ഒരു 11 സെക്കൻഡുകൾക്കുള്ളിൽ ഒരു മനുഷ്യനെ അവൻ്റെ സ്വാഭാവിക ബുദ്ധിയെ കൺവെർട്ട് ചെയ്യാൻ മാത്രം രീതിയിലേക്ക് ഈ ബ്രെയിനെ നശിപ്പിക്കാൻ കഴിയുന്ന രാസലഹരിയാണ് MDMA എന്നൊക്കെ പറയും. അപ്പോൾ ഇതെല്ലാം കേട്ടിട്ട് നമ്മളെല്ലാം നമ്മുടെ മക്കൾക്ക് അറിയാം ഇതൊക്കെ ഇങ്ങനെയുണ്ട്, സംഭവം ഉണ്ട്, 5 വർഷം കഴിഞ്ഞാൽ എൻ്റെ ജീവിതം ഉണ്ടാവില്ല, രാത്രി കടന്നുറങ്ങുമ്പോൾ ഇത് ഉപയോഗിച്ച് കടന്നുറങ്ങിയാൽ പല്ലിങ്ങനെ കടിച്ച് നേരം വിളിക്കുന്നവരെയും പല്ല് കടിക്കും, പല്ല് മൊത്തം തേയും, അല്ലെ പല്ലിന് ഷേപ്പ് പോകും, അല്ലെ കുറേ കഴിയുമ്പോഴത്തേന് എനിക്ക് വിശപ്പുണ്ടാവില്ല, രാത്രി പകലാക്കും, പകലിനെ രാത്രിയാക്കും, പിന്നെ പകൽ മൊത്തം കിടന്നുറങ്ങും, ഭക്ഷണങ്ങൾ കുറച്ച് കഴിക്കും, പിന്നെ ഉണ്ണില്ല, ഉറങ്ങില്ല, നഖം വെട്ടില്ല, മുടി വെട്ടില്ല, വസ്ത്രങ്ങൾ കഴുകൂല, ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഉമ്മയോടും ഉപ്പയോടും സഹോദരന്മാരോടും എല്ലാം എതിർക്കാനുള്ള പ്രവണത ഇങ്ങനെ കൂടും. അവസാനം വിശ്വാസം നഷ്ടപ്പെടും. പള്ളിയിലും അമ്പലത്തിലും ചർച്ചിലും ഒന്നും പോകാതെ ആർക്കും വേണ്ടാതെ കഥകടച്ച് ലൈറ്റ് പ്രകാശത്തിന് പകലിനെ അഭിമുഖീകരിക്കാൻ പേടിയായി ഏതെങ്കിലും ഏജൻസികളെ പോലീസ് എക്സൈസോ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ വണ്ടി കണ്ടാൽ ആളെ കണ്ടാൽ പേടിക്കും, എപ്പോഴും പുറകോട്ട് ഇങ്ങനെ തിരിഞ്ഞു നോക്കും. കാര്യം എന്താ? മനസ്സുകൊണ്ട് ഉള്ളിലേക്ക് ഓടി 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 ഞാൻ വല്ലാത്ത രീതിയിലായി എന്ന് ചിന്ത വരും. ഇപ്പം നോക്കാം, അടുത്തൊരു നടനുണ്ട്, ഷൈൻ ഡോൺ എന്ന് പറയുന്ന നടൻ. അത് ലൈവ് പോകുന്നതാണോ? അത് ലൈവാണോ? ലൈവ് പറയണ്ടേ, ലൈവാണെന്ന് പറയണ്ടായിരുന്നു എന്നോട്. സംഘടനയോട് പറഞ്ഞില്ല ലൈവാണെന്ന്.
ഞാൻ എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറയുന്നതിനകത്തൂടെ എൻ്റെ പെൻഷനൊന്നും എനിക്ക് കിട്ടത്തില്ല. കുഴപ്പമില്ല, അവിടെ നിന്നോ. ഈ ബോധവൽക്കരണ ക്ലാസ്സിൽ നിങ്ങൾ ലൈവ് വിടരുത്. വിട്ടാൽ കുഴപ്പമെന്ന് വെച്ചാൽ നമുക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റില്ല. ചിലത് കട്ട് ചെയ്യാൻ പറയേണ്ടി വരും. നമ്മളറിയാതെ ആദ്യം പറയാൻ ലൈവാണെന്ന്. ഞാൻ ചില പേരുകൾ പറഞ്ഞാലോ അവരെ വേദനിപ്പിക്കൂലേ? ആരെടുത്ത് നിങ്ങൾ അങ്ങനെ പറയണം കേട്ടോ, കുഴപ്പമില്ല. അപ്പം എവിടെ പറഞ്ഞു നിർത്തിയ എവിടെ പറഞ്ഞു നിർത്തിയ മോനെ? ഷൈൻ ഡോൺ ഇല്ലേ? ഷൈൻ ഡോൺ നോക്കണം. ആ ചെറുപ്പക്കാരൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഷൈൻ്റെ റീൽസൊക്കെ നിങ്ങളിങ്ങനെ കണ്ടു കാണും ഇല്ലേ? സുഖം ഞാനിങ്ങനെ അതേ പ്രശ്നം കേട്ടോ ഇല്ലേ? നമ്മളെല്ലാം കണ്ട് ഇങ്ങനെ കണ്ടിരിക്കും. ചെറുപ്പക്കാരനാണ്, എനിക്ക് ഇഷ്ടപ്പെട്ട നടനാണ്. 10, 20, 40 ലക്ഷം രൂപയ്ക്ക് ഒരു ഫിലിം ഇൻഡസ്ട്രിയിൽ നിന്ന് വാങ്ങുന്ന ഒരു നല്ല നടനാണ്. നല്ല കുടുംബ പശ്ചാത്തലമൊക്കെ ഉണ്ട്. പക്ഷെ എന്താ കാര്യം എന്താ? പോലീസ് ചെന്നപ്പോൾ ഹൈബ്രിഡ് കഞ്ചാവ് ഫ്ലാറ്റിലുണ്ടായിരുന്നു. ചാടിയത് കാളിലീസ് പോലും ചാടൂല. 250 മീറ്റർ പൊക്കത്തുനിന്ന് ആശാൻ ചാടി നിലത്തോട്ട്. ഓടിയത് ഉസൈൻ ബോൾട്ട് ഓടുന്നേക്കാൾ വേഗത്തിൽ ഓടിയത്, പോലീസ് പിടുത്തം കൊടുക്കാതെ. പിന്നെ ചോദ്യം ചെയ്യാൻ വേണ്ടി വിളിപ്പിച്ചു. നിങ്ങൾ വായിച്ചു വേണം 10. ചോദ്യം ചെയ്യാൻ വേണ്ടി വിളിപ്പിച്ചു. 10 മണിക്ക് വരാൻ പറഞ്ഞപ്പോൾ ആശാൻ 7 മണിക്കാണ് അവിടെ പോയി ഇരിക്കാൻ തുടങ്ങി. ഇങ്ങനെ 7 മണിക്ക് ചോദ്യം ചെയ്ത് കുറേ കഴിച്ചപ്പോൾ കയ്യിലുള്ള പേനയൊക്കെ തിന്നാൻ തുടങ്ങി. അവസാനം ആശാൻ നിലത്ത് കിടന്നത് എനിക്കൊന്നും അങ്ങനെ എടുത്തുകൊണ്ട് പോയിട്ട് ഇപ്പോൾ ട്രീറ്റ്മെൻറ്റ് നടത്തിക്കൊണ്ടിരിക്കുക. DAD സെൻ്ററിൽ കിടക്കുക പുള്ളിക്കാരനെ ട്രീറ്റ്മെൻറ്റ് ചെയ്യുക. എക്സൈസ് കൊണ്ടുപോയി. കാര്യം എന്താ? ഈ ചോദ്യം ചെയ്യാൻ വരുമ്പോൾ ശരീരത്തിനകത്ത് ബ്ലഡ് പരിശോധിക്കും ലഹരി ഉണ്ടാവുമെന്ന് വെച്ച് 2 ദിവസം ലഹരി ഉപയോഗിച്ചില്ല. അപ്പോൾ 3 ദിവസം കഴിഞ്ഞപ്പോൾ ആ ചേമ്പല വാടുന്ന പോലെ വാടിപ്പോയി. ഇങ്ങനെ അല്ലേ? ലഹരിയില്ല, പറ്റില്ല. കാര്യം എന്താ? നമ്മളുടെ മക്കളൊക്കെ ലഹരിക്ക് അടിമപ്പെട്ട നമുക്ക് ഒരുപക്ഷെ നമ്മളത് ഇല്ലേ നമ്മൾ ചിന്തിക്കണം. എല്ലാവിധ നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്. നമ്മളൊരു വീട് നല്ല ചട്ടക്കൂടാണ്. നമുക്ക് മതപരമായിട്ടും സ്നേഹവും കരുതലും എല്ലാം കിട്ടിയ നമ്മുടെ മക്കൾ തെറ്റിലേക്ക് പോയാൽ നമ്മൾ അവിടെയൊക്കെ ശ്രദ്ധിക്കണം. പക്ഷെ ഇവിടെ നോക്കി ഇപ്പോൾ അടുത്ത് വേടൻ എന്ന് പറഞ്ഞ ചെറുക്കുണ്ട്. വേടൻ എന്ന് പറഞ്ഞൊരു കുട്ടി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. വേടൻ അല്ലേ? എൻ്റെ മോനെ പോലെയൊക്കെ തന്നെ കുറച്ച് 2-3 വയസ്സ് മൂപ്പുള്ളൂ. പക്ഷെ അവൻ തൃശ്ശൂരിലെ ഏറ്റവും വലിയ ചേരിയിലാണ് ജനിച്ചു വളർന്നത്. അച്ഛനില്ല അല്ലേ? അല്ല, അമ്മ മരിച്ചുപോയി. ഒരു ശരിക്കും അവനെ നോക്കാനും സ്നേഹിക്കാനും കരുതാനും ആരുമില്ല. പട്ടിണിയും കുത്തുവാക്കുകളും വിദ്യാഭ്യാസവും ഒന്നും കിട്ടാതെ ഒരു ചേരിയിൽ എന്നും അവിടുത്തെ ഭയങ്കര വയലൻസ് കണ്ടുകൊണ്ട്, മോശപ്പെട്ട വയലൻസാണ് കാണുന്നത് അല്ലേ? മോശപ്പെട്ട കോളനിയാണ് അത്. വീടില്ലാത്ത പല വീടുകൾക്കും സാരിയൊക്കെ തൂക്കിയിട്ട്, വേടൻ്റെ വീടിനൊക്കെ ഒരു സാരിയായിരുന്നു വീടിൻ്റെ വാതിൽ. സാരി, പാത്രങ്ങളൊന്നുമില്ല. പാളയിലും മറ്റേ ടയറിനത്തൊക്കെ വെള്ളം ശേഖരിച്ച് ആലോചിച്ച് നോക്കിക്ക്. നമ്മളെ വീട്ടിലൊക്കെ വെള്ളം വെക്കുന്ന പാത്രത്തിലാണോ? ഈ ടയറിനത്തൊക്കെ വെള്ളം ഒഴിച്ച് വെക്കുന്നത്. പണിയുണ്ട്. മഴയൊക്കെ ചോർന്നു കഴിഞ്ഞാൽ വെള്ളം ഇങ്ങോട്ട് പൊങ്ങും. ഒരു ചേരിയിൽ എങ്ങനെ കിടക്കണേ. അവിടെ നിന്ന് ഒരു പയ്യനാണ് നടന്ന് അവൻ അവഗണയും അവൻ അധിക്ഷേപത്തെയും ഇല്ലേ അവൻ ചർച്ച ചെയ്തുകൊണ്ട് മുമ്പോട്ട് വന്നു. പക്ഷേ അതിനകത്ത് വന്നൊരു വലിയ ഫാൾട്ട്, ആ ചെറുപ്പക്കാരന് ദൂഷ്യവശം കൈവശം വന്നേ. തൻ്റെ അച്ഛനും സഹോദരങ്ങളൊക്കെ ഉപയോഗിച്ചിരുന്ന ലഹരിക്ക് അവൻ അടിമപ്പെട്ടിരുന്നു. ലഹരി ഉപയോഗിച്ചു. അവൻ പൊതുസമൂഹത്തോട് പറഞ്ഞെന്താ? പല പ്രമുഖരും പലരും പറയും പൊതുസമൂഹത്തോട്, ഞാൻ ഉപയോഗിക്കുന്നില്ല, എൻ്റെ കൂട്ടുകാരെ ഉപയോഗിച്ചത്, എന്നെ കുടുക്കിയതാണെന്നൊക്കെ അല്ലേ. ക്ഷമയോടുകൂടി പറഞ്ഞാൽ എന്താ? എനിക്കൊരു ബാഡ് ഇൻഫ്ലുവൻസ് ഉണ്ട്, എന്നെ കണ്ടിട്ട് നിങ്ങളത് ഉപയോഗിക്കരുത് മക്കളെ, ഞാൻ തിരുത്താൻ ശ്രമിക്കാം, എൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഇങ്ങനെയാണ് എന്നാ ചെറുപ്പക്കാരൻ ലോകത്തോട് വിളിച്ച് പറഞ്ഞത്. ആ ഒരു വർത്തമാനം കൊണ്ടിട്ടാണ് പൊതുസമൂഹം ആ ചെറുപ്പക്കാരനെ ഇഷ്ടപ്പെട്ടത്. ഒറ്റ കാര്യം കൊണ്ട് അല്ലേ? അവിടെ എല്ലാം മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ എനിക്ക് അദ്ദേഹത്തെ ഭയങ്കര ഇഷ്ടപ്പെട്ടു പോയി. സർക്കാർ അദ്ദേഹത്തെ മാറ്റി നിർത്തി. പക്ഷേ സർക്കാരിൻ്റെ ഒരു പൊതുപരിപാടി അദ്ദേഹത്തെ വിളിച്ചു. ഇപ്പം ആ ചെറുപ്പക്കാരന് കോട്ടയത്ത് ഒരു DAD സെൻ്ററിലാണ് ഇപ്പം ആ ചെറുപ്പക്കാരൻ അല്ലേ? DAD സെൻ്ററിൽ അദ്ദേഹം കൗൺസിലിംഗ് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നു. നല്ല കാര്യമല്ലേ? നോക്കണം, തിരുത്താന്ന് പറഞ്ഞാൽ തിരുത്താൻ വേണ്ടി ശ്രമം നടത്തുന്നത് എത്ര നല്ല കാര്യമാണ്. അപ്പോൾ കാര്യം, നമുക്ക് എല്ലാവിധ സംവിധാനം ഉണ്ടായിട്ടും നമ്മുടെ മക്കൾ ചില അതിർവരമ്പുകൾ ചാടിക്കടന്നു പോകുമ്പോൾ ഒരു രീതിയിൽ കരുതലും ഒന്നുമില്ലാതെ ഒരു പയ്യൻ അങ്ങനെ വന്ന് പൊതുസമൂഹത്തിൽ പറയുമ്പം നമ്മൾ കുറച്ച് അവനെ കാണുകയും കേൾക്കുകയും ചെയ്യണം. ഞാൻ അദ്ദേഹത്തിൻ്റെ വാക്താവൊന്നുമല്ല, പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. നല്ലതിന് നല്ലതും ഇല്ലേ? അദ്ദേഹം പൊതുസമൂഹത്ത് പറഞ്ഞാൽ എന്താ? ആ പയ്യൻ്റെ കഴുത്തിനകത്തൊരു പുലിതാകം കണ്ടപ്പോൾ വലിയ പ്രശ്നമൊക്കെ ആയി. പക്ഷെ അവൻ പറഞ്ഞെന്താ? വലിയ ആളുകളൊക്കെ കഴുത്തിലൊക്കെ പുലിതാകം ഇല്ലെന്നാണ് ചോദിച്ചത് ഇല്ലേ? അവരാരും അറസ്റ്റും ചെയ്തിട്ടൊന്നുമില്ലല്ലോ, അവരെ ഒന്നും ചോദ്യം ചെയ്തിട്ടില്ലല്ലോ. അപ്പം അതൊന്നും അതിനെക്കുറിച്ച് ഞാൻ പറയുന്നില്ല. ഇപ്പോൾ ലഹരിയുടെ ക്ലാസ് ആയതുകൊണ്ട് ഇവിടെ തിരിച്ചു വരാം. നോക്കണം, ഇനി പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടെ ഞാൻ പറയാൻ നിങ്ങളുടെ ആഗ്രഹിക്കുകയാണ്. നമ്മളിപ്പോൾ ഇവിടെ എല്ലാവരും ഇവിടെ ഇരിക്കുന്നുണ്ട്. ഒരു 10 മിനിറ്റ് സംസാരിക്കാം, ബാക്കി നമുക്ക് മെമ്മ കൊടുക്കാനുണ്ടല്ലോ. നിങ്ങളെല്ലാം ആലോചിക്കണം, നമ്മുടെ വീട്ടിനകത്ത് ലഹരിയുടെ സാന്നിധ്യമുണ്ടോ? എൻ്റെ ഭർത്താവ് ലഹരി ഉപയോഗിക്കുന്നുണ്ടോ, പുകവലിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ മദ്യപിക്കുന്നുണ്ടോ? അതുകൊണ്ട് എനിക്ക് സാമ്പത്തിക നഷ്ടമുണ്ടോ? അതോ പൊതുസമൂഹം അറിയാം, എൻ്റെ അയൽവാസിയോ ഒന്നും ബന്ധുക്കൾ അറിയാതെ എൻ്റെ ഭർത്താവ് മാത്രം ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ എങ്ങനെ എൻ്റെ ഭർത്താവിനെ എനിക്കൊന്ന് സ്നേഹിക്കാൻ പറ്റും, ചേർത്ത് പിടിക്കാൻ പറ്റും? അല്ലെങ്കിൽ എൻ്റെ മകളുടെ കൂട്ടുകാരി, അവരുടെ ബന്ധുക്കൾ, ഉറ്റവർ, ഉടയവർ ലഹരി ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ എങ്ങനെ എനിക്കതിനെ ഒന്ന് അറിയാൻ പറ്റും, കേൾക്കാൻ പറ്റും? എന്ത് ലഹരി നിങ്ങൾക്ക് ഉപയോഗിക്കുന്ന ആരുണ്ടെങ്കിലും നിങ്ങൾക്ക് എൻ്റെ നമ്പർ ഒന്ന് വിളിച്ചോളൂ. ഒരു സാമ്പത്തിക ചിലവ് നിങ്ങൾക്കില്ല. മമ്പാട് പുള്ളിപ്പാടം സ്ഥലത്ത് എൻ്റെ വീട്,
അങ്ങോട്ടേക്ക് എൻ്റെ വീട്ടിലേക്കൊന്ന് നിങ്ങൾക്ക് വരാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ഒരു 40 മിനിറ്റ് സംസാരിക്കാൻ ഒരവസരമുണ്ടെങ്കിൽ ഏത് കടുത്ത ലഹരി ഉണ്ടെങ്കിലും ഞാൻ മാറ്റിത്തരാമെന്നുള്ള കാര്യം നിങ്ങൾക്ക് ഉറപ്പ് തരികയാണ്. പിന്നെ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ലഹരി ഉപയോഗിക്കുന്നതുകൊണ്ട് വേണ്ടിയിട്ടല്ല പറഞ്ഞത്. ആരെങ്കിലും നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങളൊന്ന് അവർക്ക് വേണ്ടിയിട്ട് വേണമെങ്കിൽ എന്നെ വിളിച്ചോളൂ. ഒരു സംഘടന എൻ്റെ ഫോൺ നമ്പർ ഉണ്ട്. അപ്പോൾ പിന്നൊരു കാര്യമുണ്ട്, പലപ്പോഴും ഞാൻ ഫോൺ വിളിച്ച് കഴിഞ്ഞാൽ തിരക്കും പരിപാടിയൊക്കെ ആയിരിക്കും. ഇപ്പോൾ തന്നെ 6 കോൾ വന്നപ്പോൾ ഞാൻ കട്ട് ചെയ്തു. അപ്പോൾ നിങ്ങൾ വിചാരിക്കും വിളിച്ചാൽ എടുക്കില്ല എന്ന്. ഒരുപക്ഷെ നിരന്തരമായി ചിലപ്പോൾ രാവിലെയും രാത്രിയൊക്കെ വിളിക്കേണ്ടി വരും. ഒരു 9 മണിക്ക് ശേഷമൊക്കെ ആയിരിക്കും ഞാൻ ഫ്രീ ആകുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ലഹരി എന്ന് പറയുന്ന ദുരന്തത്തെ എങ്ങനെ നമുക്ക് നേരിടാൻ പറ്റും, ഇല്ലെങ്കിൽ ഇതുവരെ ഞാനൊന്നും ലഹരിക്കെതിരെ ചെയ്തിട്ടില്ല, ഇനി എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, വാട്ട് കൻ ബി ഡൺ നൗ, ഇനി എന്ത് ചെയ്യാൻ പറ്റും അല്ലേ. ഞാൻ നിലമ്പൂർ മാനവീയ സ്കൂളിൽ പോയിട്ട് ഈ ഹാൻസിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അവിടെ ടീച്ചർ പറഞ്ഞു, ഫിലിപ്പ് സാറേ എൻ്റെ സ്കൂളിലെ ബാത്റൂമിൻ്റെ പുറകിൽ നിന്ന് പോയി നോക്കിക്കേ, പിള്ളേർ +1 +2 ഒക്കെ പഠിക്കുന്ന പിള്ളേർ ഈ ഹാൻസും കൂളും തലകാണ പോലത്തെ ഇത്രയും വലിയ കവറാ, ഒരു സഞ്ചി പോലത്തെ സാധനമാണ് ചൂണ്ടിനടി വെക്കണേ, കൂളെന്ന് അതിൻ്റെ പേര്, കൂള്. ഈ സാധനമാണ് അവിടെ ബാത്റൂമിൻ്റെ മുഴുവൻ അതാ കിടക്കുന്ന. എൻ്റെ സാറേ ഇവന്മാർ എങ്ങനെയാണ് അവന്മാർ പാത്ത് വയ്ക്കുന്നതെന്ന് അറിയത്തില്ല, എൻ്റെ ക്ലാസ്സിനകത്ത് 5 10 പിള്ളേർ അത് ഉപയോഗിക്കുന്നത്, സാർ അതിനെക്കുറിച്ചൊന്ന് സംസാരിക്കണമെന്ന് പറഞ്ഞു, ഈ കൂളും ഹാൻസിനെ കുറിച്ചും. അപ്പോൾ അങ്ങനെ ഒരു 6 വർഷം മുമ്പാണ് ടീച്ചർ പറയുന്നത്. അങ്ങനെ ഞാൻ ഹാൻസിനെ കൂളിനെ കുറിച്ച് കൂടുതലൊന്ന് സ്റ്റഡി ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായത്, ഇത് നമ്മളെ ലെവൽ ഓഫ് ദ അഡിക്ഷൻ എന്ന് പറയുന്ന 3ാമത്തെ സ്റ്റേജിൽ നിൽക്കുന്ന ഏറ്റവും മാരകമായ ഒരു സൈക്കോട്രോപ്പി സബ്സ്റ്റൻസ് ആണ്. ഇതിൻ്റെ വില എന്ന് പറഞ്ഞാൽ 10-60 രൂപയ്ക്ക് ഒരു പാക്കറ്റ് സാധനം കിട്ടും. ആ പാക്കറ്റ് പുറത്ത് ഇപ്പുറത്തും ക്യാൻസറിൻ്റെ ചിത്രമുണ്ട്. 9 gram തൂക്കമാണ്. അതിനകത്ത് പുകയിലയുടെ പൊടിയാണ്. ആ പൊടിയെടുത്ത് നമ്മൾ ചില ചെറുപ്പക്കാർ, ഈ ഇന്ത്യക്കാരൊക്കെ നിങ്ങൾ കണ്ടു കാണും, ആ കവറും കൊണ്ട് പൊട്ടിച്ചിട്ട് കയ്യിലങ്ങോട്ട് വെക്കും. ഇന്ത്യക്കാരാണെങ്കിൽ ഇങ്ങനെ തന്നെ വെച്ചിട്ട് അവർ നോക്കി ഇങ്ങനെ കമ്പൊക്കെ എടുത്ത് കളഞ്ഞ് ഇങ്ങനെ തുറക്കും. ഒരു പേടിയൊന്നും അവർക്കില്ല. നമ്മുടെ നാടല്ലേ. നമ്മുടെ നാട്ടിലെ മലയാളികളൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ശ്രദ്ധിക്കാൻ പറ്റും. ആ സാധനങ്ങൾ എടുക്കും, പതുക്കെ ഇങ്ങോട്ട് നോക്കും, ഇങ്ങനെ നോക്കും, എന്നിട്ട് കവറിങ്ങനെ വെക്കും. അത് കുറച്ച് ഇങ്ങനെ പതുക്കം തിരുമ്മി ഇങ്ങനെ എടുത്ത് കൈ ഇങ്ങനെ പിടിക്കും. കുറച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ കുത്തിക്കരി കണ്ടു കാണും, ഇങ്ങനെ വെക്കും അല്ലേ. അപ്പോൾ ഈ സംഭവം നിരോധിക്കപ്പെട്ട പുകയില ഉൽപ്പന്നമാണ്. ഇത് വിൽക്കാൻ അനുമതിയില്ല. കോട്ട്പ ആക്ട് പ്രകാരം കേസെടുക്കും പോലീസ്. സ്കൂളിൻ്റെ പരിസരത്താണെങ്കിൽ 100 മീറ്റർ പരിസരത്താണ് വിൽക്കുന്നതെങ്കിൽ JJ ആക്ടും കൂടെ ഉൾപ്പെടുത്തിയിട്ട് കേസെടുക്കും. അതിന് ഫൈൻ കുറച്ച് കൂടും. അപ്പോൾ നോക്കണം, ഈ സാധനം നിരോധിച്ചിട്ടുണ്ട്. ഇന്ത്യയിലെ 4 സംസ്ഥാനത്ത് ഒഴികെ ബാക്കി എല്ലാ സംസ്ഥാനവും നിരോധിച്ചു. ഈ സാധനം നമ്മൾ ഉപയോഗിക്കുമ്പോണ്ടാകുന്ന എന്താ, ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ പച്ച മാങ്ങ എടുത്ത് കൂട്ടി, ഒരു മാങ്ങയുണ്ട്. ഈ മാങ്ങ ഞാൻ ഇവിടെ ഇടിച്ച് പൊട്ടിക്കുക, അങ്ങനെ ഇതിങ്ങനെ ടക്ക് പൊട്ടിച്ചു. നല്ല ചെനച്ച മാങ്ങയാണ്, വലിയ വലിപ്പമുണ്ട് കേട്ടോ, മക്കളൊക്കെ നോക്കിക്കണം. എന്നൊരു മാങ്ങ ഞാനിവിടെ പൊളിച്ചിട്ട് ഒരു കഷ്ണം മാത്രം എടുത്തു വെച്ചു ഇവിടെ. എന്നിട്ട് ഈ കഷ്ണം നിങ്ങളെ കാണിച്ചു. നല്ല ചെനച്ചിട്ട് ഒരു ഇളം ചുമപ്പ് മാങ്ങയുടെ കഷ്ണമാണ്, നല്ല പുളിയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പ് എടുത്തിട്ട് അതിന് മുകളിൽ ഇങ്ങനെ അങ്ങോട്ട് ഇട്ടു. ഉപ്പിൻ്റെ പൊടി, കുറച്ച് മുളക് പൊടി ഇങ്ങനെ ഇട്ടു, നിങ്ങളെ കാങ്ക ഇങ്ങനെ ഇട്ടു. എന്നിട്ട് ഞാനിങ്ങനെ ഞെക്കി, നിങ്ങളെ കാണിച്ചിട്ട് ഇങ്ങനെ ഞെക്കി. അപ്പോൾ ആ മുളകും ഉപ്പും എല്ലാം കൂടെ ഇങ്ങനെ പിടിച്ചൊക്കെ മാങ്ങ. അപ്പോൾ ഒഴുകിയിട്ട് ഇങ്ങനെ നീര് വരുന്നുണ്ട് താഴേക്ക് ഇങ്ങനെ. അത് ഞാൻ നിങ്ങളെ കാങ്ങ ഇങ്ങനെ പിടിച്ചിട്ട് അത് തിന്നു. പതുക്കെ ഇറക്കം നോക്കിക്കോ ഇവിടെ അല്ലേ, വെള്ളം ഇറക്കണം, ഇങ്ങനെ ഇറക്കണം, ചില ഇങ്ങനെ കാണിച്ച് ഇറക്കണ്ട അവിടെ നിന്ന് ഇങ്ങനെ. ഞാൻ ഇവിടുന്ന് ഇങ്ങനെ കാണിച്ചപ്പോൾ നിങ്ങളുടെ വായിക്കാത്ത വെള്ളം വന്നു അല്ലേ. ഇത് എവിടുന്ന വെള്ളം വന്ന എവിടുന്ന? നമ്മുടെ ഈ വായുടെ 3 ഇഞ്ച് നീളത്തിൽ സമൃദ്ധമായിട്ട് രുചികുമളകളുണ്ട്, സമൃദ്ധമായിട്ട് ഉമ്മനീർ ഗ്രന്ഥികളുണ്ട്. ഞാൻ ഇവിടുന്ന് കാണിച്ചപ്പോൾ നിങ്ങളുടെ കണ്ണ് കണ്ടു, ബ്രെയിന് സന്ദേശം കൊടുത്തു. അതിൻ്റെ എക്സ്പീരിയൻസ് നിങ്ങളൊന്ന് എക്സ്പെരിമെൻറ്റ് ചെയ്തപ്പോൾ നിങ്ങളുടെ വായിക്കകത്ത് വെള്ളം വന്നു അല്ലേ. അപ്പോൾ ഈ സമൃദ്ധമായിട്ട് ഉമ്മനീർ വരുന്ന രുചികുമളകളുള്ള സ്ഥലത്താണ് നമ്മൾ ഈ പറയുന്ന ഈ സാധനം തിരുമിയിട്ട് ഇങ്ങനെ ആക്കിയിട്ട് ഇങ്ങനെ വെക്കണേ. അപ്പോൾ ഇവിടെ എല്ലാം രുചികുമളകളുണ്ട്. ഈ രുചികുമളകൾക്കകത്തുകൂടെ ഇതിനകത്ത് അടങ്ങിയിരിക്കുന്ന പാരൻറ്റിഫിനോളും പോളിപ്രപ്പിലിനും ക്യാൻസർ വരെ 400 ഇരട്ടി സാധ്യതയുള്ള അസംസ്കൃത പദാർത്ഥം. അത് കുപ്പിച്ചിലെ പൊടി പോലാത്തുണ്ട്, ഗ്ലാസ് പൗഡർ. ഇതൊരു ഗ്ലാസ്സിനകത്തിട്ട് വെള്ളത്തിൽ ഇളക്കിയിട്ട് നിങ്ങൾ വെള്ളം ഒഴിച്ചിട്ട് 3-4 വട്ടം അഴിച്ചാൽ അതിൻ്റെ അടിയിൽ ഒരു ചെറിയ വെളുത്ത തരിതരി കാണാം. ഗ്ലാസ് പൗഡറാണ്, കുപ്പിച്ചിലെ പൊടിയാണ്. ആ കയ്യിലെടുത്ത് ഇങ്ങനെ തിരുമ്മിയിട്ട് ഇങ്ങനെ വെക്കുമ്പോൾ അവിടെ ചെറിയ കുഞ്ഞു മുറിവുകൾ ഉണ്ടാക്കും. അപ്പോൾ ഈ കുഞ്ഞു ഈ കോശങ്ങളെ കുത്തി മുറിവേൽപ്പിക്കുക, അതിനകത്തൂടെ അടങ്ങിയിരിക്കുന്ന ഇത് രാസലഹരി തലച്ചോറിലേക്ക് കുതിച്ചെത്തും. നോക്കണം, ഈ രുചികുമളകളിലൂടെയാണ് തലച്ചോറിലേക്ക് ഈ ലഹരി കടന്നു വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഉപയോഗിച്ച് ശീലമായാൽ പിന്നെ ഇത് ഒഴിവാക്കാൻ പറ്റൂല. കാര്യം എന്താ, വളരെ ഷോർട്ട് ടൈമിനകത്തൊന്നും ഇവിടെ വെക്കുന്ന ഈ ലഹരി വളരെ പെട്ടെന്ന് ബ്രെയിനിലേക്ക് പാസ് ചെയ്യും, പെട്ടെന്ന് ഡയറക്റ്റ് പാസ് ചെയ്യും. അപ്പോൾ അതിൻ്റെ സ്റ്റിമുലേഷൻ ഉണ്ട്. അത് ആളുകൾ കാണുമോ അല്ല, നല്ല ഇങ്ങനെ ആക്കി ഇവിടെ വെച്ച് കഴിഞ്ഞാൽ സേഫായിട്ട് ഇരിക്കും, പുകയില്ല, മണക്കില്ല, കയ്യും കാലും ആടുമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് പോക്കറ്റ് സാധനം വെക്കുകയും ചെയ്യാം, ഒരു സേഫായിട്ട് ഉപയോഗിക്കാൻ പറ്റുമെന്നുള്ള ധാരണ കൊണ്ട് ബഹുഭൂരിപക്ഷം കുട്ടികളും ക്ലാസ് മുറിയിൽ പോലും ഇത് വെച്ചിട്ട് കോളേജിൽ പോലും ക്യാസ് വെച്ചിട്ട് ഉപയോഗിക്കുന്ന കുട്ടികളുണ്ട്. പലവരും ഓഫീസ് വെച്ച് ഉപയോഗിക്കുന്നവരുണ്ട്, പലരും ബോട്ട് ഡ്രൈവർമാരെല്ലാം ഓൾമോസ്റ്റ് ഡ്രൈവേഴ്സായ ആളുകളെല്ലാം ഇത് ഉപയോഗിക്കുന്നുണ്ട്. ഉറക്കം വരാതിരിക്കാനും ഒന്ന് ഉണർന്നിരിക്കാനും എന്ന് പറഞ്ഞുകൊണ്ടാണ് മിക്ക ലോറികളിലെ ട്രാൻസ്പോർട്ട് വണ്ടികളിലെ ഡ്രൈവർമാരെല്ലാം ഉപയോഗിക്കുന്നത്. പക്ഷേ എന്താ, ദാമ്പത്യ ജീവിതം പരാജയമാണ്. ഡെഫിനറ്റ്ലി ഭാര്യ-ഭർത്തൃ ബന്ധം പരാജയം, ന്യൂറോ സിസ്റ്റത്തിനെ, ട്രാൻസ് സിസ്റ്റത്തിനാണ് ഇതൊക്കെ ബാധിക്കുന്നത്. അപ്പം ഇത് പറഞ്ഞു വരുന്നത്, ഈ ലഹരി ഉൽപ്പന്നം
കത്തെക്കുറിച്ച് ഞാൻ മാനവിക സ്കൂളിൽ ഞാൻ ക്ലാസ് എടുത്ത് ഞാൻ വീട്ടിൽ പോയപ്പോൾ 2 ദിവസം കഴിഞ്ഞപ്പോൾ ടീച്ചറിനെ വിളിച്ചിട്ട് പറയുകയാണ്, 4 ദിവസമായി, ഫിലിപ്പ് സാറും മകേഷ് സാറും ഒന്നും കൊണ്ട് വരണം, നിങ്ങൾ ക്ലാസ് എടുത്ത് പോയപ്പം ഒരു കുട്ടി ഒരു കത്ത് എഴുതിയിട്ട് ഒരാളുടെ കൈ കൊടുത്തു. ഞങ്ങൾ ഈ നിലമ്പൂർ മാനവിക സ്കൂളിൻ്റെ പുറത്തൊരു കടക്കാരന് കൊടുത്ത കടക്കാരൻ കത്തുമായിട്ട് അവിടെ വന്നിട്ടുണ്ട്, ഇന്ന് 3 ദിവസം അയാൾ കട തുറന്നിട്ട് അയാൾ കട തുറക്കുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ടീച്ചർ നാളെ എനിക്ക് വല്ല മറ്റന്നാൾ വരാൻ പറഞ്ഞു. 5-ാമത്തെ ദിവസം ഞാനും മകേഷും സ്കൂളിലെത്തിയപ്പോൾ ഒരു കുഞ്ഞ് മിനി ഓഡിറ്റോറിയം ഉണ്ട്, കുറച്ച് കുട്ടികളെല്ലാം വിളിച്ച് അധ്യാപകരുണ്ട്, ടീച്ചറും ഈ മനുഷ്യൻ അവിടെ നിൽക്കുന്നു, വലിയ ഐറ്റമായിട്ടുള്ള മനുഷ്യനാണ്, അയാൾ നിൽക്കുന്നു, ഞാനും ഉണ്ട്, എല്ലാവരും ഉണ്ട്. അവിടെ വെച്ചിട്ട് ഈ കത്ത് വായിക്കും. കത്ത് എങ്ങനെയാണ് കേട്ടോണേ? കത്ത് ഇങ്ങനെയാണ്: പ്രിയപ്പെട്ട ഇക്ക, എൻ്റെ പേര് അൻഷിത സി, നിലമ്പൂർ മാനവേദൻ ഹയർ സെക്കൻഡറി സ്കൂൾ നിലമ്പൂരിൽ 10C ക്ലാസ്സിലാണ് ഞാൻ പഠിക്കുന്നത്. എൻ്റെ വീട് വടപുറത്താണ്. എൻ്റെ ഉപ്പ ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറാണ്. എൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്ന വിവേക് നിങ്ങളുടെ കടയിൽ നിന്ന് പലപ്പോഴും ഹാൻഡ്സ് വാങ്ങി ഉപയോഗിക്കുന്നു. അതിൻ്റെ പേര് ഹാൻഡ്സ് അല്ല, അതിൻ്റെ പേര് ക്യാൻസർ പൊതിയാണെന്ന് ഇന്നാണ് എനിക്ക് തിരിച്ചറിയാൻ സാധിച്ചത്. ഫിലിപ്പ് സാറും മകേഷ് സാറും വന്ന് ക്ലാസ് എടുത്ത ശേഷം ഞാൻ എൻ്റെ വീട്ടിലെത്തി. ഇപ്പോൾ സമയം 12:15, എനിക്ക് ഉറക്കം വരുന്നില്ല. എൻ്റെ കത്ത് നിങ്ങൾ എപ്പോഴാണോ വായിച്ചു തരുന്നത് അപ്പോൾ നിങ്ങളുടെ കടയിലെ ഈ ക്യാൻസർ പൊതികൾ മുഴുവനും എടുത്ത് ഉപേക്ഷിക്കുമെന്ന് ഞാൻ വിശ്വസിച്ചു കൊള്ളട്ടെ. സ്നേഹപൂർവ്വം മകളെന്ന് കരുതിക്കൊണ്ട് അൻഷിത സി, മാനവേദൻ ഹയർ സെക്കൻഡറി സ്കൂൾ 10C ക്ലാസ്. ഇത്ര എഴുതിയ കത്ത് നിർത്തിയേക്കണേ. എന്നിട്ട് ഈ കത്ത് ഇത്ര എഴുതി നിർത്തിയിട്ട് ഈ മോള് വീണ്ടും എഴുതിയിട്ടുണ്ട്. അതാ രസം, വീണ്ടും എഴുതിയിട്ടുണ്ട് മോള്. ആ കത്തോടെ വെച്ചിട്ട് ഇവള് കിടന്നു എന്നാണ് പറയുക. രാവിലെ എഴുന്നേറ്റിട്ട് ഇവള് വീണ്ടും എഴുതിയതിൻ്റെ അടിയിൽ, പ്രിയപ്പെട്ട ഇക്ക, നിങ്ങൾക്ക് 3 പെൺകുട്ടികളല്ലേ, ഭാവിയിൽ അവരെ കല്യാണം കഴിച്ച് കൊടുക്കുമ്പം അവരെ കെട്ടിക്കൊണ്ടുപോകുന്ന പുരുഷന്മാർ കടുത്ത ലഹരി പദാർത്ഥങ്ങൾക്ക് അടിമപ്പെട്ടവരാണെന്ന് തിരിച്ചറിയുമ്പോൾ ഒപ്പ എന്ന സ്ഥാനത്ത് നിന്നുകൊണ്ട് ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് സങ്കടം വരുമോ ഇല്ലയോ? ഈ വരി എൻ്റെ അടി എഴുതിയിട്ടാണ് രാവിലെ സ്കൂളിൽ പോയപ്പോൾ ഇവള് ആ കട എടുത്ത് കൊടുത്തു. എന്താ ചോദിച്ചു? വായിക്കാൻ പറഞ്ഞു. വൈകുന്നേരം വന്നപ്പോൾ കട ഷട്ടർ താഴ്ന്നു കിടക്കുന്നു. നല്ല തിരക്കുള്ള സമയത്ത് ഷട്ടർ അടഞ്ഞു കിടക്കുന്നു. പിറ്റേ ദിവസം രാവിലെ വീണ്ടും പോയപ്പോൾ കട തുറന്നിട്ടില്ല. 2-ാമത്തെ ദിവസം കത്തുമായിട്ട് ടീച്ചർ എടുത്തി. 3-ാം ദിവസം എന്നെ വിളിക്കുന്നു. 4-ാമത്തെ ദിവസം ഫംഗ്ഷനിൽ ഞാനും മകേഷും പങ്കെടുക്കുകയാണ്. അപ്പോൾ ഈ മനുഷ്യൻ പറയുന്ന കാര്യം എന്താ അറിയാം നിങ്ങൾ? സാറേ 19 വർഷം ഞാൻ റിയാദിൽ ജോലി ചെയ്തു സാറേ. ഒരു 10-12 ഇതുണ്ട്, വാടക കോട്ടേഴ്സ് ഉണ്ട് എനിക്ക് സാറേ. ഒരു പലചരക്കടയുണ്ട് സാറേ. അവിടെ പലചരക്ക് സാധനം വെക്കുമ്പോൾ ബംഗാളിമാർ ഭായിമാരുള്ളത്, ഓർക്ക് കൊടുക്കണമെങ്കിൽ സാധനം ഈ ആൻസ് കൊടുത്താലേ പലകച്ചവടം എടുത്ത് തീരുള്ളൂ. ആൻസ് കൊടുത്താലേ പലചരക്ക് കാര്യം കച്ചവടം ഞാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ എൻ്റെ കച്ചവടം പോകും സാറേ. ഒരു വേറെ എവിടെയെങ്കിലും പോയി സാധനം പോകും. അങ്ങനെ ഓർക്ക് കൊടുത്ത കൂട്ടത്തിൽ കുട്ടികൾ വാങ്ങിയിട്ടുണ്ടാവും, അല്ല കുട്ടിയൊക്കെ ഞാൻ കൊടുത്തില്ല സാറേ. പക്ഷേ ഇന്നെ 5 പ്രാവശ്യം നിലമ്പൂർ പോലീസ് പിടിച്ചിട്ടുണ്ട് സാർ. ഈ സാധനം വിട്ടിട്ട് സ്കൂളിൻ്റെ അടുത്ത് വിട്ടിട്ട് 5 പ്രാവശ്യം നിലമ്പൂർ പോലീസ് എന്നെ പിടിച്ചിട്ടുണ്ട് സാർ. പക്ഷേ ഇനി അത് വെക്കൂല. എൻ്റെ കണ്ണ് തുറപ്പിച്ച് പൊന്നുമോള് സാറേ, എൻ്റെ കണ്ണ് തുറപ്പിച്ച് നോക്കണം. 5 പ്രാവശ്യം ഈ സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് വിറ്റിട്ട് പോലീസ് പിടിച്ചിട്ടും മാനസാന്തരപ്പെടാത്തൊരു മനുഷ്യനെ 14 വയസ്സുകാരായ വടവരത്തിൽ ഓട്ടോറിക്ഷക്കാരൻ്റെ മകള് ഉറങ്ങാതെ രാത്രി പേനയും പേപ്പറും എടുത്ത് അവളുടെ ക്ലാസ്സിൽ പഠിക്കുന്ന വിവേക് എന്ന് പറയുന്ന കുട്ടി ഇത് ഉപയോഗിക്കുന്നത് തിരിച്ചറിഞ്ഞപ്പം, ഇത് ഒരു രാസലഹരി തന്നെയാണെന്ന് തിരിച്ചറിഞ്ഞപ്പം അവൾ എഴുതിയ വരികളുണ്ട്: പ്രിയപ്പെട്ട ഇക്ക, നിങ്ങൾക്ക് 3 പെൺകുട്ടികളല്ലേ, ഭാവിയിൽ അവർ വിവാഹം ചെയ്ത് കൊടുക്കുമ്പോൾ അവർ കെട്ടിക്കൊണ്ടുപോകുന്ന പുരുഷന്മാർക്ക് അടുത്ത ലഹരി പദാർത്ഥങ്ങൾക്ക് അടിമപ്പെട്ടവരെന്ന് തിരിച്ചറിഞ്ഞാൽ ഒപ്പ എന്ന സ്ഥാനത്ത് നിന്നുകൊണ്ട് ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് സങ്കടം വരുമോ ഇല്ലയോ? ഈ ഒരു വാക്കാണ് ആ മനുഷ്യനെ തിരുത്തിയത്. നോക്കണം. പിന്നെ മനുഷ്യൻ പറയാം, സാറേ എൻ്റെ കടയിൽ ഒരുപാട് സാധനം കേടായി, ഫ്രൂട്ട്സും ഒക്കെ ഉണ്ട് എൻ്റെ കടയിൽ, ഞാൻ ഫ്രിഡ്ജ് സാധനം ഒന്നും ഓണോ ഓഫാക്കില്ല, അന്ന് കട ഞാൻ ഷട്ടർ താത്തിയതാണ്, എനിക്ക് ഉറക്കം കിട്ടില്ല സാറേ, എൻ്റെ കുട്ടിക്ക് വേണ്ടിയിട്ട് ഞാൻ ഇത്രയും നാൾ ജീവിച്ച്, എൻ്റെ 3 പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ട്. അല്ലേ? ആ കാര്യമാണ് ആ കുഞ്ഞവിടെ എഴുതിയത്. നിങ്ങൾ ഏതെങ്കിലും കടയിൽ കാണുമ്പോൾ, ഇപ്പോൾ കാഞ്ഞിരപ്പള്ളിയിൽ ഞാൻ ക്ലാസ് എടുത്തപ്പോൾ ശേഷം ഒരു കുട്ടിക്ക് കത്തെഴുതി, അങ്കിൾ പറഞ്ഞതിന് ശേഷം ഞാൻ ഈ കടക്കാരനെടുത്ത് ഒരു കുഞ്ഞ് കത്തെഴുതി കൊടുത്തു. ആ കടക്കാരൻ എൻ്റെ കത്ത് കടയുടെ പുറത്ത് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് ഫിലിപ്പങ്കിളെ എന്ന് പറഞ്ഞ് ഫോട്ടോ എനിക്ക് അയച്ചു തന്നു. എങ്ങനെയെന്നറിയാമോ? പ്രിയപ്പെട്ട ചേട്ടാ, ഞാൻ പൊൻകുന്നം ബസ് സ്റ്റാൻഡിൽ നിൽക്കുമ്പോഴാണ് നിങ്ങളുടെ കടയെ ശ്രദ്ധിക്കുന്നത്. നിങ്ങളുടെ കടയുടെ മുമ്പിൽ വെച്ചിട്ട് ഒരു ആള് സിഗരറ്റ് വാങ്ങുകയും അത് കത്തിക്കുന്നതും കണ്ടു. ഒറ്റ നോട്ടത്തിൽ എൻ്റെ അച്ഛനെ പോലെ തോന്നുന്നു. ആ ശരീരമൊക്കെ കണ്ടിട്ട് എനിക്ക് അച്ഛനില്ല, മരിച്ചുപോയി, അച്ഛന് ക്യാൻസർ ആയിരുന്നു. ദയവ് ചെയ്ത് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്, നിങ്ങളുടെ കടയിലെ സ്റ്റോക്ക് തീരുന്നത് വരെ ഈ സിഗരറ്റ് കച്ചവടം ചെയ്തു, അത് തീർന്നാൽ അടുത്ത് സ്റ്റോക്ക് എടുക്കാതെ ഈ സിഗരറ്റ് ഉൽപ്പന്നങ്ങൾ വിൽക്കാതെ മറ്റ് സാധനങ്ങൾ മാത്രം വിറ്റുകൊണ്ട് കുടുംബം പുലർത്താൻ പറ്റുമോ? ആജ്ഞയല്ല, എൻ്റെ അപേക്ഷയാണ്, പ്രാർത്ഥനയോടെ. എന്നിട്ട് ഈ മകള് ഈ കത്ത കടക്കാരൻ്റെ കൈ കൊണ്ട് കൊടുത്തെന്ന്. പിറ്റേ ദിവസം ഈ കുട്ടി ബസ് സ്റ്റാൻഡിൽ വന്ന് നോക്കുമ്പോൾ കണ്ട കാഴ്ച, ഈ കടക്കാരൻ ആ കടയുടെ പുറത്ത് ഒരു കുഞ്ഞ് ബോർഡ് ഉണ്ടാക്കിയിട്ട് കറുത്ത ബോർഡിൽ ഈ ലെറ്റർ ഒട്ടിച്ച് വെച്ചു. എന്നിട്ട് അതിൻ്റെ അടി ചെയ്തിരിക്കുന്നു, ഒരു മകൾ എനിക്ക് സമ്മാനിച്ച തിരുത്ത്, ഞാനതവിടെ അനുസരിക്കുന്നു, നാടെന്നോട് പൊറുക്കുക, ഇത്രയും നാൾ ലഹരി പദാർത്ഥങ്ങൾ വിറ്റതിന്. ആ മനുഷ്യൻ്റെ അടി എഴുതി വെച്ചേക്കാന്ന്. അങ്ങനെ കാഞ്ഞിരപ്പള്ളിയിൽ ആ പരിസരത്ത് മുഴുവൻ എല്ലാ കടകളും ഈ കുട്ടിയെ അന്വേഷിച്ച് പോയിട്ട് ആ കുട്ടിയെ കണ്ടെത്തിയിട്ട് അവക്ക്
ഒരു പുരസ്കാരം കൊടുത്തു. നോക്ക് ഇല്ലേ, ഇതുപോലെ എത്രയോ കുട്ടികൾ ഈ വേദിയിൽ ഇരിക്കുന്നുണ്ട്. ലഹരിക്കെതിരെ നമുക്ക് നമ്മുടെ കുഞ്ഞ് കൈകൾ ഉപയോഗിച്ച് കുഞ്ഞ് ചിന്ത ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ സംസാരങ്ങളും സോഷ്യൽ മീഡിയ ബന്ധങ്ങളും അല്ലെ വീഡിയോകളൊക്കെ ചെയ്തുകൊണ്ട് സമൂഹത്തെ എന്തെല്ലാം രീതിയിൽ നമുക്ക് പരിവർത്തനം ചെയ്യാൻ പറ്റും. നമ്മളായിരിക്കുന്ന മേഖല മാത്രം നോക്കിയാൽ, ഞാൻ പറയുന്നു നിങ്ങൾ നിങ്ങളുടെ അയൽവക്കത്ത് മാത്രം നോക്കിയാൽ മതി. ലഹരിയുടെ ദുരന്തം അടുത്ത് വെട്ടി നോക്കിയാൽ മതി. അവിടെ ലഹരി ഉണ്ടെങ്കിൽ തിരുത്താൻ നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. ഈ ലോകം നന്നാവും, ഈ ലോകം നന്നാവും അല്ലേ. ഒരു വ്യക്തി നന്നായി ലോകം നന്നാവും. ആ കഥ തന്നെ പറയുന്നുണ്ടല്ലോ, ഒരു ബാപ്പ വീട്ടിൽ വരുമ്പോൾ വേൾഡ് മാപ്പ് ആയിട്ടാണ് വീട്ടിലോട്ട് വരുന്നത്. വേൾഡ് മാപ്പ് ബാപ്പ അവിടെ കൊണ്ടുവച്ചു. കുളിക്കാൻ കയറിയ സമയത്തിന് 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന സുക്കൂർ എന്ന് പറയുന്ന വികൃതിയായ മകൻ എന്ത് ചെയ്തു, ആ വേൾഡ് മാപ്പ് ആ കളിക്കിനിടയിൽ ഇങ്ങനെ തലങ്ങും വിലങ്ങും ഇങ്ങനെ ആ വേൾഡ് മാപ്പ് എടുത്ത് കളിച്ചിട്ട് ഇങ്ങനെ കീറി അവിടെ ഇട്ടു, നിലത്തിട്ടു വേൾഡ് മാപ്പ്. ബാപ്പ നോക്കിയപ്പോൾ വേൾഡ് മാപ്പ് കീറി കിടക്കണ്. ബാപ്പ അവിടെ ഇരുന്നിട്ട് കീറിയ വേൾഡ് മാപ്പ് എല്ലാം ഒന്ന് ഓർഡർ ചെയ്യാൻ നോക്കി. എങ്ങനെ നോക്കിയിട്ട് ഈസ്റ്റ് വെസ്റ്റ് നോർത്തും ബംഗാൾക്കോടും അറബിക്കടലും ഒന്നും യഥാസ്ഥാനത്ത് വരുന്നില്ല. ബാപ്പ ഒരു മര്യാദ റെഡിയാക്കില്ല, കിടത്തി ഉറക്കില്ല, നിന്നെ പച്ചവെള്ളം തരില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ബാപ്പ നേരെ ഭക്ഷണം കഴിക്കാൻ പോയി ഡൈനിങ് ഹാളിൽ ഇരുന്നു. ഉമ്മ പറഞ്ഞു, പാവം കുട്ടിയല്ലേ, ഓനല്ലേ ഇങ്ങനെ തന്നെ ചൂടാകണമെന്ന് പറഞ്ഞു. അങ്ങനെ ബാപ്പ പറഞ്ഞു, ഒരു വെള്ളം പോലും അവന് കൊടുക്കൂല, ഞാൻ അവക്ക് കൊണ്ട സാധനം കീറി ഇട്ടക്കണുണ്ടല്ലേ അവന് പറഞ്ഞു. അങ്ങനെ ഭക്ഷണം കഴിച്ച് തിരിച്ചു വരുമ്പോൾ വേൾഡ് മാപ്പ് എല്ലാം ഈ കീറിയത് എല്ലാം റെഡിയാക്കിയിട്ട് അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഈ 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന സുക്കൂർ കയ്യും കെട്ടി നിൽക്കുന്നുണ്ട്. ഇവരോട് ചോദിച്ചു, നിന്നെ ഭൂമിശാസ്ത്രം പഠിപ്പിക്കുന്നുണ്ടോ ചോദിച്ചു. ഇല്ല. പിന്നെ എങ്ങനെ ബാപ്പാൻ്റെ കുട്ടി ഇത് റെഡിയാക്കി ചോദിച്ചു. അപ്പം ഞാൻ അതിൻ്റെ പുറകിൽ സിനിമാ നടൻ്റെ ഫോട്ടോ കണ്ടു. കാരണം ഈ കീറിയ വേൾഡ് മാപ്പിൻ്റെ പുറകിൽ സിനിമാ നടൻ്റെ ചിത്രമാണ് കുട്ടി കണ്ടത്. ആ സിനിമാ നടൻ്റെ തല എവിടെ നിൽക്കണം, കണ്ണെവിടെ നിൽക്കണം, മൂക്കെവിടെ നിൽക്കണം, ചുണ്ടെവിടെ നിൽക്കണം, വിരലെവിടെ നിൽക്കണം, പാദം എവിടെ നിൽക്കണം, എല്ലാം നോക്കി 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 ഒരു ഭാഗത്തൊരു വ്യക്തിനെ അങ്ങോട്ട് നന്നാക്കിയപ്പോൾ അല്ലേ, ഒരു ഭാഗത്ത് ഒരു വ്യക്തി ഇങ്ങോട്ട് നന്നായി. നോക്കുമ്പോൾ ഒരു വ്യക്തി ഒരു ഭാഗത്ത് നന്നായപ്പം മറുഭാഗത്ത് ഒരു ലോകവും നന്നായി. നമ്മളൊരു വ്യക്തി നന്നായാൽ മതി, നമ്മുടെ വീട് നന്നാകും, നമ്മുടെ ദേശം നന്നാകും, നമ്മുടെ നാട് നന്നാവും അല്ലേ. നമ്മളൊരു വ്യക്തി നന്നായാൽ മതി. ആ കഥ ഏതാ പറയണത് എന്ന് പറഞ്ഞ പോലെ നമ്മുടെ അയൽവക്കത്തേക്ക് മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. അവിടുത്തെ ദുരന്തത്തെ ഇല്ലാതാക്കാൻ നമ്മൾ ശ്രമിച്ചാൽ ഈ നാട് നന്നാകും, ഒരു സംശയമൊന്നുമില്ല. അപ്പം പ്രിയപ്പെട്ട മക്കളെ, കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. പ്രത്യേകിച്ച് പെൺകുട്ടികളൊക്കെ ശ്രദ്ധിച്ചോണം. ഇനിയൊക്കെ നിങ്ങൾ ഇവിടുന്ന് ഹയർ സ്റ്റഡിയൊക്കെ ചെയ്ത് പോകുമ്പോൾ അപരിചിതർ തരുന്ന വെള്ളവും ജ്യൂസും ഒന്നും നിങ്ങൾ കഴിക്കരുത്. ശ്രദ്ധിക്കണേ, ഞാനത് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ഇനി പ്രധാന കാര്യമാണ് പറയണത്. നോക്കണം, മലപ്പുറം ജില്ലയിൽ 168 പെൺകുട്ടികൾ MDMAക്ക് അഡിക്റ്റഡ് ആണ്. അതിലെല്ലാവരും രഹസ്യമായി ട്രീറ്റ്മെൻറ്റ് നടക്കുന്നുണ്ട്. ഏറ്റവും കൂടുതൽ എറണാകുളം ജില്ലയിലാണ്. 398 പെൺകുട്ടികൾ എറണാകുളം ജില്ലയിൽ MDMAക്ക് അഡിക്റ്റഡ് ആണ്. ഏറ്റവും കുറവ് ഇടുക്കി ജില്ലയിലാണ്. ഏറ്റവും കുറവ് ഇടുക്കി ജില്ലയിലാണ്. എന്തുകൊണ്ടാണ് നിങ്ങൾ ശ്രദ്ധിച്ചോണം. ഇത്രയും കുട്ടികൾ ഈ കൗൺസിലിങ്ങിൽ പറഞ്ഞിരിക്കുന്ന വെളിപ്പെടുത്തൽ ഞെട്ടിക്കുന്നതാണ്. ഇവരെല്ലാം പറഞ്ഞിരിക്കുന്നത് ഇവരാരും MDMA അന്വേഷിച്ച് പോയി ഉപയോഗിച്ചവരല്ല. ഈ പെൺകുട്ടികൾ മുഴുവൻ ചതിയിലൂടെ ഉപയോഗിച്ചവരാണ്. അതിൽ ബഹുഭൂരിപക്ഷം വരുന്ന കുട്ടികളും അവരുടെ ഏറ്റവും വലിയ പ്രൈവസി പോലും അവർക്ക് നഷ്ടപ്പെട്ടു പോയ ചരിത്രങ്ങൾ അവർക്ക് പറയാനുള്ളത്, ഹൃദയം തകർന്ന അവർക്ക് സങ്കടങ്ങൾ പറയാനുള്ളത്. എല്ലാം ഇവിടുന്ന് ദൂരദേശങ്ങൾ പഠിക്കാൻ പോയപ്പം അവിടുത്തെ സൗഹൃദങ്ങളിലും കൂട്ടിലും യാത്രകളിലും മ്യൂസിക് ഇവൻറ്റുകളിലും ഈ പറയുന്ന ആഘോഷരാവുകൾ DJ പാർട്ടികളിലും നൈറ്റ് ക്ലബ്ബുകളിലൊക്കെ പോകുമ്പം അവിടെ വെച്ച് കൊടുക്കുന്ന റീഫ്രഷ്മെൻറ്റ് കൊടുക്കുന്ന വെള്ളവും ജ്യൂസും കോഫിയും ഭക്ഷണ പാനീയങ്ങളിലൂടെയാണ് പല കുട്ടികളും ഈ പറയുന്ന സൈക്കോട്രോപ്പി ഈ സബ്സ്റ്റൻസ് ഉപയോഗിച്ചിട്ടുള്ളത്. നിങ്ങൾക്കൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം. MDMA എന്ന് പറയപ്പെടുന്ന രാസലഹരി ഉണ്ടാക്കിയ രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ ജനിപ്പിച്ച രാജ്യം ജർമ്മനിയാണ്. ജർമ്മനി എന്ന് പറയുന്ന വികസിത രാജ്യമാണ്. 1910 മെർക്ക് എന്ന് പറയുന്ന ഒരു ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയിൽ മെർക്ക് ആൻഡൻ കൊളീഷ് എന്നറിയപ്പെടുന്ന ഒരു സയൻറ്റിസ്റ്റാണ് ഈ പറയുന്ന MDMA ഡെവലപ്പ് ചെയ്തത്, കണ്ടുപിടിക്കുന്നത്. അങ്ങനെ ആ കെമിസ്റ്റ് ഇതിനെ കണ്ടുപിടിച്ചു. മെർക്ക് ആൻഡൻ കൊളീഷ് എന്നറിയപ്പെടുന്ന സയൻറ്റിസ്റ്റ് ലോകത്തിലെ ഏറ്റവും വലിയ അറിയപ്പെടുന്ന ഏറ്റവും കൂടുതൽ അക്ഷാരവങ്ങളോടെ ലോകത്ത് ഏറ്റവും കൂടുതൽ നൊബേൽ പുരസ്കാരത്തിനൊക്കെ വേണ്ടി നോമിനേറ്റ് ചെയ്യപ്പെട്ട ഒരു കല്ലുപിടുത്തം നടത്തിയ വ്യക്തിയാണ് ഈ മെർക്ക് ആൻഡൻ കൊളീഷ്. 1910 നിന്ന് 1980-85 കാലഘട്ടങ്ങളിൽ ഈ 3,4 മെത്തലിൻ ഡയോക്സി മെത്താംഫിറ്റം എന്നറിയപ്പെടുന്ന 29 തന്മാത്രകൾ, കാർബൺ 14, ഹൈഡ്രജൻ 11, നൈട്രജൻ 2, ഓക്സിജൻ 1 അടങ്ങുന്ന 29 തന്മാത്ര അടങ്ങിയിരിക്കുന്ന ഈ മെത്തലിൻ ഡയോക്സി മെത്താംഫിറ്റം എന്ന് പറയപ്പെടുന്ന ഈ സിന്തറ്റിക് ഡ്രഗ്സ് ശ്രദ്ധിച്ച് കേട്ടോണേ, ഇത് പറഞ്ഞ് നിർത്താൻ പോവാണ്. ഈ സാധനം 1985 ചെക്കസ്ലോവാക്യ, ഹംഗറി, സ്വീഡൻ, ഡെൻമാർക്ക് പോലുള്ള വികസിത രാജ്യങ്ങൾ ഇതിനെ കെമിക്കലി സിന്തസൈസ് ചെയ്തിട്ട് ഇതിൻ്റെ 29 തന്മാത്ര എന്നുള്ളതൊന്ന് വിഘടിപ്പിച്ച് കെമിക്കലി സിന്തസൈസ് ചെയ്ത് 35-40 തന്മാത്രയിലേക്കൊക്കെ മാറ്റി പേര് മാറ്റി എക്ടസിം, ആൻറ്റിമോളി, പിന്നെ പ്രാദേശിക പേരിൽ കൽക്കണ്ടം, വൈര്, കല്ല്, ലോവർ, സ്റ്റിക്സർ എന്നുള്ള പേരുകളൊക്കെ മാറ്റി പല പേരിൽ ഈ സാധനം അറിയപ്പെടുന്നുണ്ട്. നമ്മുടെ നാട്ടിലെ പ്രാദേശിക പേരനുസരിച്ച് കൽക്കണ്ടം, പൊടി, മിത്ത്, ഗോള് എന്നൊക്കെ പേര് അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ ഈ സാധനം ഇന്ന് ശ്രദ്ധിച്ച് കേട്ടോണം, ഈ സാധനത്തിന് രുചിയില്ല, മണമില്ല, സെൻസറുകൾക്ക് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണ്.
ഒന്നുകൂടെ പറഞ്ഞുതരാം. ഇതിന് ഒരു പേര് കൂടി ഉണ്ട്. ഇതിന് പാർട്ടി ഡ്രഗ് എന്ന പേരിൽ MDMA അറിയപ്പെടും. നോക്കണം, പാർട്ടി ഡ്രഗ് എന്ന പേരിൽ MDMA അറിയപ്പെടും. PSCക്കൊക്കെ ചോദ്യമാണ്, താഴെ പറയുന്ന സബ്സ്റ്റൻസുകളിൽ ഈ പറയുന്ന ഒരു വിഭാഗം പാർട്ടി ഡ്രഗ് എന്ന പേരിൽ അറിയപ്പെടുന്നു, ഏതാണ് ആ സബ്സ്റ്റൻസ്? ഒരു ചോദ്യം PSCക്ക് ചോദിച്ച വാട്ടതിരിച്ച് ചോദിച്ച ചോദ്യമാണ്. നോക്കണം, താഴെ 4 ഓപ്ഷൻ കൊടുത്ത് പെപ്തലിൻ, ഹെറോയിൻ, ബ്രൗൺ ഷുഗർ, MDMA. അല്ല, ഓപ്ഷൻ വന്നെങ്കിൽ MDMA ഉണ്ട് അതിനകത്ത്. MDMA ആണ് പാർട്ടി ഡ്രഗ് എന്ന പേരിൽ അറിയപ്പെടുന്ന ലഹരി. ആ പാർട്ടി ഡ്രഗ് എന്നറിയപ്പെടുന്ന ലഹരി ഏതാണെന്ന് ചോദിച്ചു. അപ്പോൾ നോക്കണം, 18 പരം സൈക്കോട്രോപിക് സബ്സ്റ്റൻസുകൾ കില്ലഡസ് കാറ്റഗറിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതും ചോദിക്കുന്നുണ്ട്. എത്ര ടൈപ്സ് കാറ്റഗറി, എത്ര ടൈപ്സ് സിന്തറ്റിക് ഈ ഡ്രഗ്സുകളാണ്, സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് ആണ് കില്ലഡസ് കാറ്റഗറിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്? 16, 13, 8, 7 അല്ലെ? 18 പരം സൈക്കോട്രോപിക് സബ്സ്റ്റൻസുകളാണ് കില്ലഡസ് കാറ്റഗറിയിൽ ഉള്ളത്. അപ്പോൾ ഏതൊക്കെയാണ്? ഈ പറയുന്ന MDMA, പെപ്തലിൻ, ഹെറോയിൻ, ബ്രൗൺ ഷുഗർ, ആഷിക് ഓയിൽ പോലുള്ള 18 എണ്ണം ഉണ്ട് അതിനകത്ത് പ്രത്യേകം ശ്രദ്ധിച്ചോണേ. അതിനകത്ത് ഒരുത്തരം ഈ കില്ലഡസ് കാറ്റഗറി എന്താ? ഒരു തവണ ഉപയോഗിച്ച രണ്ടാമത് ഉപയോഗിക്കാൻ ശരീരം ആവശ്യപ്പെടുന്ന ലഹരി പദാർത്ഥങ്ങൾ ഏതോ അതെല്ലാം കില്ലഡസ് കാറ്റഗറിയിൽ ഉള്ളതാണ്. അതായത് ഒരു പ്രാവശ്യം ഉപയോഗിച്ചാൽ, അറിഞ്ഞോ അറിയാതെയോ ഒരു പ്രാവശ്യം ഫസ്റ്റ് അറ്റംപ്റ്റ് നടത്തിയാൽ രണ്ടാമത് ഉപയോഗിക്കാൻ ശരീരം ആവശ്യപ്പെടുന്ന സൈക്കോട്രോപി സബ്സ്റ്റൻസുകൾ ഏതോ അതെല്ലാമാണ് കില്ലഡസ് കാറ്റഗറി ഉള്ളത്. അതുകൊണ്ട് തന്നെ നാഷണൽ ഡ്രഗ് ആൻഡ് സൊസൈറ്റി പറയുന്നുണ്ട്, അറിഞ്ഞോ അറിയാതെയോ ഫസ്റ്റ് ഡോസ് എടുത്തു പോലും നിങ്ങൾ പരീക്ഷണം നടത്തരുത്. അത്രമേൽ അഡിക്ഷൻ ഉണ്ട് ഈ 18 എണ്ണത്തിൽ ഏതൊരുവനും. തമാശയ്ക്ക് ഉപയോഗിച്ചാൽ മതി ഏതെങ്കിലും ഒന്ന്. അതിനകത്ത് ഒരുത്തിന് പ്രത്യേകത ഉണ്ട്. എന്താ? ഒരുത്തൻ പാർട്ടി ഡ്രഗ് എന്ന പേരിൽ അറിയപ്പെടുന്നുണ്ട്. ഇപ്പം ഈ ഓഡിറ്റോറിയത്തിനകത്ത് ഈ കസേര വന്നിട്ട് അവിടെ ഇരിക്കുക. ഈ കസേര ഫോട്ടോഗ്രാഫർ എടുത്ത് അവിടെ വന്നിരുന്നു, ഒരു കസേരയിൽ അവിടെ ഇരുന്നു. ഇവിടെ ചായ വെള്ളവും കൊടുക്കുകയാണ്. ചായ ഗ്ലാസ് വന്ന് എൻ്റെ തോന്നുന്നു അദ്ദേഹത്തിൻ്റെ കയ്യിലും കൊടുത്തു, അപ്പുറത്തെ മോളുടെ കയ്യിലും കൊടുത്തു. എനിക്ക് ഇവർക്ക് 2 പേർക്കും വേണമെങ്കിൽ ആര് പറയാതെ MDMA ഇവിടുന്ന് കൊടുക്കാൻ പറ്റും. അതാണ് പാർട്ടി ഡ്രഗ്സ് എന്ന പേരിൽ അവൻ അറിയപ്പെടുന്നത്. ഇതൊരു പാർട്ടിയാണ്. പക്ഷേ എനിക്ക് ഇവിടെ വെച്ചിട്ട് മദ്യം കൊടുക്കാൻ പറ്റുമോ? ആ ചായക്കകത്ത് മദ്യം വെച്ച് കൊടുക്കാൻ പറ്റുമോ? എന്നാൽ ആ ചായയുടെ കൂടെ സിഗരറ്റ് വലിക്കുന്നവന് കൊടുക്കാൻ പറ്റുമോ? എന്നെ ഓടിച്ചു വിടൂലേ? ബ്രൗൺ ഷുഗറും പെപ്തലിനും ഹെറോയിനും കൊടുക്കാൻ പറ്റും ഇവിടുന്ന്? അത് കൊടുക്കണമെങ്കിൽ സ്റ്റീൽ വേണം, പൈപ്പ് വേണം, അടി ചൂടാക്കണം, അല്ല കുഴൽ വേണം, ഇൻഹേൽ ചെയ്യണം, ആൾക്കാരൊക്കെ നോക്കൂലേ? പക്ഷെ ഇവിടുന്ന് എനിക്ക് കൊടുക്കാൻ പറ്റും. അപ്പം എന്താ സാധനം? എന്താ? MDMA കൊടുക്കാൻ പറ്റും. എങ്ങനെ? ഈ MDMA എന്ന് പറയുന്ന സാധനം ക്രിസ്റ്റൽ ടൈപ്പുള്ള കല്ലാണ്. അമ്മമാരൊക്കെ സഹോദരന്മാരെ മനസ്സിലാക്കുക, ക്രിസ്റ്റൽ ടൈപ്പുള്ള കല്ല്, ഒരു പഞ്ചസാര 3 തരി കഷ്ണമുണ്ടെങ്കിൽ ആ ഒരു വലിപ്പം ഉണ്ടാവും. ശരിക്കും നമ്മുടെ ഈ ചൂണ്ടുവിരലും തള്ളവിരലും ഇങ്ങനെ പ്രസ് ചെയ്താൽ മാക്സിമം നമ്മളിത് ഇങ്ങനെ പ്രഷർ കൊടുത്താൽ, കുറച്ച് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ഒരു 10 kg 10 kg വരെ നമുക്ക് ഈ പ്രഷർ ഇങ്ങനെ കൊടുക്കാൻ പറ്റും, 10 കിലോ വരെ. എന്നാൽ അതൊന്നും വേണ്ട. ഈ കൈയുടെ നടുക്ക് ഒരു തരി MDMA ഒരു കഷ്ണം എടുത്ത് വെച്ചിട്ട് ഈ ചൂണ്ടുവിരൽ വെച്ചിട്ട് ഞാൻ വെറും 400 ഗ്രാം പ്രഷർ കൊടുക്കുക. എന്നിട്ട് ഞാൻ ഇങ്ങോട്ട് കൈ അങ്ങോട്ടും ഇങ്ങോട്ട് സിപ്പ് ചെയ്തിങ്ങനെ ചെയ്തു. പൗഡർ പൊടിയുന്ന പോലെ പൊടിയും. പൗഡർ പൊടിയുന്ന പോലെ മുഖത്തിടുന്ന പൗഡർ കണ്ടുകൊണ്ട് അതുപോലെ പൊടിഞ്ഞു. ഈ പൗഡർ ഞാൻ എടുത്തിട്ട് ഈ മൊബൈലിൻ്റെ സ്ക്രീനിലിട്ടു. ഒരു മൊട്ടുസൂചി എടുത്തിട്ട് ഞാനൊന്ന് കുത്തി. എന്നിട്ട് ആ മൊട്ടുസൂചി ഇങ്ങനെ എടുക്കണം. X25 ഈ ഫോണ് ഞാൻ സൂം ചെയ്തിട്ട് മുട്ടുച്ചിയുടെ അഗ്രത്തിലുള്ള ഫോട്ടോ ഒന്ന് എടുക്കണം. വളരെ കുറച്ചുണ്ടാവുള്ള മുട്ടുച്ച അഗ്രത്തിനകത്ത് MDMA. അതും മതി ഇവിടെ ഇരിക്കുന്ന ഏതൊരു ചായയും, ഒരു സ്ട്രോങ് ചായ പോലും സോഡ പോലും കുടിക്കാത്ത നിങ്ങളുടെ ഒരു കുട്ടിയുടെ ആന്തരിക അവയവത്തിലേക്ക് ഈ മുട്ടിച്ച തലപ്പത്തുള്ള സാധനം എത്തിയാൽ മതി. പിന്നുണ്ടാകുന്ന കാര്യങ്ങളൊന്നും ഇവിടെ പറയാൻ പറ്റില്ല. ആ ബ്രെയിൻ സ്റ്റിമുലേറ്റ് ചെയ്യപ്പെട്ടു, ന്യൂറോ സിസ്റ്റം മൊത്തം കളിപ്പിച്ചു. പിന്നെ ഇമാജിൻ തോട്ട്സുകൾ വന്നു. നമ്മൾ ആരെല്ലാം ഇഷ്ടപ്പെട്ട് കണ്ടു അതെല്ലാം നമ്മുടെ ഫ്രെയിമിലേക്ക് നമ്മൾ വരുന്നു. അങ്ങനെ വല്ലാത്ത ഒരു സാഹചര്യം നമ്മളെ കൊണ്ടു ചെന്നെത്തിച്ചു. നോക്കണം എത്ര ഈ മൊട്ട് സൂചിയുടെ അഗ്രത്തിൽ എത്രയുണ്ട് അത്ര. ഇനി ഞാൻ ഒരാൾ ടാർഗറ്റ് ചെയ്തു. ഇവിടെയുള്ള ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ഒരു ആണ് ഞാൻ ടാർഗറ്റ് ചെയ്തു. നിങ്ങൾ നല്ല പൈസയുള്ള വീട്ടിൽ, നല്ല സമ്പന്ന വീട്ടിൽ നിന്ന ഒരു പെൺകുട്ടിയാണ്. പഠിക്കാൻ വേണ്ടി 40 ലക്ഷം വിട്ട് ജോർജിയയിലെ റഷ്യയിലെ MBBS പഠിക്കാൻ പറ്റിയ പെൺകുട്ടിയാണ്. ഞാനും അവിടെ ഉണ്ട്. എനിക്ക് എങ്ങനെയെങ്കിലും ആ പെൺകുട്ടിയെ വശത്താക്കണം. അവളുടെ പൈസയും സ്വത്തും അവളുടെ ശരീരം അവളെ എനിക്ക് ഉപയോഗപ്പെടുത്തണം. അപ്പം ഞാൻ എന്ത് ചെയ്തു? അവളോട് ചങ്ങാത്തം കൂടി അവളെ പുറകെയൊക്കെ നടക്കാൻ തുടങ്ങി. നോക്കണം, ഇതാര് പറഞ്ഞാന്നറിയാമോ? തിരുവനന്തപുരം ജില്ലയിലെ കമ്മീഷണർ മുമ്പാകെ 21 വയസ്സുകാരിയായി എഞ്ചിനീയർ പഠിക്കുന്ന ബാംഗ്ലൂരിലെ പത്തനംതിട്ടക്കാരിയായ ഒരു പെൺകുട്ടി കമ്മീഷൻ വെളിപ്പെടുത്തല. അങ്ങനെ ശേഷം പ്രതി ചേർക്കപ്പെട്ടവനെ വിളിച്ചു വരുത്തിയപ്പോൾ അവൻ പറഞ്ഞത് MDMA കുട്ടിക്ക് കൊടുത്ത ചരിത്രം പറയണം എങ്ങനെയാണെന്ന്. അവൻ ചോദിച്ചാൽ എങ്ങനെയാണ് ഇത് പഠിച്ചെന്ന് ചോദിച്ചപ്പം അത് ബാംഗ്ലൂരിലെല്ലാം ഇങ്ങനെയാണ് കൊടുക്കുന്നതെന്ന് പറഞ്ഞു. ഈ 1 ഗ്രാം MDMA പിടിച്ച് ഈ സ്ക്രീനിലിട്ടിട്ട് ഞാൻ എടുത്തിട്ട് എൻ്റെ നഖത്തിനകത്ത് വെച്ചൊന്ന് സ്റ്റാമ്പ് ചെയ്തു, നന്നാക്കി. വീണ്ടും എടുത്ത് ഈ നഖത്തിൽ വെച്ച് സ്റ്റാമ്പ് ചെയ്തു. ബാക്കിയെടുത്ത് നഖത്തിലെല്ലാം വെച്ച് ഞാൻ സ്റ്റാമ്പ് ചെയ്തു. ഒരു നഖത്തിനകത്തിരിക്കുന്ന എത്ര MDMA ഉണ്ടാവും? 1000 മുട്ടുസൂചിക്കകത്ത് എത്രയുണ്ടോ അതിൻ്റെ 2 ഇരട്ടി ഉണ്ടാവും ഒരു നഖത്തിനകത്തേക്ക് എനിക്ക് സ്റ്റാമ്പ് ചെയ്ത് ഇങ്ങനെ വെക്കാൻ പറ്റും, പ്രസ് ചെയ്തിട്ട്.
ഞാൻ ഈ ഫോട്ടോഗ്രാഫർ അവിടെ വന്നിരുന്നു, ആ മോൻ്റെ അടുത്ത് വന്നിരുന്നു, അപ്പുറത്തൊരു മോള് ഇരിക്കുന്നുണ്ട്. ചായ കൊടുക്കുന്നതിന് എൻ്റെ കയ്യിലെ പേനയോ ടോർച്ചോ ഇല്ല മൊബൈലോ കീച്ചനെ താഴോട്ടിട്ടു. ഞാൻ പറഞ്ഞു ഒന്ന് എടുക്കുമോ പ്ലീസ്. അദ്ദേഹം ചായ ഇവിടെ ഉണ്ട്, ഞാൻ പിടിക്കാമെന്നോ ചായ വാങ്ങി. ഞാൻ ആ ചായക്കകത്ത് വിരലൊന്ന് അമർത്തി, ഞാൻ ആ സോഫ്റ്റ് ഡ്രിങ്ക്സിനകത്ത് വിരലൊന്ന് അമർത്തി വെച്ചു. എൻ്റെ ചൂണ്ട് വിരൽ 1 2 കാര്യപുത്ര 29 തന്മാത്ര, കാർബൺ 14, ഹൈഡ്രജൻ 11, നൈട്രജൻ 2, ഓക്സിജൻ 1. ഞാൻ കൈയിട്ട് സാധനം എന്താ എന്തുമാവട്ടെ, സോഫ്റ്റ് ഡ്രിങ്ക്സ്, കൂൾ ഡ്രിങ്ക്സ്, ചായ, കോഫി, എനിത്തിങ്, വാട്ടർ ആട്ടെ. വെള്ളമാണെങ്കിൽ 2 ഹൈഡ്രജൻ പ്ലസ് ഒരു ഓക്സിജൻ = H2O വാട്ടർ. ഒരു 1 2 3 സെക്കൻഡിനുള്ളിൽ കെമിക്കൽ ഓക്സിജൻ സംഭവിച്ചു 3 സെക്കൻഡിനുള്ളിൽ. അപ്പോൾ ചാവി എടുത്തുനിന്ന് താങ്ക്സ് പറഞ്ഞു, ചിരിച്ചു. അദ്ദേഹത്തിൻ്റെ ഗ്ലാസ് ഞാൻ കൊടുത്തു, അദ്ദേഹം ചായ വാങ്ങി കുടിച്ചു. ചായക്ക് ചമർപ്പോ കയ്പോ ഒന്നോ ഒന്നുമില്ലല്ലോ, രുചി മാറിയിട്ടില്ല. സ്മെല്ല് മാറിയോ? ഇല്ല. ഒരു രുചിയുമില്ല, ഒരു സ്മെല്ലുമില്ല, ഒരു സെൻസറുകൾക്കും കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. നോക്ക്, ബ്രെയിനെ സ്വാധീനിക്കാൻ കഴിയുന്ന കില്ലഡസ് കാറ്റഗറിയിൽപ്പെട്ട ഹിരോഷിമയിലും നാഗസാക്കിയിലും ഇട്ടിരിക്കുന്ന ആറ്റമോ അണുബോംബിനേക്കാൾ പ്രകരശിക്ഷയുണ്ട് ഈ പറയുന്ന MDMA എന്ന് പറയുന്ന രാസലഹരിക്ക്. അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന എല്ലാ മക്കളും അവസാനിപ്പിക്കുകയാണ്, ജാഗരൂകരാകുക. ഉറ്റവർ ഉടയവർ നൽകാത്ത ഒരു പാനീയങ്ങളും അസമയത്തും പാതയോരങ്ങളിലും ഒരുപക്ഷെ നമ്മുടെയൊക്കെ ആർഭാട സദസ്സുകളിലും DJ പാർട്ടികളിലും മ്യൂസിക് ഇവൻറ്റുകളിലും എക്സ്കർഷനുകളിലും ടൂറുകളിലും മറ്റുള്ള വിദേശ യാത്രകളിലൊക്കെ പോകുമ്പോൾ ശ്രദ്ധിക്കുക, അപരിചർ തരുന്ന പാനീയങ്ങളും നമ്മുടെ റൂംമേറ്റുകൾ തരുന്ന പാനീയങ്ങളും അല്ലെങ്കിൽ ഹയർ സ്റ്റഡിക്ക് പോകുമ്പോൾ ഹോസ്റ്റലിൽ നിന്ന് നമുക്ക് വിശ്വാസമില്ലാതെ പലർ തരുന്ന പാനീയങ്ങളും ഒന്നും നമ്മൾ കുടിക്കാൻ പാടില്ല. സംശയത്തിൽ തന്നെ നമ്മളതിനെ നോക്കിക്കാണണം. നമ്മുടെ ബ്രെയിനകത്ത് സ്വാധീനിച്ചു നമ്മൾ അറിയുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഉറ്റവരെയും ഉടയവരെയും എല്ലാം നമ്മൾ മറന്നു പോകും. നമ്മുടെ ബ്രെയിൻ കുറച്ച് ഹാപ്പിനെസ് ഉണ്ടാവും. നമ്മുടെയൊക്കെ ചിലപ്പോൾ ഉറക്കം നഷ്ടപ്പെടും. രാത്രി പകലാക്കും, പകൽ രാത്രിയാക്കും. സാധാരണ MDMA പോലുള്ള സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് ഉപയോഗിക്കുന്നവർ ഉറങ്ങൂല, രാത്രി മൊത്തം പകലാക്കും. എത്ര സമയം വേണമെങ്കിലും ഉണർന്നിരിക്കും അവർ. അപ്പം മനസ്സിലാക്കേണ്ടത്, എനിക്കെന്തോ എന്നെ സ്വാധീനിച്ചിട്ടുണ്ട്, എവിടെയോ എനിക്ക് തെറ്റ് പറ്റിയിട്ടുണ്ട്. ഏറ്റവും അടുത്ത സമയത്ത് തന്നെ നല്ലൊരു സൈക്കാട്രിക് ഇൻ്റർവെൻഷൻ നമ്മൾ നേടണം, അല്ലെങ്കിൽ അത് എക്സ്പേർട്ടായ ആളെടുത്ത് പോകണം. അതിന് പ്രതിവിധിയുണ്ട്. കാരണം ഒരു ഫസ്റ്റ് ടൈം നമ്മൾ ഉപയോഗിച്ച രണ്ടാമത് 48 മണിക്കൂറിനുള്ളിൽ ബ്രെയിൻ വീണ്ടും ആവശ്യപ്പെടും, എനിക്ക് ആ സാധനം താന്ന് പറഞ്ഞ് ആവശ്യപ്പെടും. അതുകൊണ്ട് തന്നെയാണ് നാഷണൽ ഡ്രഗ് കൺട്രോൾ സൊസൈറ്റി പറയുന്നത്, ഫസ്റ്റ് ടൈം പരീക്ഷണത്തിന് പോലും നിങ്ങൾ ഈ കില്ലഡസ് കാറ്റഗറിയിൽപ്പെട്ട ഒരു സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് ഉപയോഗിക്കരുത്. കാരണം നിങ്ങളുടെ മനസ്സും ശരീരവും വേണ്ടാന്ന് പറഞ്ഞാലും, നിങ്ങളുടെ മനസ്സ് വേണ്ടാന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ശരീരം സമ്മതിക്കൂല, ശരീരം അത് തേടിപ്പോവും. കാരണം അത്രമേൽ അഡിക്ഷനുള്ള സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് ആണെന്ന് മാത്രം അറിയുന്ന ഈ അവസരത്തിൽ പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. നിങ്ങളുടെ വീട്ടിൽ ആരെയെല്ലാം വേദനിപ്പിച്ചാലും മാതാപിതാക്കളെ വേദനിപ്പിക്കാതെ അവരെ ചേർത്ത് പിടിക്കുക. ഇന്ന് ഒരുപക്ഷെ നിങ്ങൾക്ക് ഈ മെമൻറ്റോയൊക്കെ ഇവിടുന്ന് ഈ നമ്മുടെ QMRCC ഇവിടെ നിന്ന് നിങ്ങൾക്ക് നൽകുന്നുണ്ട്. ഒരുപക്ഷെ ഇതിനേക്ക് നിങ്ങൾ ഇത് വാങ്ങാനായി നിങ്ങളിവിടെ പ്രാപ്തരാക്കിയ നിങ്ങളുടെ ഉമ്മയും ഉപ്പയും അച്ഛനെയും അമ്മയൊക്കെ നിങ്ങളുടെ ഹൃദയത്തിൽ എപ്പോഴും ഓർക്കുക. പ്രത്യേകിച്ച് ഞാൻ എല്ലാ വേദികളും ഞാൻ പറയുന്നൊരു കാര്യമുണ്ട്, ഇപ്പോൾ ഈ അച്ഛന്മാരൊക്കെ പെട്ടെന്ന് മരിച്ചു പോയിക്കൊണ്ടിരിക്കുക, ഈ ഉപ്പമാർ. അതിന് പ്രധാന കാരണമുണ്ട്. ഈ 55-50 വയസ്സൊക്കെ ഉപ്പമാർക്കായാൽ എല്ലാവരും പറയുന്നു ഈ കൊറോണയ്ക്ക് ശേഷമുള്ള വാക്സിനാണ് ഈ പ്രശ്നമാണ് ഇപ്പോൾ പെട്ടെന്ന് ചെറുപ്പക്കാരെല്ലാം മരിക്കുന്നത്. ഈ പറയുന്ന 35-40 വയസ്സിനുള്ളിലും 55 വയസ്സിലായ ചെറുപ്പക്കാരെ മരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പെൺകുട്ടികളൊക്കെ ഓർത്തോണം, നിങ്ങൾക്ക് ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ കരുണയൊക്കെ കാണിക്കേണ്ടത് ഉപ്പമാരോടാണ്. പ്രത്യേകിച്ച് അവരോട് കൂടുതൽ ഇടപഴകുക, അവരുടെ ജീവിത കാര്യങ്ങൾക്കുള്ളിൽ ഇടപെടുക. എല്ലാ പെൺകുട്ടികളും ഇവിടെ ഇരിക്കുന്ന ആൺകുട്ടികളൊക്കെ ഉപ്പമാരോട് പറയേണ്ടതെന്ന് ചോദിച്ചാൽ, ഉപ്പ എന്നെ നിങ്ങൾക്ക് 100% വിശ്വസിക്കാം. ഞാൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ മാത്രമേ എൻ്റെ ജീവിതം നയിക്കപ്പെടുകയുള്ളൂ. ഒരു തരത്തിലും ഒരുപക്ഷെ നിങ്ങളെ സങ്കടപ്പെടുത്തിക്കൊണ്ട് എൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ ഇറങ്ങിപ്പോകില്ല. കാരണം മാതാപിതാക്കളെ സങ്കടപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾ ഈ ഭൂമിയിൽ ഒന്നും നിങ്ങൾക്ക് നേടാൻ പറ്റില്ല. എന്നൊരു കാര്യം ഞാൻ അടിവരായിട്ട് പറയുകയാണ്. ഇടവണ്ണയിലൊരു കുഞ്ഞ് ഒരു കത്തെഴുതി വെച്ചിട്ടാണ് ഇറങ്ങിപ്പോയത്. എന്താ കത്തെഴുതിയിരിക്കുന്നത്? എന്താണ്? ഉമ്മ പൊറുക്കണം, ഞാൻ പോവുകയാണ്, എന്നെ ഇനി അന്വേഷിക്കേണ്ടതാണ്. ആ കത്തുമായിട്ട് ഇടവണ്ണ സ്റ്റേഷനിൽ വന്നിട്ടാണ് ആ ഉമ്മ നിലത്ത് വീണത്. എങ്ങനെയാണ് ഉമ്മ ആ തുണി അലക്കാൻ ഇട്ടിരിക്കുന്ന ഡ്രസ്സുമായിട്ട് ഉമ്മ അവിടെ സ്റ്റേഷനിൽ വന്നത്. നോക്കുമ്പോൾ ആ നൈറ്റ് പുറകിൽ കീറിയിട്ടുണ്ട്, തട്ടം പോലും ഇല്ല. ആ തോർത്തെടുത്ത് ഓടിയേക്കണം. ഉച്ച സമയത്ത് ഈ 16 വയസ്സുകാരിയുടെ ആ മുഷിഞ്ഞ ഡ്രസ്സ് കഴുകാൻ വേണ്ടി എടുത്തപ്പോൾ ഒരു സർഫ് ഡിന്നിൻ്റെ അടിയിൽ ഒരു കത്തിരിക്കണു, ഉമ്മ പൊറുക്കണം, എന്നെ ഇനി അന്വേഷിക്കേണ്ട, ഞാൻ ഓൻ്റെ കൂടെ പോവുകയാണ്. ആ കത്തും പിടിച്ചോണ്ട് ഇടി വെട്ടിയോലെ ഉമ്മ നിലത്ത് വീണു. ആ സാധുസ്ത്രീ അതുമായിട്ട് ഓടി സ്റ്റേഷനിൽ വന്നത്. എന്നിട്ട് പറഞ്ഞു, സാറേ എളുപ്പം എൻ്റെ കുട്ടരെ കിട്ടണം, ഇവളെ ഉപ്പ അറിഞ്ഞു കഴിഞ്ഞാൽ നെഞ്ച് പൊട്ടിച്ചാവും സാറേ, ഓക്ക് വേണ്ടി എൻ്റെ ഭർത്താവ് ജീവിക്കുന്നതെന്ന് പറഞ്ഞു. എന്നും ആ ഉമ്മയുടെ മുഖം എൻ്റെ മനസ്സിൽ നിന്ന് മാറിയിട്ടില്ല. ആ ഉമ്മ പറഞ്ഞത്, ഇവക്ക് വേണ്ടിയിട്ടാണ് എൻ്റെ ഭർത്താവ് ഈ ഭൂമി ജീവിക്കണത് തന്നെ, എൻ്റെ കുഞ്ഞ് പോയി എന്നറിയാൻ മനുഷ്യൻ ജീവിച്ചിരിക്കൂല എന്നാണ് പറഞ്ഞത്. നോക്കണം. ശേഷം ആ കുഞ്ഞ് പോയി കണ്ടെത്തി, ഹരിയാനയെ വെച്ചൊരു കോളനി വെച്ച് കണ്ടെത്തി തിരിച്ചു കൊണ്ടുവന്നപ്പം അങ്ങനെ
ആരുടെ കൂടെ പോകാനാന്ന് ചോദിച്ചപ്പോഴാണ് മനസ്സിലായി ചെറുക്കൻ്റെ കൂടെ തന്നെ പോകാനാന്ന് പറഞ്ഞു. പ്രായമില്ലാത്തതുകൊണ്ട് നിർഭയിലേക്കാക്കി. അങ്ങനെ ശേഷം 18 വയസ്സ് കഴിഞ്ഞ് കുട്ടിയുടെ കാര്യങ്ങളൊക്കെ അറിയാമെന്ന് ചോദിച്ച് മനസ്സിലാക്കിയപ്പോൾ പറഞ്ഞു 18 വയസ്സ് കഴിഞ്ഞപ്പോഴേക്കും ആ പയ്യൻ വേറൊരു കല്യാണമൊക്കെ കഴിഞ്ഞ് പോയി എന്ന് അറിഞ്ഞു. അങ്ങനെ ഇവക്ക് ഈ കുട്ടി സൈക്കാട്രി പേഷ്യൻ്റായി, മാനസിക പ്രശ്നമുണ്ടായി. അവസാനം ഇപ്പോൾ നോക്ക് വീട്ടിൽ ആ കുട്ടി വീട്ടിലുണ്ട്. ആരാ വീട്ടിലുള്ളത്? ആരാ? സ്വന്തം ഉമ്മയും ഉപ്പയും. മനസ്സിലാക്കണം അല്ലേ? 6 മാസത്തെ പരിചയത്തിൻ്റെ മുകളിൽ പ്രണയം സത്യമാണെന്ന് വിശ്വസിച്ചുകൊണ്ട് അവൻ്റെ കൂടെ ട്രെയിൻ കയറി അങ്ങ് ഒരു സ്റ്റേറ്റിലേക്ക് പോയി. പോലീസ് ലൊക്കേഷൻ പറയാൻ കണ്ടുപിടിക്കുമ്പോൾ ഒരു ചീഞ്ഞളിഞ്ഞ ഗ്രാമത്തിൽ ഒരു ചൂട് കയറുള്ള കട്ടിരുന്നു കൊണ്ട് ബീൻസ് പൊളിക്കുകയാണ് ഈ പെൺകുട്ടി. ആകെ ക്ഷീണിച്ചവളും ആകെ മാറി ഒരു വൃത്തിയില്ലാത്തൊരു കോളനിയിൽ. നോക്കണം, അവിടെ വെറും 6 മാസത്തെ പ്രണയമാണ് ഒരു ദുരന്തത്തിൽ കൊണ്ടുചെന്ന് എത്തിച്ചത്. അതുകൊണ്ട് ഇവിടെ എല്ലാ മക്കളോടും പറയാം, ജീവിതം എന്ന് പറയുന്നത് ഏറ്റവും സുന്ദരമായ ഒരു നിമിഷമാണ്. ജീവിതമാണ് ലഹരി. ഈ സമയങ്ങളിൽ നിങ്ങളുടെ പഠനത്തിനായിട്ടാണ് നിങ്ങൾക്ക് ജീവിതം നിങ്ങൾക്ക് സമർപ്പിച്ചിരിക്കുന്നത്. ജീവിതത്തിനകത്തും ഏറ്റവും മനോഹരമായ നിമിഷങ്ങളെ സമ്മാനിക്കാൻ പറ്റുന്നത് ഒരുപക്ഷെ നമ്മുടെയൊക്കെ മനസ്സ് മറ്റാരുടെ കയ്യിൽ നിങ്ങൾ കൊടുക്കരുത്. കൊടുത്താൽ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റില്ല, ഒരു മെമ്മൻ്റേ നിങ്ങൾക്ക് വാങ്ങാൻ പറ്റില്ല, ഒരു ഉയരങ്ങളിലേക്ക് നിങ്ങൾക്ക് നടക്കാൻ പറ്റില്ല. കാര്യം മനസ്സ് ഉടക്കി പോയി കഴിഞ്ഞാൽ ഓർമ്മകളും ചിന്തകളും മെസ്സേജും അതിൻ്റെ സ്വപ്നങ്ങളുമായിട്ട് നിങ്ങൾ വേറോ ലോകത്തേക്ക് കടന്നു പോകും. അതേ സമയത്ത് ഇതെല്ലാം എനിക്ക് തൽക്കാലത്തേക്ക് വേണ്ട, കാര്യം എനിക്കിപ്പോൾ പഠിക്കേണ്ടയും നയിക്കേണ്ടയും സാഹചര്യമാണെന്ന് പറഞ്ഞ് മാത്രം ജീവിച്ച നിങ്ങളെല്ലാം ജീവിതത്തിൻ്റെ പ്രധാന ലക്ഷ്യങ്ങൾ കൈയടക്കും, ഒരു സംശയമൊന്നുമില്ല. പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞുതരാം, നിങ്ങളുടെയൊക്കെ ജീവിതത്തിനകത്ത് ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന, നിങ്ങളുടെ വിജയങ്ങൾക്ക് മുമ്പിൽ സന്തോഷിക്കുന്ന ആളുടെ പേരാണ് ഉപ്പ, അല്ലേ? നിങ്ങളുടെ വിജയങ്ങൾക്ക് മുമ്പിൽ സന്തോഷിക്കുന്ന ഒരാളാണ് ഉപ്പ. നിങ്ങൾ എന്തെങ്കിലും കുറ്റപ്പെടുത്തലുകൾ നടത്തിയാൽ ഏറ്റവും കൂടുതൽ വേദനിക്കുന്ന ഒരാളും ഉപ്പയാണ്. ഒരുപക്ഷെ നിങ്ങൾ ചില കണക്ക് പറച്ചിലുകൾ നടത്തിയാൽ മൗനിയായി പോകുന്ന ആൾ ഉപ്പയാണ്. നിങ്ങളൊരുപക്ഷേ കത്ത് എഴുതി വെച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയാൽ ആൾത്തിരക്കും സമൂഹവും അതുപോലെ തന്നെ ആരാധനകളും ഒന്നും പോകാതെ വീട്ടിനകത്ത് മാത്രം ഒതുങ്ങിക്കൂടുന്നവനായി ഉപ്പ മാറും, ഉറപ്പാണ്. ഈ മകൾ പോയതിന് ശേഷം ഉപ്പ 19 കിലോ തൂക്കം ഉണ്ടായിരുന്നു. ഈ മോള് പോയതിന് ശേഷം മനുഷ്യൻ 30 കിലോ തൂക്കമുള്ളൂ. 30 കിലോയായി ചുരുങ്ങിപ്പോയി ആ മനുഷ്യൻ, ഇല്ലേ? ഇങ്ങനെ മാതാപിതാക്കളെ സങ്കടപ്പെടുത്തിക്കൊണ്ട് ഒരു പെൺകുട്ടിയും ഒരു ആൺകുട്ടിയും, പ്രത്യേകം ശ്രദ്ധിക്കണം, ഒരു പെൺകുട്ടിയെ അവരുടെ മാതാപിതാക്കളുടെ അനുമതിയില്ലാതെ, കൺസെൻ്റ് ഇല്ലാതെ സ്വന്തം ജീവിതത്തിലേക്ക് ഏതെങ്കിലും ഒരു ചെറുപ്പക്കാരൻ ക്ഷണിച്ചാൽ ആ ക്ഷണിക്കുന്ന ചെറുപ്പക്കാരന് ആ പെൺകുട്ടിയുമായിട്ട് ജീവിതത്തിൽ പ്രകാശം പരത്തി എത്ര ദീർഘസുമംഗലിയായി ഈ മണ്ണിൽ ജീവിക്കാൻ പറ്റുമെന്നുള്ള വിശ്വാസം എനിക്കില്ല. കാരണം അവളെ വളർത്തി വലുതാക്കിയ ഒരു മാതാപിതാക്കളുണ്ട്. അവരുടെ കൺസെൻറ്റ് വാങ്ങാതെ, അവരുടെ സ്നേഹവും അവരുടെ വായ്പകളും ലഭിക്കാതെ ഒരു രീതിയിലും ജീവിതം മുൻപോട്ട് നയിക്കപ്പെടാൻ നിങ്ങൾക്ക് പറ്റൂല. പിന്നെ ഒരു കാര്യം കൂടെ ഓർമ്മപ്പെടുത്തുകയാണ്, അതേപോലെ ജീവിതത്തിനകത്ത് ഉമ്മയെ ഒരിക്കലും നിങ്ങൾ സങ്കടപ്പെടുത്തരുത്. നിങ്ങളുടെ വരവൊന്ന് വൈകിയാൽ ഉമ്മറപ്പടിയിൽ മറ്റൊരു പ്രസവേന അനുഭവിക്കുന്ന മാലാഖയുടെ പേരാണ് ഉമ്മ. ഒരുപക്ഷേ വീടിൻ്റെ ഗൃഹാന്തരീക്ഷത്തിൻ്റെ ഇരുണ്ട ഇടനാഴിയിൽ ചൂടിനോടും ചാരത്തോടും ചുക്കിലിയോടും പടവെട്ടി ചുക്കി ചുളിഞ്ഞുപോയ പഴന്തുണി കഷ്ണം ഏതാന്ന് ചോദിച്ചാൽ ഉമ്മയാണ്. അവളെ സങ്കടപ്പെടുത്തരുത്. സമാധാനത്തിനുള്ള നൊബേൽ പുരസ്കാരം ലഭിക്കാതെ പോയ മദർ തെരേസമാരാരാന്ന് ചോദിച്ചാൽ അതൊക്കെ നമ്മുടെ അമ്മമാരാണ്. ഒരുപക്ഷെ വിളമ്പിക്കൊടുത്ത് തനിക്ക് തികയാതെ വരുമ്പം ഉമ്മ പറയും മോനെ മോളെ, ഉമ്മാക്കിത് ഇഷ്ടമല്ല, എൻ്റെ മക്കൾ കഴിച്ചോ എന്ന് കള്ളം പറയുന്നവളാണ് ഉമ്മ. ആ ഉമ്മമാരെ ഒന്നും നമ്മൾ സങ്കടപ്പെടുത്തരുത്. ദൈവത്തിൻ്റെ മുമ്പിൽ സ്വന്തം കാര്യങ്ങളെല്ലാം മറച്ചു വെച്ച് മക്കളുടെ നന്മയ്ക്കും ആരോഗ്യത്തിനും കുടുംബത്തിനും വേണ്ടി മുട്ടിപ്പായി പ്രാർത്ഥിക്കുന്ന ഒരുവളി മണ്ണിലുണ്ടെങ്കിൽ അവളുടെ പേര് ഉമ്മയാണ്. അവളെ സങ്കടപ്പെടുത്തരുത്. എൻ്റെയും നിൻ്റെയും എല്ലാം വിഴുപ്പലക്കി ചൊട്ടിച്ചുളിഞ്ഞു പോയ ഒരു പഴന്തുണി കഷ്ടമാണ് ഉമ്മ. ഗൃഹാന്തരീക്ഷത്തിൻ്റെ ഇരുണ്ടിടനാടിയിൽ ചൂടിനോടും ചാരത്തോടും പടവെട്ടി ഒടുവിൽ അവൾ മൃതിയടയുന്നവളുടെ പേരും ഉമ്മയാണ്. അവളെ ഒരിക്കലും ജീവിതത്തിൽ നിങ്ങൾ സങ്കടപ്പെടുത്തരുത്. നമ്മൾ അണ്ണാങ്കുഞ്ഞിനെ പിടിച്ച് കിളിക്കുഞ്ഞിനെ പിടിച്ച് നിങ്ങൾ ഉമ്മർത്ത് താലോചിച്ച് നോക്ക്. അതിൻ്റെ കരച്ചിൽ കേൾക്കുമ്പോൾ ഉമ്മ അടുക്കളയിൽ നിന്ന് വിളിച്ച് പറയും മോനെ മോളെ എന്നെ തുറന്നു വിടും മക്കളെ, അതിൻ്റെ തള്ള അതിനെ കണ്ടില്ലെങ്കിൽ ഇപ്പം കരഞ്ഞു വരും എന്ന് പറയുന്നവളാണ് ഉമ്മ. അവളെ സങ്കടപ്പെടുത്തരുത്. ഒടുവിൽ ഈ സാഗരം കളമൊഴിഞ്ഞു പോകുമ്പം വാടിക്കരിഞ്ഞ ചെടികളും പൂവും ഞാനും നിങ്ങളും ഒക്കെ പറയും എൻ്റെ ഉമ്മയില്ലാത്ത വീട്, എൻ്റെ അമ്മയില്ലാത്ത വീടേയല്ല. ഞാൻ എത്ര വൈകിയ രാത്രി വീട്ടിൽ ചെന്നാലും എൻ്റെ അമ്മ ബെഡ്റൂമിൽ ഒരു സ്വിച്ച് ഉണ്ട് ഇങ്ങനെ, അത് 3-4 പോർഷനാണ്. അമ്മയുടെ ഈ വലത് കൈ പൊങ്ങൂല. ഞാൻ വെറുതെ ലവാരി എന്ന് പറയുന്ന റിയാലിറ്റി ഷോയിലെ ഫൈനൽ കണ്ടസ്റ്റൻസ് ആണ്. ആ ഷോയിൽ ഞാൻ പറയുന്നുണ്ട് അമ്മയ്ക്ക് കൈ മുകളോട്ട് പൊങ്ങൂല. ഒരു ഭാഗം ഷോക്ക് വന്നുകൊണ്ട് അമ്മ പലപ്പോഴും ഞാൻ വീട്ടിൽ വണ്ടി എത്തിയാൽ അപ്പം അമ്മ കാർ പോർച്ചിൽ വണ്ടി കയറുമ്പം ഈ സ്വിച്ച് താക്കും. കാർ പോർച്ചിൽ നിന്ന് ഇറങ്ങി വരുമ്പം അമ്മ കാർ പോർച്ച് ലൈറ്റ് കെടുത്തും ഈ സിറ്റൗട്ടിലെ ലൈറ്റ് തെളിയിക്കും. സിറ്റൗട്ട് നേരെ അകത്തോട്ട് പോകുമ്പം സിറ്റൗട്ടിലെ ലൈറ്റ് കെടും, അകത്തെ ലൈറ്റ് കത്തും.
പക്ഷെ അവൾ ജീവിച്ചിരിക്കുന്ന കാലം അത്രമേ ഈ ലൈറ്റ് ഇങ്ങനെ പ്രകാശിക്കുള്ളൂ. 76 വയസ്സുള്ള എൻ്റെ അമ്മ എന്ന് കണ്ണടയുന്നോ അന്ന് ആ ലൈറ്റുകൾ അത്ര കൃത്യമായിട്ട് പ്രകാശിക്കില്ല. ഒരു കാര്യം കൂടെ പറയുകയാണ്. അച്ഛൻ ഞാൻ ചെറുപ്പളശ്ശേരി ക്ലാസ് എടുക്കാൻ പോകുമ്പോഴാണ് അമ്മ പറയണേ, മോനെ ഇന്നലെ അപ്പനെ ഉറങ്ങിയിട്ടില്ല രാത്രി. ഞാൻ എൻ്റെ അച്ഛനെ അപ്പാന്ന് വിളിക്കുക, ഉറങ്ങിയിട്ടില്ല. ഞാൻ അടുത്ത് പോയി ഓടി ചെല്ലുകയാണ്. ഷർട്ടിൻ്റെ ബട്ടൺസ് പോലും ഇട്ടില്ല, കാര്യം സമയം പോയി. കലക്ടർ വരുന്ന പരിപാടിയാണ് ചെറുപ്പളശ്ശേരിയിൽ. എൻ്റെ വീടിനോട് നിന്ന് 70 കിലോമീറ്റർ ഉണ്ട്. ഓടിപ്പോയി അടുത്ത് പോയിട്ട് ചോദിച്ചു, ഇന്നലെ ഇവിടെ വേനയായിരുന്നു മോനെ അപ്പനെ, രാത്രി മൊത്തം ചൂട് പിടിച്ചു, കാപ്പിയൊക്കെ കുടിച്ചു, മോനെ അറിയിച്ചില്ല എന്ന് പറഞ്ഞു. എന്ത് പറ്റി അപ്പാൻ ചോദിച്ചു. ഇവിടെ പിടിച്ച് ഞെക്കിയപ്പോൾ പറഞ്ഞു, ഇവിടെയാണോ ചോദിച്ചു. അവിടെ അല്ല മക്കളെ വേന, ഇവിടെയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ പിടിച്ച് തിരിഞ്ഞെന്ന് പറഞ്ഞിട്ട് അച്ഛനെ പുറത്ത് പിടിച്ച ഞെക്കി ഇങ്ങനെ. അപ്പോൾ അച്ഛൻ പറഞ്ഞു, അവിടെ അല്ല മക്കളെ, ഇവിടെ വേനാണ്. അപ്പോൾ അവിടെ പിടിച്ച് ഞെക്കി. എനിക്ക് തോന്നുന്നു അവിടെയല്ല, ഇവിടെയാണല്ലോ മക്കളെ പറഞ്ഞു ഇവിടെ. അപ്പോൾ ഞാൻ കുറച്ച് ക്ഷമയില്ലാതെ എൻ്റെ അച്ഛനോട് പറഞ്ഞു, ഒന്ന് ഉറപ്പിച്ച് പറ, അവിടെ എവിടെയെന്ന് പറയാം, ഉറപ്പിച്ച് പറ. ഇത്രയും ചുമട് ഗുളികയല്ലേ, ഞാൻ കഴിഞ്ഞ അച്ഛനെ കൊണ്ടുപോയി വാങ്ങി തന്നെ, അത് കഴിച്ചാൽ മതി, ചൂടുവെള്ളം കുടിച്ചാൽ മതി, ഗ്യാസ് ആയിരിക്കും. അപ്പോൾ എൻ്റെ മുഖത്ത് നോക്കി എൻ്റെ അച്ഛൻ ദയനീയമായിട്ട് ചോദിച്ചു, ഗ്യാസ് ആയിരിക്കുമല്ലേ മക്കളെ എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ ചോദിച്ചു, അച്ഛനോട് ചോദിച്ചു, കൊണ്ടുപോകണോ വേണേ പറ എന്ന് പറഞ്ഞു. കൊണ്ടുപോകണോ വേണേ പറ, വേണ്ട മക്കളെ എന്ന് പറഞ്ഞു. അത് പറഞ്ഞ് ഞാൻ ഓടി വന്ന് ഷൂ ഇട്ട് വണ്ടിയെ കയറി. നല്ല സ്പീഡിലാണ് വണ്ടി വിടുന്നത്. ചെറുപ്പളശ്ശേരിയിലെത്തി. വലിയ സദസ്സാണ്, ഐഡിയൽ കോളേജാണ്, കലക്ടറുമുണ്ട്. പരിപാടി കഴിഞ്ഞു. മൊബൈൽ സൈലൻ്റൊക്കെ എവിടെ ചെന്നാലും. നേരെ അത് കഴിഞ്ഞ് അടുത്ത് സംഘാടകരുടെ വീട്ടിൽ പോയി ഭക്ഷണമൊക്കെ കഴിച്ചു. കാറിൽ വന്ന് മൊബൈൽ ഇങ്ങനെ ഇരിക്കുന്നത്, ലൈറ്റ് ഇങ്ങനെ കത്തുന്നുണ്ട്. സമയം ഒരു 3-3:30 മണിയാണ്, 4 മണിയായിട്ടുണ്ട്. ഫോൺ ഇങ്ങനെ എടുത്ത് നോക്കുമ്പം എൻ്റെ അയൽവാസി രതീഷ് വിളിക്കുന്നുണ്ട്. ഹലോ പറഞ്ഞു. എന്ത് മനുഷ്യനാണ് ഫിലിപ്പേട്ട നിങ്ങളും ചോദിച്ചു. എന്താണ് ചോദിച്ചു, എത്ര പ്രാവശ്യം നിങ്ങളെ വിളിക്കണേ, ഓ വല്ലാത്തൊരു ആളെ കേട്ടോ നിങ്ങൾ അച്ഛന് തീരെ വയ്യ, പെട്ടെന്ന് വരാൻ പറഞ്ഞു. പെട്ടെന്ന് വണ്ടിയുടെ ബ്രേക്ക് ഞാൻ ചവിട്ടി. എനിക്കൊരു ഓർമ്മയൊന്നും കിട്ടുന്നില്ല, സൈലൻ്റ് ആയിരുന്നല്ലോ ഫോൺ. പിന്നെ നോക്കുമ്പം എൻ്റെ അമ്മയുടെ 54 കോളുണ്ട്, എൻ്റെ അമ്മ വിളിച്ചിട്ടുണ്ട്, 54 കോള്. അതിൽ പിന്നെ പെങ്ങളുടെ കോളുണ്ട്. എല്ലാം ഒന്ന് സ്ക്രോൾ ചെയ്തു. എല്ലാ കോളിലും എടുക്കാനൊരു പേടിയായി. അടുത്ത് എൻ്റെ വേറെ അയൽവാസി വിളിക്കുന്നുണ്ട്. എടാ നീ എവിടെത്തിയും ചോദിച്ചു. ഞാൻ പറഞ്ഞു, എന്താ അനിയോ, ഞാൻ ആ കാര്യം പറയാമെന്ന് പറഞ്ഞു. എന്ത് പറ്റി, അപ്പൻ എന്ത് പറ്റിയും ചോദിച്ചു. അതിൽ പുള്ളി ഒന്നും മിണ്ടുന്നില്ല, മിണ്ടാതെ നിൽക്കുകയാണ് അവിടെ. മറുതലയ്ക്ക് ശബ്ദമില്ല. എൻ്റെ മനസ്സിൽ പെട്ടെന്ന് വന്നത്, കൊണ്ടുപോകണോ വേണേ പറ, ആ ഗുളിക മാത്രം കുടിച്ചാൽ പോരെ, ചൂടുവെള്ളം കുടിച്ചാൽ പോരെ, ഗ്യാസ് ആയിരിക്കും, ഇതാ എൻ്റെ മനസ്സിൽ വരണേ. പക്ഷേ വീട്ടിൽ ഏകദേശം 1.5 മണിക്കൂർ വണ്ടി വിടണം. പക്ഷേ ഞാനൊരു 40 മിനിറ്റ് കൊണ്ട് വണ്ടി എത്തി. വണ്ടി ഓഫാക്കാതെ ഇറങ്ങി ഓടി. കുറച്ച് ആൾക്കാരൊക്കെ വന്നിട്ടുള്ളൂ. അച്ഛൻ ഞാൻ ഇറങ്ങി ഒരു ഉച്ചയ്ക്ക് ഒരു 12 മണിയായ തൊട്ട് വേദന തുടങ്ങി. അച്ഛന് കാർഡിയോ അറസ്റ്റായിരുന്നു. എൻ്റെ അച്ഛൻ ആരെയും വിളിക്കാൻ സമ്മതിച്ചില്ല. എൻ്റെ അച്ഛൻ പറഞ്ഞു, എൻ്റെ മോൻ വരട്ടെ, അവൻ വന്ന്, അവന് ഒരുപാട് ഡോക്ടർമാരെ പരിചയമുണ്ട്, അവൻ വന്ന് എന്നെ കൊണ്ടുപോയിക്കോളൂ, നീ അവനെ വിളിയെന്ന് പറഞ്ഞു. പക്ഷേ അതിനുശേഷം ഞാൻ എൻ്റെ മൊബൈൽ ഫോണുകൾ ഒരു സദസ്സിലും ഞാൻ സൈലൻറ്റ് ചെയ്യാറില്ല. 54 കോളുകൾ എൻ്റെ അമ്മയുടെ ഞാൻ കാണാതെ പോയി. ജീവിതത്തിൽ ഏറ്റവും വലിയ നഷ്ടപ്പെടുത്തലാണ് എനിക്ക് ജീവിതത്തിൽ എനിക്കുണ്ടായത്. ഫിലിപ്പമ്പാട് എന്ന് പറയുന്നത്, എനിക്ക് ഒരുപാട് ഡോക്ടർമാരായിട്ട് ബന്ധമുണ്ട്, 2 വണ്ടിയുണ്ട്. പക്ഷേ അച്ഛൻ്റെ ചെറിയ വേദനകളെ കാണാതെ പോയി. കൊണ്ടുപോകണോ വേണമെങ്കിൽ പറ, വേണ്ട മക്കളെ എന്ന് പറഞ്ഞു. പക്ഷേ ആ സമയത്ത് എൻ്റെ അച്ഛനെ ആശുപത്രി കൊണ്ടുപോകാമായിരുന്നെങ്കിലും ഒരുപക്ഷെ ഇന്നും അച്ഛൻ ജീവിച്ചിരിപ്പുണ്ടാവും മണ്ണിൽ. ഫ്യൂണറെല്ലാം കഴിഞ്ഞു. ഞാൻ വീട്ടിനകത്ത് കയറിയപ്പം അമ്മയുടെ കാലിലും കയ്യിലെല്ലാം നിറച്ച് ചോരയുണ്ട്. അച്ഛൻ്റെ മൂക്കുന്ന ചോര വന്നിട്ടുണ്ട്. കട്ടിൽ അച്ഛൻ എന്നെ നോക്കുന്ന പോലെ എനിക്ക് തോന്നിയത്. അച്ഛൻ മരിച്ചൊരു 3/4 മണിക്കൂർ കഴിഞ്ഞിരുന്നു. പിറ്റേ ദിവസം ഫ്യൂണറെല്ലാം കഴിഞ്ഞു. സെമിത്തേരിയിൽ ഒറ്റയ്ക്ക് പോയി ഞാൻ എൻ്റെ അച്ഛൻ്റെ ആ കല്ലറയിൽ പോയി ഏറ്റവും കൂടുതൽ നേരം വരുന്ന പൊട്ടിക്കരഞ്ഞു. ഇന്നും എല്ലാ ഞായറാഴ്ചയും പള്ളിയിൽ പോകുമ്പം അച്ഛൻ്റെ സെമിത്തേരിയിൽ പോയി പ്രാർത്ഥിക്കും ഞാൻ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, എൻ്റെ ആജ്ഞയിൽ അപേക്ഷയാണ്, നമ്മുടെയൊക്കെ പ്രായമുള്ള മാതാപിതാക്കളുടെ ചെറിയ വേദനകളെ നിങ്ങൾ തള്ളിക്കളയരുത്. അവരുടെ ചെറിയ വയ്യായികളെ നിങ്ങൾ കാണാതെ പോകരുത്. നാളെ നിങ്ങൾക്ക് കുറച്ചവരെ നന്നായി നോക്കാം, കരുതാമെന്ന് നിങ്ങൾ വിചാരിച്ചാൽ ദൈവം നിങ്ങൾക്ക് അവസരം തരില്ല. അതുകൊണ്ട് ഓർക്കുക. പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. മക്കൾക്ക് വേണ്ടി നിങ്ങൾ ജീവിക്കരുത്, മക്കൾക്ക് വേണ്ടി നിങ്ങൾ ഉരുകരുത്. ഇത് ഫിലിപ്പമ്പൻ്റെ മാത്രം കോട്ടാണ്. മക്കൾക്ക് വേണ്ടി നിങ്ങൾ ഉരുകരുത്, മക്കൾക്ക് വേണ്ടി ജീവിക്കരുത്. നിങ്ങൾ മക്കളെ വളർത്തുക, നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കൾക്ക് വേണ്ടി ജീവിക്കുക, അവർക്ക് വേണ്ടി ഉരുകുക. അത് കണ്ടാൽ നിങ്ങളുടെ മക്കൾ നിങ്ങളെ വാർദ്ധക്യത്തിൽ ഏറ്റവും മനോഹരമായി അവർ സംരക്ഷിക്കും. ഏറെ സ്നേഹത്തോടെ ഫിലിപ്പമ്പാട്. താങ്ക് യു അവരോട്.